ആത്മയുദ്ധം എന്ന വിഷയത്തിലോട്ട് പ്രവേശിക്കാം. ഇതിന് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് തൊടുന്നതിന് മുമ്പേ മത്തായി സാറിനായി ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ബാംഗ്ലൂരിൻ്റെ ചർച്ചിൻ്റെ മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഇപ്പോഴും ആന്നു ഇവിടെയാണ് താമസിക്കുന്നത്. മാത്രം ഇവിടെ അങ്ങണ്ടാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു പാസ്റ്ററും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണ്, ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഒരു ദൈവദാസനാണ്. ഇന്ന് അദ്ദേഹത്തിന് ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ കൂടെ സമയം ചെലവഴിക്കുക, മത്തായി സാറിനെ കാണാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ആ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. എനിക്ക് പരിചയമുള്ള പല മുഖങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവർക്കുമായി കർത്താവിനെ വാഴ്ത്തുന്നു. ഓക്കെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഞാൻ അവിടെ മുതൽ തൊട്ട് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇതൊന്നും വിശദീകരിക്കാനൊക്കത്തില്ല. തൊട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണമെങ്കിൽ ഇത് തൊട്ടു പോകണം. അതിന് മാത്രം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെങ്കിൽ പണ്ടൊരിക്കൽ യഹോവയായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്ന് ഉളവായി വരട്ടെ എന്നർത്ഥമുള്ള ഒരു വാക്ക് പറഞ്ഞു. ഉളവായി വരട്ടെ. ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തിയിലേക്ക് പോയാൽ സസ്യങ്ങൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഉളവായി വരട്ടെ. ഈ പ്രപഞ്ചം, ഉൽക്കകൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ, നഷ്ടപ്പെട്ട പല ഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ഉളവായി വരട്ടെ ഒരു വാക്കിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ശാസ്ത്രം അതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കും. ബിഗ് ബാങ്ങിൻ്റെ 3 ലക്ഷണങ്ങൾ 2018 കണ്ടുപിടിച്ചു. 2018 ഒരുപാട് കാലമായി ഇത് പറയുന്നുണ്ട്, ബിഗ് ബാങ് എന്ന്. 2012 ഒരു വൻ പരീക്ഷണം ഭൂമിയിൽ നടന്നു. ലോക ചരിത്രത്തിൽ ശാസ്ത്രത്തിന് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് 2012 നടന്നു. സേൺ പരീക്ഷണം എന്നതിനെ വിളിക്കുന്നത്. ജർമ്മനിയിൽ അതുണ്ടായി. ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അവർ റെക്കോർഡ് ചെയ്തു വെച്ചു. മുഴുവനും ഒന്ന് അനലൈസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് CD-കളിൽ റെക്കോർഡ് ചെയ്തു. ഞാൻ കേട്ടിട്ടുള്ളത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതിയിൽ CD-കൾ അടുക്കി വെച്ചാൽ 1.5 കിലോമീറ്റർ ഉയരം വരും. അത്രയും ഡേറ്റ ഉണ്ട്. 2012 നടന്ന സേൺ പരീക്ഷണം. അത് ഇന്നും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക. 2018 ഈ ബിഗ് ബാങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൈ കിട്ടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൈ കിട്ടിയതോടെ അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മിഷിയ കാക്കു എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ 1ാം നിരയിൽ നിൽക്കുന്നയാളാണ്. ഒന്നാമത്തെ ആളെന്നല്ല ഞാൻ പറഞ്ഞേ, 1ാം നിരയിൽ നിൽക്കുന്നയാളാണ്. അങ്ങനെ എത്ര പേരുണ്ട് എനിക്കറിഞ്ഞുകൂടാ. മിഷിയ കാക്കു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. ഒരു ഉന്നത സ്ഥാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു ബിഗ് ബാങ്ങിൽ 3 ഘടകങ്ങളുണ്ട്. 3 തലമുറകളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ഒരു ബിഗ് ബാങ്. 3 തലമുറകളിൽ നിന്ന്. ബൈബിളിൻ്റെ ഭാഷയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ 3 ജനറേഷൻ. ഇവിടെ നിന്ന് വന്ന 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. അതിൽ നിന്ന് പ്രപഞ്ചം ഉൽപ്പാദിതമായി. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവരും ഇതുപോലുള്ള വിവരങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവരും ഇത് മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞേക്കാം, വിട്ടേക്ക്. ബിഗ് ബാങ്ങിൻ്റെ 2ാമത്തെ പ്രത്യേകത, ഈ 3 ശബ്ദങ്ങളെ ഒന്നാക്കി തീർത്തത് എന്താണ്? ഈ 3 ശബ്ദങ്ങളെ 3 ശബ്ദമായിട്ട് കിടന്ന ഇതൊന്നും ആകത്തില്ല. ഇതിനെ 3നെയും കൂടെ ഒന്നിച്ച് ചേർത്തത് ആരാ? നടുക്കത്തെ ശബ്ദം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് നമ്മൾ വിളിച്ചു, 3 തലമുറ എന്ന് അവർ വിളിച്ചു. ഇതിലെ നടുക്കത്തെ ശബ്ദം, അതായത് പുത്രനാണ് ഇവരെ 3 കൂടെ ഒരുമിച്ച് ചേർത്ത്. പുത്രൻ എന്തുവാ? വചനം ജഡമായതാണ്. പുത്രൻ എന്ന് പറയുന്നത് വചനം ജഡമായതാണ്. ഈ നടുക്കത്തെ ശബ്ദമാണ് ഇവയെ ഒരുമിച്ച് ചേർത്തത്. കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, യേശുവിനെക്കുറിച്ച് പറയാൻ വെച്ചാൽ അവനായിട്ടും അവനാലും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആ ഒരാശയം അങ്ങ് തീർന്നു. ഇന്ന് എനിക്ക് വേണ്ടി അളവിൽ പ്രപഞ്ചം സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഇതിനകത്ത് നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ എന്നിങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം എന്തിനാണ് ഉണ്ടാക്കിയത്? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമല്ല, കൊലോസ്യ ലേഖനം പറഞ്ഞു, ദൃശ്യമായതും അദൃശ്യമായതും ഒന്നിച്ചു വന്നു. ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ദൃശ്യമാണ്, കണ്ണുകൊണ്ട് കാണാം. പക്ഷെങ്കിൽ അദൃശ്യമായ വേറെ ഏതാണ്ടുണ്ട്. അതെന്നതാ? അതാണ് ദൂതന്മാർ. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനം പറയുന്നത് കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ മുതലായ സകലത്തിനെയും, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ മുതലായി പലതും, ഇതെല്ലാം ദൂതന്മാരെ കുറിക്കുന്ന പദമാണ്.
സുറിയാനി വേദപുസ്തകത്തിൽ കുറച്ചുകൂടെ ദൂത സമൂഹത്തിൻ്റെ പേരുകൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അക്രോശന്മാർ, മൊറോവിയന്മാർ എന്നിങ്ങനെ ദൂതവർഗങ്ങളുടെ പേര് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് സുറിയാനി ബൈബിളിൽ. നമ്മുടെയൊക്കെ ബൈബിളിൽ വന്നപ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെയെല്ലാം കൂടെ സൃഷ്ടിച്ചു. ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? യെശയ്യാവ് പറഞ്ഞു, പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. പാഴായിട്ടല്ല, പാർപ്പിന്. ആരെ പാർപ്പിക്കാൻ? ദൂതന്മാരെ പാർപ്പിക്കാൻ. എനിക്കൊന്ന് രണ്ടാമത്തെ ആശയം വ്യക്തമായി. ദൂതന്മാരെ ഇതിനകത്തെല്ലാം പാർപ്പിച്ചു. ഈ നക്ഷത്രങ്ങളിൽ ദൂതന്മാരുണ്ടോ? ബൈബിളിലൊരു സൂചനയുണ്ട്. ആ സൂചന ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ സീസറോട് പൊരുതു. എവിടെ? ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഇസ്രയേലും സീസർ എന്ന രാജാവുമായി, ചക്രവർത്തിയുമായി ഒരു യുദ്ധം നടന്നു. അന്ന് ഇസ്രയേൽ ശിലായുഗത്തിലാണ്, മറക്കരുത്, ശിലായുഗത്തിലാണ്. ശത്രു വന്ന കല്ലെടുത്തെറിയല്ലാതെ ഇവർക്ക് വേറെ ഒരു മാർഗവുമില്ല, അവർ ശിലായുഗത്തിലാണ്. പക്ഷേ ഈ സീസർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് 120 ഇരുമ്പ് രഥങ്ങളുണ്ട്. അതിൽ ടെക്നിക്കലി ഭയങ്കര ഡെവലപ്ഡാണ്. ഇസ്രയേൽ ഈ ശിലായുഗത്തിലാണ്. ഇവർ തമ്മിൽ എങ്ങനെ യുദ്ധം ചെയ്യും? എന്നിട്ട് ഇസ്രയേൽ അവരെ ടക്കോന്ന് തോൽപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പം ദെബോര പറയുകയാണ്, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. നക്ഷത്രങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നക്ഷത്രങ്ങളിൽ ഒരു കൂട്ടം ദൂതന്മാരെ പാർപ്പിച്ചിട്ടുണ്ട്, അവരെ വന്ന് യുദ്ധം ചെയ്ത്. ഇനി എങ്ങനെ? ഫ്രം ദെയർ ഓൺ ഹൈവേസ്, അവരുടെ സ്വന്തം പെരുവഴികളിൽ നിന്ന്. ആ വാക്ക് ഇംഗ്ലീഷ് വായിച്ചെങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ദേ ഫോട്ട് ഫ്രം ദെയർ ഓൺ ഹൈവേസ്, അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഹൈവേയിലൂടെ വന്ന് യുദ്ധം ചെയ്തു. ഇന്നത്തെ ആത്മയുദ്ധത്തിലും ദൈവം ദൂതന്മാരെ തന്നെ ഉപയോഗിക്കും. അവരെതുവഴിയാണ് വരുന്നത്? നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഹൈവേ ഞാനും നിങ്ങളുമാണ്. ശാസ്ത്രവും ബൈബിളും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ ഏതാണ്ട് 9.3 ബില്യൺ വർഷം, 930 കോടി വർഷം ഇതിങ്ങനെ തുടർന്നു. 930 കോടി വർഷം. അത് ശാസ്ത്രത്തിലാണ് ഈ കണക്കുള്ളത്, ബൈബിളിൽ ഈ കണക്കില്ല. ബൈബിളിൽ കാര്യമുണ്ട്, കണക്ക് ശാസ്ത്രത്തിൽ നിന്ന് എടുക്കാം. കാര്യം പ്രപഞ്ചം സൃഷ്ടിച്ച് 9.3 ബില്യൺ വർഷം വരെ ഭൂമിയില്ലായിരുന്നു. പ്രപഞ്ചത്തിന് 13.4 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട്. നമ്മുടെ സൂര്യനും ഈവൻ നമ്മുടെ ചന്ദ്രന് പോലും ഒത്തിരി പഴക്കമുള്ളതാണ്. ആകാശത്തിന് 13.4 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട്. ഭൂമിക്ക് 4.45 വർഷം പഴക്കമേ ഉള്ളൂ, ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ മൂത്ത ചേട്ടൻ ജനിച്ച് 20 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ആദ്യമേ ആകാശമെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞ് 9.3 ബില്യൺ വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 9.3 ബില്യൺ വർഷം ആകാശത്ത്, അന്തരീക്ഷത്തിലെല്ലാം നന്നായിപ്പോയി. സകല ദൂതന്മാരും ദൈവത്തെ ആരാധിച്ചു. എല്ലാ ദൂതന്മാരും ദൈവത്തെ മാത്രം നമസ്കരിച്ചു. ഏക സൃഷ്ടാവായ ദൈവം. പക്ഷേ ഈ കൂട്ടത്തിൽ അല്പം വിപരീത അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ലൂസിഫർ. അതുപോലെ പലരും ഉണ്ട്. ലൂസിഫർ അതിൽ ഒരാളായിരുന്നു. ആ പുള്ളി ദൈവം ചെയ്യുന്നതെല്ലാം കണ്ടു പഠിച്ചു. 1-2 കൊല്ലമൊന്നുമല്ല, 930 കോടി വർഷം. 1 കോടി വരെ തെറ്റാതെ എണ്ണാൻ അറിയാവുന്നവർ ഇതിനകത്തുണ്ടോ? ഇല്ല, നിശ്ചയമായിട്ടുമില്ല. അതിനിടയ്ക്ക് നമ്മൾ തെറ്റിപ്പോകും. കാരണം നമ്മുടെ എല്ലാം മൈൻഡ് തെറ്റിപ്പോകും. എണ്ണാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഒക്കുകയില്ലാത്ത ഉണ്ടാകും, നമ്മുടെ മനസ്സ് പതറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഈ 930 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുന്ന ഫിഗറല്ല. അത് ശാസ്ത്രലോകത്തിന് മാത്രം വിട്ടേക്ക്. അത്രയും വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലൊരു പ്രശ്നമുണ്ടായി. ലൂസിഫർ പറഞ്ഞു, അങ്ങനെ ദൈവം ഒറ്റയ്ക്ക് എന്നും മിടുക്കനായിട്ടിരിക്കണ്ട, ഞാനും തേജസ് കൊണ്ട് മനോഹരനാണ്. ഇവനെ സൃഷ്ടിച്ചതാണെന്നുണ്ടെങ്കിൽ സകലവിധ രത്നങ്ങൾ കൊണ്ടുപോവാം. ലൂസിഫറിനെ സൃഷ്ടിച്ചത് സകലവിധ രത്നങ്ങൾ കൊണ്ടുപോവാം. ഇവൻ തേജസ്സിലും പ്രഭയിലും ഭയങ്കരനായിരുന്നു. ദൈവസൃഷ്ടിയുടെ മഹത്വമേറിയ മണിമകുടമായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിന് തന്നെ സ്വയം പ്രശംസിപ്പാനുള്ള ഏറ്റവും മനോഹര രൂപിയായിരുന്നു ഇവൻ. സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു ഇവൻ്റെ പ്രധാന കടമ. ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തെ സ്ഥിരം ആരാധിക്കുന്ന, ദൈവം കൊണ്ടു നടക്കുന്ന ആ അതിശയ സൃഷ്ടിയായിരുന്നു ലൂസിഫർ. കുറച്ചിങ്ങോട്ട് കഴിഞ്ഞതോടെ ഇവൻ്റെ സൗന്ദര്യം ഇവനെ അഹങ്കാരത്തിൽ കൊണ്ടുപോയി. കോടാനുകോടി ദൂതന്മാർ വേറെയുണ്ട്. ഇവരെല്ലാം കൂടെ ഈ ലൂസിഫറിനെയാണ് പുകഴ്ത്തുന്നത്. ഇവൻ്റെ അഹങ്കാരം ഇവനെ ചതിച്ചു.
എസെക്കിയേൽ പ്രവചനമാണ് അത് പറഞ്ഞത്. നിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചു. 2, അവന് മറ്റുള്ള ദൂതന്മാരുടെ മേലുള്ള അധികാരം, നിൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം, അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ഇടപെടൽ, അവരുടെ മേലുള്ള അധികാരം, ഇതെല്ലാം കൂടെ ഇവൻ്റെ അറിവ്, ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവൻ കണ്ടുപഠിക്കുക, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത്. ഈ അറിവ്, ഇത് 3 ഇവനെ ചതിച്ചു. ഒരു ദിവസം ഇവൻ പറഞ്ഞു, അതായത് 9.3 ബില്യൺ വർഷം കഴിഞ്ഞതോടെ ഇവൻ പറഞ്ഞു, ഇതര ദൂതന്മാർ എന്നെയും കൂടെ ആരാധിക്കണം, ദൈവത്തെ തന്നെയൊന്നുമല്ല എന്നെയും കൂടെ ആരാധിക്കണം. പക്ഷെ ദൈവത്തിന് തനിക്ക് തുല്യൻ വേറെ ആരുമില്ല. തനിക്ക് തുല്യൻ താന വേറെ ആരുമില്ല. രണ്ടാമതൊരുത്തനെ ദൈവം ഒരിക്കലും കിളത്തിക്കൊണ്ടുവരത്തില്ല. ഒരുപാട് പേര് വീണു പോകാൻ കാര്യം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കാതെ ഞാനും കൂടെ പങ്കുവെക്കും. പ്രധാന ഒരു പോയിൻ്റാണ് വീണു പോയിൻ്റെ. ഞാനീ പറയുന്നത് പ്രായോഗിക കാര്യമാണ് തൊടാൻ ആഗ്രഹിക്കുന്നത്. പ്രായോഗികമായും ദൈവം തൻ്റെ മഹത്വം വേറൊരാളുമായി പങ്കുവെക്കത്തില്ല. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഏതാണ്ട് 13-14 വയസ്സുള്ള സമയത്ത് ദൈവം എന്നോട് ഇടപെട്ടിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരാളുമായി പങ്കുവെക്കത്തില്ല. എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി വളർന്ന ശേഷം സിസ്റ്റർ മേരി കോവൂര് പ്രവചനാത്മാവിൽ ഈ പദം എന്നോട് പറഞ്ഞു. ഇതെങ്ങണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്കും ചിന്തയുണ്ടായിരുന്നു. ഇത് എന്നോട് ദൈവം ഇടപെട്ടതാണ്. എൻ്റെ മഹത്വം ഞാൻ ആരുമായി പങ്കുവെക്കത്തില്ല. ഞാൻ കർത്താവിനെ സേവിച്ചാൽ എനിക്ക് കൂലി തരും, പക്ഷെ മഹത്വം തരത്തില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഞാനാ ചെയ്തത്, എൻ്റെ കൈയാണ്, എൻ്റെ കൈ കൊണ്ടാണ് നടന്നത്. നമുക്കെല്ലാം തോന്നും ഞാനില്ലായിരുന്നു സഭ ഇപ്പോൾ താഴെ പോയതിനേയും ഞാനുള്ളത് കൊണ്ടാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് തോന്നും. മോനെ തീർന്നു. ലൂസിഫറിൻ്റെ ആദ്യത്തെ ചിന്ത ഇതായിരുന്നു, ദൈവത്തിൻ്റെ മഹത്വം പങ്കുവെക്കാൻ. ഇതര ദൂതന്മാർ എന്നെ കൂടെ ആരാധിക്കണം. ഇവൻ അഹങ്കരിക്കാൻ കാര്യങ്ങൾ 3-4 ഞാൻ പറഞ്ഞു. ഇവൻ അഹങ്കരിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആരാധന അദ്ദേഹത്തിനും കൂടെ വേണം, മഹത്വം പങ്കിടണം എന്ന് പറഞ്ഞ മാത്രയിൽ ഇവനെ സ്വർഗത്തിൽ നിന്ന് മാറ്റാൻ ദൈവം തീരുമാനിച്ചു. നിന്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്നിൽ കുറ്റം കാണുന്നത് വരെ. കുറ്റം കണ്ട മാത്രയിൽ നിന്റെ നടപ്പിൽ നിന്നെ അശുദ്ധനെന്ന് എണ്ണി. അങ്ങനെ ബൈബിൾ. നക്ഷത്രങ്ങൾ പോലെ ശോഭിച്ചിരുന്ന പലരും, അതാ ഞങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ട് വന്നേ, എന്തേ വീണത്? പലരും മഹത്വം പങ്കുവെച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. ലോകത്തിൽ ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. റെയിൻഹാർഡ് ബോങ്കയുടെ മേൽ കൈവച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. ജോർജ് ജെഫ്രിയാണ് അദ്ദേഹത്തിൻ്റെ മേൽ കൈവെക്കുന്നത്. ജോർജ് ജെഫ്രിയുടെ ജ്യേഷ്ഠൻ സ്റ്റീഫൻ ജെഫ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ ജെഫ്രി പേര് കിട്ടിയപ്പോൾ എനിക്ക് 2 കിട്ടി. സ്റ്റീഫൻ ജെഫ്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോർജ് ജെഫ്രിയേക്കാൾ പവർഫുള്ളായിരുന്നു സ്റ്റീഫൻ ജെഫ്രി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അസ്ഥികൾ നിവർന്നു വരുവാൻ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക കൃപാവരം ഉണ്ടായിരുന്നു. ചുരുണ്ട് വളഞ്ഞിരിക്കുന്നവനെ എപ്പം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും പൊതുയോഗങ്ങളിൽ വിരൽ ചൂണ്ടിപ്പറയും, നേരെയാകാൻ പറയും. ആ സമയത്ത് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ മനുഷ്യൻ്റെ അകത്ത് അസ്ഥികൾ തമ്മിൽ കൂട്ടി ഉരുമുന്ന ശബ്ദം 20 അടി അകലം വരെ കേൾക്കാൻ. അസ്ഥികൾ നിവിരുന്ന സമയത്ത് അസ്ഥികൾ തമ്മിൽ കൂട്ടി ഉരുമുന്ന ശബ്ദം 20 അടി ദൂരം വരെ കേൾക്കാമായിരുന്നു. നാളുകൾ നോക്കി നിൽക്കുമ്പോൾ ഇവൻ കടന്നു വരുന്നത് കാണാം. ഇന്നും ഇതുപോലുള്ള വൻകിട ശുശ്രൂഷകളുണ്ട്. നിങ്ങളാരും ചെറുതൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട, വലുത് നോക്ക്. ഞാൻ ഒരിക്കൽ മലേഷ്യയിൽ ചെല്ലുമ്പോൾ കേരളത്തിലുള്ള ഒരു മലയാളി, തിരുവനന്തപുരത്തുള്ള ഒരു മലയാളിയെ കണ്ടു. പീറ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ചർച്ചിൽ, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു ശുശ്രൂഷകൻ വന്നു. വലിയ കൊടവയറുമൊക്കെ ആയി വരുന്നവരുടെ പ്രാർത്ഥിക്കുമ്പോൾ കൊടവയറ് ചൊട്ടുക, ഭയങ്കര വണ്ണവുമായി വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വണ്ണം ചൊട്ടുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കിപ്പം വലിയ വണ്ണമാണെന്നിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ അടുത്ത് എന്ന് പറയും, പാൻ്റെ പിടിച്ചോളാൻ പറയും, അല്ലെങ്കിൽ താഴെ പോവും. കാര്യം ഇപ്പം വണ്ണം ചൊട്ടാൻ പോവാ, പാൻ്റെ പിടിച്ചോളാൻ പറയും. പാൻ്റെ പിടിക്കുമ്പോൾ നൗന്നൊരു കൽപ്പനയുണ്ട്. എന്നോട് പറഞ്ഞത്, ഞാൻ കണ്ടതല്ല, എന്നോട് പറഞ്ഞത്, ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ടോ ഒരുവനങ്ങ് ചൊട്ടു, നോർമൽ ഫോമിൽ വരും. ഈ ശുശ്രൂഷകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ക്യാൻസർ റിജക്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെന്നിഹിൻ 1-2 പ്രാവശ്യം ക്യാൻസർ സൗഖ്യമാകുന്നവർ പലരുണ്ട്. ഇതേ ഇരിക്കുന്നു, അദ്ദേഹം ചെയ്യും. ക്യാൻസർ സൗഖ്യമാകുന്ന കേസസ് പലതുണ്ട്. അത് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, എനിക്കും സാക്ഷിയുണ്ട്. എന്നാൽ ക്യാൻസർ റിജക്ഷൻ എന്ന് പറയും. ഒരു പ്രാവശ്യം മദ്രാസിൽ വെച്ചത് നടന്നു. ബെന്നിഹിന്
മെറീന ബീച്ചിൽ ക്രൂസൈഡ് നടത്തുമ്പോൾ ക്യാൻസറുള്ള യൂട്രസിനകത്ത് ക്യാൻസറുള്ള ഒരു സ്ത്രീ സ്റ്റേജിൽ വന്നു. അദ്ദേഹം വിരൽ ചൂണ്ടിയേച്ച് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് യു മെൽറ്റ്. ഉരുകിപ്പോകാൻ അദ്ദേഹം പറഞ്ഞത്. ആ സ്ത്രീ നിന്നിടം മുഴുവൻ ബ്ലഡ്, രക്തം, ക്യാൻസറുള്ള മുഴുവൻ ഭാഗങ്ങളും ഇജക്റ്റ് ചെയ്ത് വെളിയിൽ പോയി. ശരീരം പൊട്ടി, ക്യാൻസർ തെറിച്ച് താഴെ പോയി. അതാണ് ബ്ലഡ്. ക്യാൻസർ റിജക്ഷൻ ഉണ്ട്. ശുശ്രൂഷകൾ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ചുമ്മാതെ കണ്ട് ഞാൻ രാവിലെ കൈയടിച്ചു, പാട്ടുപാടി, മറുഭാഷ പറഞ്ഞ് അതൊക്കെ ഒത്തിരി നടക്കും. നമുക്കൊത്തിരി വലുത് ചിന്തിച്ചു തുടങ്ങാം. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വെൻ യു ജംപ് എയിം അറ്റ് മൂൺ. നിങ്ങൾ ചാടുകയാണെങ്കിൽ ചന്ദ്രന് ചെല്ലനെ ചാടാവുള്ളൂ. ആരും ചന്ദ്രന് ചെല്ലത്തില്ല. ആ അടുത്ത പദം, യു വിൽ നോട്ട് റീച്ച് മൂൺ. നിങ്ങൾ മൂണിൽ ചെല്ലത്തില്ല. അറ്റ്ലീസ്റ്റ് യു മേ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. കുറഞ്ഞ പക്ഷം ഒരു മരത്തിൻ്റെ മേളിൽ നീ ചെല്ലും. ചന്ദ്രൻ എയിം ചെയ്ത് ചാടാമെങ്കിൽ മരത്തിൻ്റെ മേളിലൊക്കെ എയിം ചെയ്യുന്നെങ്കിൽ ചവിട്ടിപ്പോലും ചെല്ലുകയില്ല. നീ ചാടിയെടുത്ത് തന്നെ ഇനി തിരിച്ചു വരും. അത്രയൊക്കെ ഉള്ളൂ. നമ്മളീ പലരും ചാടുന്നത് അങ്ങനെ. പാസ്റ്റർ PD ജോൺസൺ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഉപദേശിമാർ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ചാടിക്കോണം. പക്ഷെ എത്ര ഉയരത്തിൽ ചാടിയാലും അര സെക്കൻഡിനകം തിരിച്ച് താഴെ വരുമെന്ന് മറക്കല്ലേ. ഗമ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതാണ് ഞാൻ ചെയ്ത് കളയും, നിന്നെ ഞാൻ ശരിയാക്കി കളയുമെന്നൊക്കെ പറയുമ്പോൾ യു ക്യാൻ ജമ്പ്. പക്ഷെ ഒരു അര സെക്കൻഡിനകം നീ തിരിച്ച് പഴയ ചാടിയെടുത്ത് തന്നെ ഇരിക്കും. ഇത് മറക്കണ്ട. അത് PD ജോൺസൺ പറഞ്ഞതാണ്. ബട്ട് വെൻ യു ജമ്പ് എയിം അറ്റ് മൂൺ, നമുക്ക് വലുത് പ്രതീക്ഷിക്കാം. അവിടം വരെ എത്തിയില്ലായിരിക്കാം, അതിനെക്കുറിച്ച് ദുഃഖിക്കണ്ട. പക്ഷെ ഉയർന്ന എവിടെയെങ്കിലും നമ്മൾ എത്തും. വൻകിട ശുശ്രൂഷകളുണ്ട്. ഓക്കെ, ഈ ദൂതന്മാർ ദൈവത്തെ ആരാധിച്ചും യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. ഈ ദൂതന്മാരെ ദൈവം ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. ഈ ലൂസിഫർ പാപം ചെയ്തതിനെ തുടർന്ന് അവൻ്റെ പാപം എന്ന് പറയുന്നത് അഹങ്കരിച്ചത്, വേറൊന്നുമില്ല. ഞാൻ ദൈവത്തോട് സമനാകും, ഇതവൻ ചിന്തിച്ചതാണ്. ഹൃദയത്തിൽ ചിന്തിച്ചുടനെ ഇവനെ തള്ളാൻ ദൈവം തീരുമാനിച്ചു. അഹങ്കാരം ദൈവം ഒരിക്കലും പൊറുക്കാത്ത ഒന്നാണ്. മറക്കരുത്, ഒടുവില കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടേണ്ടത്. അതിനു മുമ്പ് ഒരുപാട് കാര്യമുണ്ട്. അഹങ്കാരം ദൈവം ഒരിക്കലും പൊറുക്കുന്നതല്ല. ഇവൻ അഹങ്കരിച്ച കാരണത്താൽ ഇവനെ സ്വർഗത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ ഈ അഴുക്കിനെ എങ്ങോട്ട് കളയും? എല്ലാ നക്ഷത്രവും എൻഗേജ്ഡാണ്, എല്ലാ ഗോളങ്ങളിലും ആളാണ്. ഇവനെ താമസിപ്പിക്കാൻ ഒരു സ്ഥലമില്ല. ആകയാൽ 9.3 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഒരു പുതിയ ഗോളം കൂടെ ഉണ്ടാക്കിയേ പറ്റൂ. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. മൂന്നിടത്ത് ബൈബിളിൽ അത് പറയുന്നുണ്ട്, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആ ഭൂമിയിലേക്ക് ലൂസിഫറിനെ മാറ്റി. പക്ഷെ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം, ഞാനത് ഒത്തിരി കാര്യങ്ങൾ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങുക. ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ 2-3 പ്രിക്കോഷൻസ് എടുത്തു, മുൻകരുതലുകൾ. ഒന്ന്, ഇനി ലൂസിഫർ ഭൂമിയിൽ പാപം ചെയ്താൽ, ഒരുത്തൻ പാപം ചെയ്താൽ അവൻ നാളെയും പാപം ചെയ്യാം. ഒരിക്കൽ ഇച്ചിരി തെറ്റ് കാണിച്ച ഒരാൾ ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒത്തിരി കൂടെ ചെറുതാണ് ചർച്ച. ഇപ്പം നിങ്ങളിരിക്കുന്ന അത്രയൊക്കെ കാണത്തുള്ളൂ. അന്ന് ഞങ്ങളുടെ ചർച്ച ഇച്ചിരി കൂടെ കാണും. ആ ഒരു പരുവത്തിനാണ് ഞങ്ങളുടെ ചർച്ചിനകത്ത്. ഒരാൾ ഗൗരവമേറിയ ഒരു തെറ്റ് ചെയ്തേച്ച് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് ക്ഷമയും ചോദിച്ചു. തെറ്റ് ചെയ്തത് എന്തുവാ? ഒരു പ്രവാചകൻ പറഞ്ഞ പ്രവചനം കള്ളപ്രവചനമാണെന്ന് ഇവൻ പറഞ്ഞുണ്ടാക്കി. അത് ഓരോരുത്തരെ അടിച്ചു താക്കാൻ വേണ്ടി ഓരോ പണി കാണിക്കുന്ന കള്ളപ്രവചനമാണെന്ന് പറഞ്ഞുണ്ടാക്കി. സത്യത്തിൽ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ട് ചർച്ചിൽ വന്നത് എൻക്വയറി ചെയ്തു. ഇത് പറഞ്ഞത് പ്രവചനം ശരിയാണോ തെറ്റാണോ എന്ന് തിരക്കി വന്നപ്പോൾ ഇവൻ ചുമ്മാ മറ്റവനെ അടിച്ചു താക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കള്ളത്തരമാണ്. അല്ല, ഇതിനകത്ത് കഴമ്പൊന്നുമില്ല. ഇന്ന് ഒരുപാട് പേര് ഞാൻ പറയാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി കഴിയുമ്പം പറഞ്ഞോളാം. ഓൺലൈനിലുള്ളവരും ശ്രദ്ധിച്ചോണം. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അന്വേഷിച്ച ശേഷം ഇനി ഇവനെ എന്നാ ചെയ്യണം? പ്രവാചകനെതിരെ കള്ളം പറഞ്ഞുണ്ടാക്കിയവനെ ഇനി എന്ത് ചെയ്യണം? മുടക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇവനെ നിത്യതയ്ക്ക് കൊള്ളത്തില്ല, സ്വർഗത്തിന് കൊള്ളത്തില്ല, ഭൂമിയിലും സഭയ്ക്ക് കൊള്ളത്തില്ല. ഇവൻ തള്ളപ്പെട്ടവനാണ്. കാര്യം പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടത്തില്ല. കളയാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഇവൻ എഴുന്നേറ്റ് അങ്ങ് ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, അബദ്ധത്തിൽ പറ്റിപ്പോയതാന്ന് പറഞ്ഞു. നേരെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് എന്നോട് ചോദിച്ചു, നീ അന്നല്ല ചർച്ചിൻ്റെ പാസ്റ്റർ, നീ എന്നാ പറയുന്നു? ഞാൻ പറഞ്ഞു, ക്ഷമിക്കും സാറേ, ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിച്ചു. എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, വർഗീസേ, നീ ഭയങ്കര അബദ്ധമാണ് കാണിച്ചത്, ക്ഷമിക്കരുതായിരുന്നു. ഞാൻ വെച്ചാൽ അതെന്താ സാറേ? എടാ, ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും.
തൽക്കാലം ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഇവൻ വാലാട്ടി കാണിക്കും, അത് വേറെ. ഇതിവൻ്റെ ദുസ്വഭാവമാണ്. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. ഗൗരവമുള്ള കുറ്റത്തിൽ പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുന്നതൊക്കെ വലിയ ഗൗരവമുള്ളതാണ്. ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. അവൻ നാളെ സഭയ്ക്കെതിരെ തിരിഞ്ഞ് നിൽക്കും, നീ നോക്കിക്കോണം. അവനാണ് 1990 ഞാൻ കാശ് കൊടുത്ത് ആളുകളെ മതപരിവർത്തനം നടത്തുന്നു പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തത്. അന്നവനോട് ക്ഷമിച്ച കാരണമാണ്. എന്നെ അറസ്റ്റും ചെയ്തു. പക്ഷേ ഗവൺമെൻറ് എൻക്വയറി എടുത്തപ്പോൾ അതിനകത്തൊരു ചുക്കുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവകൃപയാൽ തിരിച്ചു വന്നു. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. പരിശുദ്ധാത്മാവിനോട് ദൂഷണം ചെയ്തവനോട് ഒരു കാലത്തും ദൈവം ക്ഷമിക്കത്തില്ല. നമ്മൾ ക്രമീകരിക്കേണ്ട ഒത്തിരി രംഗങ്ങളാണ്. അവരുടെ കൂടെ കൈയെടുക്കരുത്, കൂടരുത്, അവൻ്റെ കൂടെ അഭിപ്രായം പറയാൻ പോകരുത്, ലേഖനം നന്നായിരുന്നു തംസപ്പ് എന്ന് പറയാൻ പോകരുത്, ലൈക്ക് അടിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു തകരാറേ ഉള്ളൂ. ഒരുപാട് വാതിലുകൾ നമ്മൾ അടയ്ക്കാനുണ്ട്. ഓക്കെ, ഇവനെ ഭൂമിയിലേക്ക് തള്ളുകയാണ്. അപ്പോൾ 2 പ്രിക്കോഷൻസ് എടുത്തു. ഒന്ന്, ഭൂമിക്ക് ദൈവം ഒരു അടിസ്ഥാനം ഇട്ടു. ഇവനിത് ഞെക്കിപ്പൊടിച്ച് കളയരുതല്ലോ, അതുകൊണ്ട് ഭൂമിക്കൊരു അടിസ്ഥാനം ഇട്ടു. ശാസ്ത്രപ്രകാരം ചിന്തിച്ചാൽ അടിസ്ഥാനമുള്ള 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വർഗം. ശാസ്ത്രത്തിൽ സ്വർഗമില്ല, ഭൂമി മാത്രമേ ഉള്ളൂ ശാസ്ത്രപ്രകാരം അടിസ്ഥാനമുള്ളത്. നമ്മുടെ സൂര്യൻ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമാണ്. നമ്മുടെ സൂര്യൻ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പം. അങ്ങർക്കൊരു അടിസ്ഥാനമില്ല. ഈ സൂര്യനേക്കാൾ 25 ലക്ഷം സമയം, 2.5 ലക്ഷം, 25 മില്യൺ, 250 ലക്ഷം ഇരട്ടി, സൂര്യനേക്കാൾ 250 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള കാനിസ് മജോറിസും ഒക്കെ ഉണ്ട്. അതിനു പോലും ഒരു അടിസ്ഥാനമില്ല. അടിസ്ഥാനമുള്ള ഒറ്റ ഗോളം ശാസ്ത്രപ്രകാരം ഭൂമിയേ ഉള്ളൂ. ബൈബിളും പ്രകാരം 2 ഉണ്ട്. ഒന്ന് സ്വർഗം. സ്വർഗത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. ഭൂമിക്ക് 7 അടിസ്ഥാനമുണ്ട്. സ്വർഗത്തിൻ്റെ നിഴലായി ഭൂമിയെ സൃഷ്ടിക്കുക ദൈവത്തിൻ്റെ ഒന്നാമത്തെ പരിപാടിയാണ്. സ്വർഗത്തിൻ്റെ കൾച്ചർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ ആ തനി സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ റിപ്ലിക്കയിൽ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. 2, ഇനി ലൂസിഫർ ഭൂമിയെ വഷളാക്കിയാൽ അതിനെ വീണ്ടെടുക്കാൻ കൊരിലിറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ നിയമിച്ചു. അതായത് യേശുവ, കൊരിലിറക്കപ്പെട്ട കുഞ്ഞാട്. 2 പ്രിക്കോഷനോടുകൂടെ ഭൂമി സൃഷ്ടിച്ചു. ഈ വീണുപോയ ദൂതനെ, ലൂസിഫറിനെ ഭൂമിയിലേക്ക് അയച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനം കൂടി ഇട്ടാ പോകുന്നത് കേട്ടോ. ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ ഭൂമിയിൽ ഇവൻ ഏറെക്കുറെ 3.5 ബില്യൺ 350 കോടി വർഷം താമസിച്ചു. 35 കോടി വർഷം താമസിച്ചു. ദൈവം അവനെ ഇവിടെ അയച്ചത് ദൈവിക കൾച്ചറിൽ ഭൂമിയെ കൊണ്ടുവരാണ്. പക്ഷെ ഇവൻ ചെയ്തു അങ്ങനൊന്നും അല്ല. ഇവൻ അവൻ്റെ കൾച്ചറിൽ ഭൂമിയാക്കി. ഇന്നും ഈ സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കൾച്ചറിൽ വേണമെന്ന് ദൈവം പിശാചിൻ്റെ കൾച്ചറിൽ കൊണ്ടുപോകണമെന്ന് അവനും. സോഷ്യൽ മീഡിയക്കാരനെ എല്ലാം നിയമിച്ചിട്ടുണ്ട് ആ കൾച്ചറിൽ കൊണ്ടുപോകാൻ. ഒരുപാട് പത്രക്കാരെ നിയമിച്ചിട്ടുണ്ട് അവൻ്റെ കൾച്ചറിൽ കൊണ്ടുപോകാൻ. ഗവൺമെൻറ്റുകളെ ആക്കിയിട്ടുണ്ട് നാടൻ കൾച്ചറിൽ കൊണ്ടുപോകാൻ. ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പൈതലെ, എന്നെയും നിങ്ങളെയും ദൈവമാക്കിയത് ദൈവിക കൾച്ചറിൽ പോകാനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിന് വേണ്ട രൂപത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചു. ലൂസിഫറിനെ അവിടെയാക്കി സ്വർഗീയ കൾച്ചറിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ ചെയ്തില്ല. ഒരു 3.5 ബില്യൺ വർഷം കഴിഞ്ഞതോടെ യഹോവയായ ദൈവം പിന്നെയും ഇവനെ ഇവിടുന്ന് ഒരു തട്ടുതട്ടി അന്തരീക്ഷത്തിലോട്ട് മാറ്റി. അന്ന് വരെ ഇവൻ്റെ പേര് ഈ ലോകത്തിൻ്റെ പ്രഭു എന്നായിരുന്നു. ഇവനെ അന്തരീക്ഷത്തിലോട്ട് തട്ടിയതോടെ ആകാശത്തിൻ്റെ അധിപതി എന്ന് പുള്ളിക്ക് പേരായി. കാര്യം ഇവനെ ഇവിടുന്ന് തട്ടി. എന്നിട്ട് ദൈവം ഈ ഭൂമിയെ റിപ്പയർ ചെയ്തു. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നത്? ഇത് പറഞ്ഞെങ്കിലേ ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഗൗരവമേറിയ കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജ് സാധാരണ ശ്രദ്ധിക്കുന്നവരും ഗൗരവമായി ശ്രദ്ധിക്കുന്നവർക്കും പുതുമ വലുതായിട്ടൊന്നും കാണത്തില്ല. വേറൊരു ഓർഡറിൽ പറയുന്നു മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാനിത് പൊതുവെ പഠിപ്പിക്കാറുണ്ട്. ഇവനെ ഭൂമിയിലേക്കിട്ടു. ഭൂമിയിൽ നിന്ന് ഇവനെ തട്ടിയ ശേഷം ഭൂമിയെ ദൈവം ഇവിടുന്ന് തെറിപ്പിച്ചു. ഈ 2018 ആദ്യമായി ഞാൻ ഈ മെസ്സേജ് പ്രസംഗിക്കുന്നത് ബാംഗ്ലൂർ ചർച്ചിൽ. 2018 അന്നാണ് ഒത്തിരി വിവരങ്ങൾ ശാസ്ത്രം തന്നത്. അതുകൊണ്ട് അന്ന് പഠിപ്പിച്ചു. അന്ന് 11 വയസ്സുള്ള ഒരു മോൻ എൻ്റെ അടുക്ക് വന്നൊരു ചോദ്യം ചോദിച്ചു. 11 വയസ്സ് ഒരു മോൻ എൻ്റെ അടുക്ക് വന്നൊരു ചോദ്യം ചോദിച്ചു. പാസ്റ്റർ അപ്പച്ച, എങ്ങനെയാണ് ഈ ചന്ദ്രനെ ഉണ്ടാക്കിയെന്ന് പറയാമോ? ഹൗ മൂൺ വാസ് ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായിട്ടെന്ന്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ വരട്ടെ, അത് ചൊവ്വേ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൊവ്വേ പറയാൻ എനിക്കറിയാൻ വയ്യ. അല്ല എങ്ങനെ ചന്ദ്രനെ ഉണ്ടാക്കി? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ വയ്യ മോനെ, ദൈവം പറഞ്ഞുണ്ടാക്കിയെന്ന് മാത്രം. അല്ല എനിക്കറിയാമായിരുന്ന ഞാനൊരു ചന്ദ്രനെ അങ്ങ് ഉണ്ടാക്കുകയില്ലായിരുന്നു. എനിക്കറിയാൻ വയ്യ, അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്.
ഈ കൂടുതൽ അറിവുണ്ടെന്നൊക്കെ പറയുന്നതിനോട് ചോദിച്ചാൽ മതി, നിനക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന്. ഒരു കൊതുകിനെയോ ഈച്ചയോ ഉറുമ്പിനെയോ ഉണ്ടാക്കി കാണിക്കാമോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് നിനക്കൊക്കെ നല്ല അറിവ്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ മതി. അത്രയൊക്കെ ഉള്ളു നമ്മുടെ അറിവ്. ഓക്കെ. ഈ ചെറുക്കനോട് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ പറയണേ എനിക്കറിയാൻ വയ്യ. അവൻ ചോദിച്ചാൽ എന്നാൽ ഞാൻ പറയട്ടെ. 11 വയസ്സ്. ഞാനൊരു റിട്ടയർഡ് സയൻറ്റിസ്റ്റാണ്, ഒരു ജൂനിയർ സയൻറ്റിസ്റ്റായിരുന്നു ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ. റിട്ടയർഡ് ജൂനിയർ സയൻറ്റിസ്റ്റാണ്. എനിക്ക് ഒരു പിടിയുമില്ല ഇതെങ്ങനെയാണെന്ന്. ഈ ചെറുക്കൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു മോനെ പറഞ്ഞാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു സൗരയൂഥം ആരംഭത്തിങ്കൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് 20 ഗോളം ഉണ്ടായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ 20 ഗോളം ഉണ്ടായിരുന്നു. ഏതോ ഒരു കാരണവശാൽ എന്നോ ഒരു ദിവസം ഈ 20 ഗോളങ്ങളുടെ ഇക്വിലിബ്രിയം തെന്നി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കറക്കം കൊണ്ടും ആകർഷണം കൊണ്ടും ഇതിൽ തന്നെ ഒരു നിലനിൽപ്പുണ്ട്. അതിന് ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുന്നത്. ഈ ഇക്വിലിബ്രിയം ബ്രേക്കായതിനെ തുടർന്ന് ഒരു ഗ്രഹം വന്ന് വേറൊന്നിനെ ഇടിച്ചു. ഇങ്ങപ്പുറത്തെ ഗ്രഹം ചെന്ന് അങ്ങപ്പുറത്തതിനെ ഇടിച്ചു. ഭൂമിയെ വന്ന് ഇടിച്ച ഗ്രഹം മുഴുവനും പൊട്ടിച്ചെതറി. കാര്യം അതിനൊന്നിനും അടിസ്ഥാനമില്ല. പക്ഷെ ഭൂമിക്ക് അടിസ്ഥാനമുള്ളതുകൊണ്ട് ഇത് പൊട്ടിയില്ല. ഇത് തെറിച്ച് മാറി. പിന്നത്തെ ഇതിൽ ഭൂമിയെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. അന്ന് ഈ പൊട്ടിത്തെറിച്ച കഷണങ്ങൾ, അതിനെ സ്പേസ് വേസ്റ്റ് എന്നാണ് ഇന്ന് വിളിക്കുന്നത്. ഈ പൊട്ടിത്തെറിച്ച കഷണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അതിനെ ഇന്ന് ശാസ്ത്രം വിളിക്കുന്നത് സ്പേസ് വേസ്റ്റ് എന്നാണ്. ഇതിനകത്തുനിന്ന് വലിപ്പമുള്ള 4 കഷണങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് നമ്മുടെ മൂൺ, നമ്മുടെ ചന്ദ്രൻ. ഇതിനകത്തെ വലിപ്പമുള്ള 4 കഷണം ഒരുമിച്ച് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ മൂൺ നൈറ്റിൽ ഇറങ്ങി നിന്ന് നോക്കിയാൽ ഇവന് 4 നിറം കാണാം. ശ്രദ്ധിച്ച് നോക്കണം അടുത്ത പ്രാവശ്യം. ഇവന് 4 നിറമാണ്, ഒരു നിറമല്ല. അതെന്തു പറ്റി? 4 ഗോളങ്ങളുടെ ഭാഗമാണ്. 4 ഗോളങ്ങളുടെ ഭാഗമായി പുള്ളി 4 നിറമാണ്. ഇതുപോലെ നമ്മുടെ മാഴ്സിന് 72 മൂൺ കിട്ടി. 72 മൂൺസ് ഉണ്ട് അതിൻ്റെ വട്ടത്തിൽ. ബാക്കിയെല്ലാം സ്പേസ് വേസ്റ്റായിട്ട് പോയി. ഒത്തിരി എണ്ണം മൂണുകളായി, ഉപഗ്രഹങ്ങളായി, ബാക്കിയൊക്കെ മൂണായി. ഇതെല്ലാം പൊട്ടിത്തെറിച്ചു. 18-ാം സങ്കീർത്തനം ഇതിനെക്കുറിച്ചുള്ളൊരു പ്രവചന വെളിപ്പാടാണ്. ദൈവത്തോട് മത്സരിച്ചിട്ട് ഹാനി വരാത്തവനാർ. അത് നമ്മൾ ഓർത്തോണം. ദൈവത്തോട് മത്സരിച്ചിട്ട് ഹാനി വരാത്തവനാർ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെട്ടു, ഹിമവും തീക്കനലും അവങ്കിൽ നിന്ന് പെയ്തു. ഹിമവും തീക്കനൽ, ഹിമമെന്ന് പറഞ്ഞാൽ ഐസ്, മഞ്ഞുകട്ടയാ. അതും തീയും കൂടെ എങ്ങനെ ഒരുമിച്ച് ചാടുന്നത്? ചിലതിടിച്ചപ്പോൾ അത് വന്നു, ചിലതിടിച്ചപ്പോൾ ഇത് വന്ന ഇടിയുടെ ഗൗരവം പോലിരുന്നു. ഇതെല്ലാം കൂടെ ചാടി. 18-ാം സങ്കീർത്തനം ലൂസിഫറും ദൈവവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു പ്രാവചനിക വെളിപ്പാടും ചേർത്ത. ഇനി ഇത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. 18-ാം സങ്കീർത്തനം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു പ്രവചന വെളിപ്പാടും കൂടെ. ഇങ്ങനെ ഭൂമിയെ 104-ാം സങ്കീർത്തന പ്രകാരം അവൻ അതിനുവേണ്ടി നിയമിച്ച സ്ഥലത്ത് കൊണ്ടിട്ടു. ഇവിടെ നിന്ന് പോയി അവൻ അതിനുവേണ്ടി നിയമിച്ച സ്ഥലത്ത് ദൈവം ഭൂമിയെ കൊണ്ടിട്ടു. ഞാനിത് ഒത്തിരി കാര്യങ്ങൾ ചേർത്തായി പറയുന്നത്. അവിടെ ഇട്ടുകൊണ്ട് ദൈവം ഭൂമിയെ റിപ്പയർ ചെയ്തു. ഈ റിപ്പയറിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ആത്മയുദ്ധത്തിൻ്റെ പ്രധാന ഘടകമാണ്. ദൈവം അവിടെ ഇട്ട് ഭൂമിയെ റിപ്പയർ ചെയ്തു. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 2-ലോ 3-ലോ ആണ്. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന് പറഞ്ഞാൽ പണ്ടൊരാകാശവും ഭൂമിയും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നും അതേ വചനത്താൽ അത് വെള്ളത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇതേ വചനത്താൽ ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഒരു വാക്യം പത്രോസ് പറഞ്ഞതാണ്. പത്രോസിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടാണ് എന്നാ ഇദ്ദേഹം ഈ പറഞ്ഞത്. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന് എഴുതിയിരിക്കുന്ന ആകാശം എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം, ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്, ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം കോസ്മോസ് എന്ന. അന്നുണ്ടായിരുന്ന കോസ്മോസും അന്നുണ്ടായിരുന്ന ഭൂമിയും. കോസ്മോസ് എന്നുള്ള വാക്ക് സത്യത്തിൽ അന്തരീക്ഷമാണ്. അന്തരീക്ഷം, സംവിധാനക്രമം. ഇങ്ങനെ കോസ്മിക് മെറ്റീരിയൽ എന്ന് കേട്ടിട്ടില്ലേ? കോസ്മിക് മെറ്റീരിയൽ എന്തോ ഈ കോസ്മിക് മെറ്റീരിയൽ. ഞാനാണെങ്കിൽ കറുത്തവനാണ്. ഞാൻ കുറച്ച് കോസ്മിക് മെറ്റീരിയലുമായി ബാത്റൂമിലോട്ട് കയറി അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ട വെളുത്തിരിക്കും. സംവിധാനക്രമം മാറി. പിന്നെ കുളിച്ച് കഴിയുമ്പോൾ പഴയ പോലെ അങ്ങാകും. സംവിധാനം ഈ പണ്ടുണ്ടായിരുന്ന സംവിധാനം മാറ്റി. അവിടെ ഇട്ടതിൻ്റെ സംവിധാനം മാറ്റാൻ കാരണം എന്തോ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറയാം. എന്നിട്ട് ഈ ഭൂമിയെ ദൈവം തിരിച്ചതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു.
അതിനുവേണ്ടി നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇവനെ മാറ്റിയിട്ടു. 104 സങ്കീർത്തന പ്രകാരം 104 വായിക്കാമോ? 104 സങ്കീർത്തനത്തിൻ്റെ ഒരു 4-5 വാക്യമാണെന്ന് തോന്നുന്നു. 3-4 ഒന്ന് വായിച്ചു നോക്കി. 3-4-5 വാക്യം ഒന്ന് വായിച്ചു നോക്കി, അതാണോ എന്ന്. 104 സങ്കീർത്തനം 3-4 വാക്യം ഒന്ന് വായിച്ചു. ഓക്കെ ഓക്കെ, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് 8-ാമത്തെ വാക്യം നോക്കട്ടെ. തൻ്റെ ഭൂമിയെക്കുറിച്ച് പറയുന്നതാണ്. പണ്ടിത് റൗണ്ടായിരുന്നു. ഓരോ ഗ്രഹങ്ങൾ വന്നതിൽ ഇടിച്ചു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. ഇടി കൊണ്ടതിന് ശരിക്കും പാടുണ്ടായി. നീ അതിനു വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ഇവിടെ അല്ല, മതി, അത്രയും മതി. അവിടിട്ട് അതിനെ റിപ്പയർ ചെയ്തു. ഇതിൻ്റെ അന്തരീക്ഷം മാറ്റിയ ജീവനെ തിരിച്ചു കൊണ്ടുവന്നു. ഇനിയും ദൈവം 6 ദിവസത്തെ സൃഷ്ടി നടത്തിയതിനെക്കുറിച്ച് കാണാം. ആക്ച്വലി 6 ദിവസത്തെ സൃഷ്ടി എന്നുള്ളത് സൃഷ്ടിയല്ല, സൃഷ്ടിയുടെ പുനരുത്ഥാനമായിരുന്നു. അത് ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല, അതങ്ങനെ അവിടെ കിടക്കട്ടെ. സൃഷ്ടി എന്നതിന് എബ്രായ ഭാഷയിൽ ബാറ എന്ന വാക്ക് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്നുള്ള വക. ഈ വാക്ക് എനിക്ക് പിന്നെ വേണം, ഇന്നത്തെ ആത്മയുദ്ധത്തിന് വേണം. അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. സൃഷ്ടി എന്നതിന് ബാറ എന്ന എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബാറ എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുക. അതാ സാക്ഷാൽ സൃഷ്ടി. പക്ഷേ 6 ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ബാറയല്ല, ഹായ എന്ന വാക്കാണ്. ഹായ എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ടുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുക, റിസ്റ്റോറേഷൻ. പണ്ടുണ്ടായിരുന്നതിലേക്ക് മടങ്ങി വരിക. 6 ദിവസത്തെ സൃഷ്ടിയിലും ഹായ ഉപയോഗിച്ചിരിക്കുന്നത്. 2 കോണ്ടസ്റ്റിൽ മാത്രമേ ബൈബിളിൽ ബാറ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ, എൻ്റെ അറിവോളം. 1, ഭൂമിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ആകാശവും ഭൂമിയും ബാറ സൃഷ്ടിച്ചു. 2, മനുഷ്യനെ ബാറ സൃഷ്ടിച്ചു. ഈ പദത്തെ ഞാൻ വീണ്ടും വരും. ബാക്കിയുള്ള പദം മുഴുവനും ഹായ എന്ന് എഴുതിയിരിക്കുന്നത്. അത് തുടത്തുപോലും ഇല്ലെന്ന് അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. 2 അവിടുന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരിക. ആദ്യത്തെ ദിവസം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം നല്ലതെന്നും ദൈവം കണ്ടു. പക്ഷെ സൂര്യൻ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? സൂര്യനും ചന്ദ്രനും 4-ാം ദിവസമാണ്. അപ്പോൾ ഈ 1-ാം ദിവസത്തെ വെളിച്ചം പിന്നെ എവിടുന്നാണ് വന്നേ? 1-ാം ദിവസം വെളിച്ചമില്ല, വെളിച്ചമുണ്ടായി, പക്ഷെ സൂര്യനും ചന്ദ്രനും ഇല്ല. അത് 4-ാം ദിവസമാണ്. 100% ഇതിനെ കൊണ്ടിട്ടത് എവിടെയോ വിദൂരതയിലാണ്. ആ വിദൂരതയിൽ നിന്ന് 1-ാമത്തെ ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തിരിച്ചതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് യാത്ര തുടങ്ങി. വേറെ ഏതോ നക്ഷത്രമണ്ഡലം കടന്നായി പുള്ളി വരുന്നത്, അവിടുത്തെ വെളിച്ചമടിച്ച്. ഇതല്ലാതെ ശാസ്ത്രീയമായിട്ടൊരു സൂചന പോലുമില്ല. വേറെ എവിടുന്നോ വെളിച്ചമടിച്ച കാര്യം. 4-ാമത്തെ ദിവസമാണ് ഇത് സൂര്യൻ ഉണ്ടാകുന്നത്. 1-ാമത്തെ ദിവസം വെളിച്ചം കണ്ടിരുന്നു. മുന്നോട്ട് വരാം. ഈ ഭൂമിയെ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് ദൈവം തീരുമാനിച്ചു, നഷ്ടപ്പെട്ടു പോയ ലൂസിഫറിന് പകരം മനുഷ്യനെ സൃഷ്ടിക്കണം. ഇവിടെ മുതൽ കുറച്ചുകൂടെ ഗൗരവമാണ്. മറ്റേ മുഴുവനും സൃഷ്ടിയുടെ ചരിത്രം മാത്രം. നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതല്ല. ഇനിയത്തേത് മനസ്സിലാകണമെങ്കിൽ പഴയത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഈ ലൂസിഫറിന് പകരം മനുഷ്യനെ ഇവിടെ ആക്കണം. അതിന് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ 2 പ്രസ്താവനയുണ്ട്. 1-ാമത്തെ പ്രസ്താവന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചു. ബാറ എന്ന പദമാണ്. ഇല്ലായ്മയിൽ നിന്നുളവാക്കി. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും. ആ വാക്കും ഭയങ്കര ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ ദൈവം ഇല്ലായ്മയിൽ നിന്നുളവാക്കി. ഇനി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? ഉൽപ്പത്തി പുസ്തകം 2:7. നിൽക്കട്ടെ, നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചെന്ന്. അത് രണ്ടും കൂടെ അങ്ങനെ വെക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇത് മനുഷ്യൻ സൃഷ്ടിയാണ്. ശരിയാണല്ലോ. അതിനകത്തൊരു ബേസ് മെറ്റീരിയൽ വേണ്ട, ഇല്ലായ്മയിൽ നിന്നുളവാകുക. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി, നിലത്തെ പൊടി രൂപീകരിച്ചെടുത്ത. ഇത് രണ്ടിലേതാ സത്യം? നമ്മുടെ വേദപുസ്തകം സത്യവേദപുസ്തകമാണ്.
തമ്മിൽ നിരക്കാത്ത 2 പദങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ സൃഷ്ടി ബാറ, 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി രൂപീകരിച്ചാണ് ഉണ്ടാക്കിയത്. ഇതിലേതാ സത്യമെന്ന്? ഇത് രണ്ടും സത്യമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ സത്യമാകും? സ്പിരിച്വൽ വാർഫെയറിൻ്റെ 1-ാം പ്രിൻസിപ്പിൾ തുടങ്ങുക. ദൈവം ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ലൂസിഫറും തിരിച്ചു വരും. ഇവന് കൊടുക്കപ്പെട്ട ചില കൃപകളുണ്ട്, അതൊരിക്കലും എടുക്കത്തില്ല. ഇവൻ പാപിയായതുകൊണ്ടും ഇവൻ തെറ്റ് ചെയ്തതുകൊണ്ടും പണ്ട് ദൂതനായിരുന്നവൻ ഇന്ന് സാത്താനായി മാറിയതുകൊണ്ടും അവൻ്റെ കഴിവുകൾ ദൈവം കർട്ടയിൽ ചെയ്യത്തില്ല. പിന്നെ ആ കൃപയുണ്ടായിരിക്കും. ഞാൻ നിസ്സാര ഉദാഹരണം പറയാം മനസ്സിലാകാൻ വേണ്ടി. എം എ വർഗീസ് ഇന്നിവിടെ നിന്ന് മറുഭാഷ പറഞ്ഞു, ഇറങ്ങി ഒരു സിഗരറ്റ് അങ്ങ് വലിച്ചു, അത് പാപമാണ് എൻ്റെ കണക്കിൽ. മറുഭാഷ പിന്നെയും വരും, അത് പോകില്ല. ഞാൻ നിങ്ങളിൽ ഒരാളിനെ ചീത്ത വിളിച്ചു, ഈവൻ പരിശുദ്ധാത്മാവിനെ ചീത്ത പറഞ്ഞു, അതിനേക്കാൾ കൂടിയ പാപമില്ല. പരിശുദ്ധാത്മാവിനെ ചീത്ത പറഞ്ഞു, പിന്നെ മറുഭാഷ വരും. അതുകൊണ്ടാണ് ഒരുപാട് പാപികൾ മറുഭാഷ പറയുമ്പോൾ ഇവനൊക്കെ ദൈവമക്കളാണ് നമ്മൾ ഈ തെറ്റിദ്ധരിക്കുന്നത്. കൊടുക്കപ്പെട്ട നൽവരം വേഗത്തിൽ തിരിച്ചെടുക്കത്തില്ല. ഇങ്ങനെ ലൂസിഫറിന് സഞ്ചരിക്കാൻ കഴിവുണ്ട്, അവന് ഒത്തിരി കാര്യങ്ങൾക്ക് കഴിവുണ്ട്. അവനും തിരിച്ചു വരും. ഇവൻ തിരിച്ചു വന്ന് പിന്നെയും ഈ ഭൂമിയിൽ വാസം തുടങ്ങും. ഇവനെ ഇവിടുന്ന് കളഞ്ഞേച്ചാണ് ദൈവത്തിനോട് ചിലത് ചെയ്യേണ്ടത്. ഇവൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ കോസ്മോസ് ദൈവം റീസെറ്റ് ചെയ്തത്. ഇതിനെ അകലെ കൊണ്ടിട്ട് റിപ്പയർ ചെയ്തെന്ന് പറഞ്ഞില്ല, ഇതിൻ്റെ കോസ്മോസ്. അതിങ്ങനെ പറയാം, ഈ മുറിക്കകത്ത് എന്നോട് കിടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടെന്ന് ഇരിക്കട്ടെ, ഇതിനകത്ത് നിറച്ച് കൊതുകുക. എനിക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല, എനിക്ക് ഉറങ്ങുകയും വേണം, കൊതുകിൻ്റെ കൂടെ കിടക്കത്തുമില്ല. ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കൊതുകിനെ ഓടിക്കുന്ന എന്തെങ്കിലും ഒരു കൊതുക് തിരി അല്ലെങ്കിൽ ഒരു മോസ്കിറ്റോ റിപ്പല്ലർ ഇതിനകത്തോട്ട് കത്തിച്ച് വെച്ചാൽ കൊതുക് സ്ഥലം വിടും, ഞാനിവിടെ കിടക്കുകയും ചെയ്യും. എനിക്ക് കുഴപ്പമില്ലാത്തതും കൊതുകിന് കുഴപ്പമുള്ളതുമായ ഒരന്തരീക്ഷം ഇതിനകത്ത് സൃഷ്ടിക്കുക. മനസ്സിലായോ? ഇതാണ് ആകാശത്ത് ചെയ്തത്. ഒരു കോസ്മോസ് ദൈവം മാറ്റിയതിൻ്റെ കാരണം ലൂസിഫർ നാളെ മടങ്ങി വരാൻ പാടില്ല. അവൻ ഇവിടെ വന്ന താമസിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവൻ ഇല്ലാത്ത ഒന്നിവിടെ ഉണ്ടാകണം, അവൻ വരാത്ത ഒന്നിവിടെ ഉണ്ടാകണം. അതുണ്ടാക്കി. ഇന്ന് ഞാൻ നിൻ്റെ അപ്പനാ നിൻ്റെ അമ്മൂമ്മയാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ, ഭോ പിശാച് എന്ന് പറഞ്ഞാൽ അതങ്ങ് പോകുന്നതേ ഉള്ളൂ. അത് വെറും പിശാചാണ്, അപ്പനും അല്ല അമ്മൂമ്മയും അല്ല, അത് വരത്തില്ല. ലൂസിഫർ എന്നിവിടെ വരത്തില്ല. ലൂസിഫർ എന്നിവിടെ വരത്തില്ല. വന്നാൽ വരത്തില്ലെന്നല്ല, അവനിവിടെ താമസിക്കാൻ ഒക്കത്തില്ല. ഞാൻ വരും ആ കാര്യത്തിലോട്ട് പിന്നെ വരാം. അവനിവിടെ താമസിക്കാൻ ഒക്കത്തില്ല. പക്ഷേ മനുഷ്യനും സ്വർഗത്തിൽ സൃഷ്ടിച്ചതല്ലേ, ആത്മാവിനെ അവിടെ തന്നെ സൃഷ്ടിച്ചതല്ലേ, ആ പുള്ളിക്കും വരാൻ പറ്റില്ല. മനുഷ്യനെ ഭൂമിയിൽ ആക്കാൻ വേണ്ടിയാണ് ഇപ്പം ദൈവം തീരുമാനിച്ചത്. പക്ഷെ മനുഷ്യനിവിടെ വരാൻ പറ്റില്ല, ഇതിൻ്റെ കോസ്മോസ് മാറി. എന്തു ചെയ്യും? ഈ കോസ്മോസിൽ നിന്ന്, ഈ പൊടിയിൽ നിന്ന് ഒരു പുറംകൂടുണ്ടാക്കി. കിട്ടുന്നുണ്ടോ? ഒരു പുറംകൂടുണ്ടാക്കി. എന്നിട്ട് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഈ പുറംകൂടിൻ്റെ അകത്തോട്ട് ഊതിക്കയറ്റി. ഒന്ന്, മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. 2, ആ മനുഷ്യനെ ഈ മണ്ണിൽ, ഈ പുതിയ കോസ്മോസിൽ താമസിപ്പിക്കാൻ, ഈ പുതിയ അന്തരീക്ഷത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി ഈ കോസ്മോസിൽ നിന്ന്, ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒരല്പം മണ്ണെടുത്തു, പൊടിയെടുത്തു. അതിനകത്ത് രത്നമില്ല, രത്നക്കല്ലുകളില്ല, ഒന്നുമില്ല, വെറും പൊടിക്കകത്തുള്ളതെല്ലാം ഉണ്ട്. എടുത്ത് അതുകൊണ്ടൊരു പുറംകൂടുണ്ടാക്കി. ഈ പുറംകൂടിനകത്തേക്ക് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഊതിക്കയറ്റി. ജീവശ്വാസം എന്നൊരു പദമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. നിസ്വ എന്ന പദമാണ് എബ്രായയിൽ കൊടുത്തിരിക്കുന്നത്. നിസ്വ എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുന്ന ആത്മാവെന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുന്ന എൻ്റെ നിസ്വ. ഇപ്പം എനിക്ക് അകമേ ഒരുത്തനുണ്ട്, പുറമേ വേറൊരുത്തനുണ്ട്. പുറമേ ഉള്ള പുള്ളി ഇവിടുന്ന് എടുത്ത പുള്ളിയാണ്, അവൻ ഇവിടുത്തെ സ്വഭാവമാണ്, അവൻ ഇവിടുത്തെ നേച്ചറാണ്. അകമേ ഉള്ള പുള്ളി സ്വർഗീയനാണ്, അവന് വേറൊരു പ്രകൃതിയാണ്. ഈ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ചേർത്തു. ഇന്നലെ രാത്രിയിലോ മിനിഞ്ഞാന്നോ എനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ മറുപടി എഴുതിയില്ല, എഴുതണം. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ജീവൻ എങ്ങോട്ട് പോകുന്നു? ജഡം കാണാം, ഇവിടെ കിടപ്പുണ്ട്, ആത്മാവ് സ്വർഗത്തിൽ പോയി എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ദൈവം അതിന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ജീവൻ എങ്ങോട്ട് പോയിന്ന്. ഇതിൻ്റെ മറുപടി മനസ്സിലാകണമെങ്കിൽ ഈ ജഡവും ആത്മാവും കൂടെ ഒരുമിച്ച് ചേർന്നതോടെ ജീവൻ തന്നെ ഉണ്ടായതാണ്. ഈ 2 ഘടകങ്ങൾ വന്നതോടെ ജീവൻ തന്നെ ഉണ്ടായതാണ്. ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ്.
ആത്മാവും ശരീരവും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ ജീവൻ തന്നെ ഉണ്ടായി. അതൊരു ബൈ പ്രൊഡക്റ്റാണ്. ഇത് മൂന്നും കൂടെ കൂടുന്നതാണ് മനുഷ്യൻ. നമ്മൾ ദൈവത്തിൻ്റെ ലീഗൽ അപ്രൂവലുള്ള, ഇവിടെ താമസിക്കാനുള്ള അധികാരമുള്ളവരാണ്. നിങ്ങളിവിടെ അധികാരമുള്ളവരാണെന്ന് മറക്കരുത്. അധികാരത്തിൻ്റെ രണ്ടാമതൊരു വശം ഞാൻ തൊടാം. കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു കേഴ്സ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഒരു നല്ല രീതിയിൽ സ്വാധീനിച്ച ഒരു 10-40 ശക്തന്മാരായ ശുശ്രൂഷകന്മാരെയും ഒരു 100കളിൽ സ്നാനപ്പെട്ട പുതിയ ആത്മാക്കളെ ഉണ്ടാക്കിയ ഒരൊറ്റ മീറ്റിംഗ് ആയിരുന്നു കോഴഞ്ചേരിയിൽ നടന്ന ബ്ലസ് കോഴഞ്ചേരി. ബ്ലസ് കോഴഞ്ചേരി നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം AJ റോയ് എന്ന് പറയുന്ന സഹോദരൻ പാട്ടുപാടി. നല്ല ബ്യൂട്ടിഫുൾ വർഷിപ്പ്, ഒരു ശല്യവും ഇല്ലായിരുന്നു. അത് തീർന്നു. ഞാൻ ആ സ്റ്റേജിൽ കയറിയത്. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു. തുടർന്ന് ഞാൻ സ്റ്റേജിൽ കയറി. മിനിറ്റുകൾക്കകം മഴ പെയ്തു. മിനിറ്റുകൾക്കകം. നേരത്തെ എനിക്ക് വാണിംഗ് ഉണ്ടായിരുന്നു, മഴ പെയ്യും, ആത്മയുദ്ധമാണ്. ക്രിസ്ത്യാനിയെ കൊണ്ട് പ്രസംഗിപ്പിക്കത്തില്ല, മഴയയക്കും. എൻ്റെ അടുക്ക് നേരെ വന്ന് പറഞ്ഞതാ, പെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ജനറേറ്റർ പൊട്ടിത്തെറിച്ചു. എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ നോക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഏതാണ്ട് 10 കിലോ വാട്ട്സ് പവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. 10 കിലോ വാട്ട് പവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും അടുത്ത് കിട്ടുന്നത് 35 കിലോ വാട്ടിൻ്റെ ഒരു ജനറേറ്റർ സെറ്റ് എടുക്കാനാണ് അവിടെ ആവശ്യപ്പെട്ടത്. അന്ന് ആ ജനറേറ്റർ കൊടുക്കുന്നവൻ്റെ 110 കിലോ വാട്ടിൻ്റെതേ ഉള്ളായിരുന്നു. അവൻ അതും കൊണ്ടൊന്നും. ഇവിടെ വേണ്ടത് 5-6 കിലോ വാട്ടാണ്. കൊണ്ട വെച്ചിരിക്കുന്ന 110 കിലോ വാട്ടിൻ്റെ ജനറേറ്റർ അതങ്ങ് പൊട്ടിയെന്ന്. ഫ്യൂസ് പോയ നല്ല, ഞാൻ പറഞ്ഞ അതിൻ്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. എന്നെ ശബ്ദമായിരുന്നറിയാവോ? ഇത് ആത്മയുദ്ധമല്ലാതെ വേറൊന്നുമല്ല, അല്ല ഇത് നടക്കുന്ന കാര്യമല്ല. അന്ന് കോഴഞ്ചേരിക്കാരനൊരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. കോഴഞ്ചേരിക്കാരനൊരു സഹോദരനായിരുന്നു. അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി മൈക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് കറണ്ട് അവിടെയുള്ള കടകളിൽ നിന്ന് ചെറിയ 2.5 കിലോ വാട്ടിൻ്റെയും 3 കിലോ വാട്ടിൻ്റെയും കൊച്ചു ജനറേറ്റേഴ്സ് കൊണ്ടുവന്ന് കുറച്ചൊക്കെ സിസ്റ്റം ഒന്ന് റീപ്ലേസ് ചെയ്തു. മഴയും ഒന്ന് മാറി. ആ മനുഷ്യൻ സ്റ്റേജിലോട്ട് കയറി വെച്ച് വിളിച്ചു പറഞ്ഞു, എടാ പിശാചേ, MA വർഗീസും സംഘവും ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ. ഞാൻ കോഴഞ്ചേരിക്കാരനടാ പിശാചേ. എൻ്റെ ടാക്സ് ഇവിടെ കൊടുക്കുന്നത്, ഞാൻ ഇവിടുത്തെ ലീഗൽ ബോഡിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ ലീഗൽ ബോഡിയാണ്. എൻ്റെ ടാക്സ് ഇവിടെ പേ ചെയ്യുന്നത്. മാറടാ കോഴഞ്ചേരിയിൽ നിന്ന്. അവനങ്ങ് പോയി. പോകാതെ ഒക്കത്തില്ല. കാരണം സംബഡി ക്ലെയിം ഐ ആം ദ ലീഗൽ അതോറിറ്റി. ഇവിടെ 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നാൽ 2 പേരും കൂടെ എന്നെ തല്ലിക്കൊല്ലും. കാര്യം എനിക്ക് അവരുടെ വഴക്ക് പറഞ്ഞു തീർക്കത്തക്ക യാതൊരു അധികാരവും ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം, നിങ്ങളാരെങ്കിലും 2 പേരുടെ വഴക്കുണ്ടാക്കി ഞാൻ നിങ്ങളെ പിടിച്ചു മാറ്റാൻ വന്നാൽ നിങ്ങൾ 2 കൂടെ എന്നെ തല്ലിന്ന് വരാം. കാര്യം എനിക്ക് നിങ്ങളെ പറഞ്ഞു മാറ്റാനുള്ള ഒരു അധികാരവും ഇല്ല. പക്ഷെ ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ അകലെ വന്നിട്ട് കൈ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, ഇവന്മാർ ഓടിക്കളി. അങ്ങനെ അദ്ദേഹം അതോറിറ്റിയാണ്. ഇവിടെ ഒരു അതോറിറ്റിയെ ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചു. നിലത്തെ പൊടി, സ്വർഗത്തിലെ ആത്മാവ് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നതോടെ ജീവൻ സ്വയം ഉൽപ്പാദിതമായി. നിങ്ങൾ ദേശത്തിൻ്റെ മേൽ അതോറിറ്റിയുള്ള അധികാരമുള്ളവരാണ്. നിങ്ങൾ ദേശത്തിൻ്റെ മേൽ അധികാരമുള്ളവരാണ്. ബാംഗ്ലൂരിൽ പലപ്പോഴും ആസ്മ രോഗം കൊണ്ട് പലരും വിഷമിക്കുമ്പോൾ ഡോക്ടേഴ്സ് വിളിച്ചു ചോദിക്കും, നീ ഉണ്ടായത് എവിടെ, വളർന്നത് എവിടെ? കേരളത്തിലാണ്. കുഞ്ഞ്, നീ കേരളത്തിലൊന്ന് പോയി നിന്ന് നോക്ക്, ഒരു 2 ആഴ്ച നിൻ്റെ ആസ്മ പോകുമോ എന്ന്. ഇവിടെ വരുമ്പോൾ ആസ്മ ഇല്ല. കാര്യം ഇവൻ ഇവിടെ വളർന്നവനാണ്, ഇവിടുത്തെ പ്രകൃതിയിലാണ് ഇവൻ, ഇവിടുത്തെ രീതിയിലാണ് ഇവൻ. ഇന്ന് ആത്മീയരായ ഞാനും നിങ്ങളും സ്വർഗീയമായതാണ് ഉള്ളിലുള്ളതെങ്കിൽ ഇവിടുത്തെ ലീഗൽ അതോറിറ്റിയാണ്. നിങ്ങളുടെ മേൽ സ്വർഗീയമായ ഒരു അധികാരമുണ്ട്. ഈ 3 ഒരുമിച്ച് ചേരണം. ആത്മാവ്, ശരീരം, ജീവൻ. ഇത് 3 കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ലീഗൽ അതോറിറ്റിയാണ്, ലീഗൽ ബോഡിയാണ്. ജീവൻ അങ്ങ് പോയാലോ, ആത്മാവ് അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ ഈ ശരീരം മണ്ണി കുഴിച്ചിട്ടേ പറ്റൂ. ഇറ്റ് ബിക്കം ഇല്ലീഗൽ. പിന്നെ ഇതിനിവിടെ നിൽക്കാൻ റൈറ്റില്ല. ജഡത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചാലോ ആത്മാവ് സ്ഥലം വീഴും, ജീവൻ ഇല്ലാതെയാകും. ഇതുകൊണ്ട് കുഴിച്ചിട്ടേ പറ്റൂ. ഇത് എടുത്ത് മനുഷ്യനാകുന്നതിന് മുമ്പേ ഈ മണ്ണിവിടെ എത്ര നാൾ കിടന്നാലും നാറത്തില്ലായിരുന്നു. ഒരിക്കൽ ഇത് മനുഷ്യ ബോഡി ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് നാറുകയും കൂടെ ചെയ്യും. ബിക്കോസ് യു ബിക്കം ഇല്ലീഗൽ. നിങ്ങളിവിടെ കൊള്ളുകയില്ലാത്തവരായി മാറും. നിങ്ങൾക്കിവിടെ നിയമപരമായ റൈറ്റില്ല.
സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നിയമപരമായ റൈറ്റ് ഉള്ളവരാക്കി ഇവിടെ ആക്കി. ഞാൻ ഇച്ചിരൂടെ ആഴത്തിലോട്ട് വന്നിട്ടുണ്ട്, ഇച്ചിരൂടെ ആഴത്തിലോട്ട്. ആദമും ഹവ്വയും ആയി. ആദം ഹവ്വമാർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഞാൻ ആ ഭാഗം അങ്ങോട്ട് വിശദീകരിക്കത്തില്ല, തൊട്ട് കഴിഞ്ഞാൽ വിശദീകരിക്കാതെ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിത്തീരും. ഞാൻ ഇങ്ങനൊരു സൂചന മാത്രം തന്നുവിടാം, എനിക്ക് മനസ്സിലായ സൂചന. വേദപുസ്തകം ഗൗരവമായി പഠിച്ചതിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കൃപയാൽ 67 വർഷം കഴിഞ്ഞു. അത് കൂടുതലായി. 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ 79ാമത്തെ വയസ്സിലാണ്. ദൈവവചനം അതോറിറ്റി ആധികാരികമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 67 വർഷമായി. കൊച്ചിലെ മുതലേ വേദപുസ്തകം വായിക്കും. എനിക്കൊന്നൊരു 4-5 വയസ്സിലൊക്കെ 1ാം ക്ലാസ്സിലായി. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 1-2 അധ്യായങ്ങളൊക്കെ അവിടെ ഇവിടെയും വായിച്ചു. അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം ആഴമായി ഗൗരവമായി മനസ്സിരുത്തി വായിച്ചു പഠിച്ചതിൽ നിന്നും അതിനോട് ചേർന്ന് ചരിത്രഭാഗങ്ങളുടെ അകത്തു പോയതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മനുഷ്യനെ ദൈവിക സാദൃശ്യത്തിൽ നിന്ന് മാറ്റാൻ സാത്താൻ പുറകെ കൂടി. ഇവൻ ദൈവിക സാദൃശ്യത്തിലായിരിക്കുന്നിടത്തോളം പിശാചിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആദ്യമേ വീണുപോയ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് അങ്ങ് തോന്നി. ഇവരെ കണ്ടിട്ട് സൗന്ദര്യമുള്ളവരാണെന്ന് തോന്നി. ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട്. എൻ്റെ പൊന്നെ, അതിന് വരെ ആളുകൾ പറയുന്നുണ്ട് ഭക്തിയുള്ള പുരുഷന്മാർ ഭക്തിയില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ച ചരിത്രമാണ് പറഞ്ഞതെന്ന്. ആ പറഞ്ഞവൻ്റെ ബുദ്ധിഹീനതയൊന്ന് ആലോചിച്ചോണം. പിള്ളേരുണ്ടായത് രാക്ഷസന്മാരാണെന്ന് എഴുതിയിരിക്കുന്നത്. ഭക്തി ഉള്ളവനും ഭക്തി ഇല്ലാത്തവളും കൂടെ ഒരുമിച്ച് കൂടിയ രാക്ഷസ പിള്ളേരുണ്ടാകത്തില്ല, മനുഷ്യ പിള്ളേരേ ഉണ്ടാകത്തുള്ളൂ. ഇവിടുത്തെ പിള്ളേരുണ്ടായത് രാക്ഷസന്മാരാണ്. അത് വളരെ ക്ലീനായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 100% വീണുപോയ ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച ചരിത്രം തന്നെയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇത് വേദപുസ്തകം വായിക്കുന്ന ഏരിയയും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഞാനൊരു സൂചന കൂടെ അങ്ങ് പറഞ്ഞു പോയേക്കാം. ഈ ദൂതന്മാർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, വിവാഹം കഴിക്കാനുള്ള കഴിവില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. കുറേ ചില ഒരു വാക്യമുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന. അതിനകത്ത് യേശു ഒരിക്കൽ പറയുന്നുണ്ട്, പുനരുത്ഥാന ശേഷം അവർ ദൂതന്മാരെ പോലെയാണ്, വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നുമില്ല. ഇല്ലേ? കേട്ടിട്ടുണ്ടല്ലോ. പുനരുത്ഥാന ശരീരത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട പുനരുത്ഥാന ശരീരത്തിൽ ദൂതന്മാരെ പോലെയാണ്, വിവാഹത്തിന് എടുക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് ദൂതന്മാർക്ക് വിവാഹം കഴിക്കാൻ കഴിവില്ല എന്ന് സംസാരിച്ച പാർട്ടികളുണ്ട്. അത് ശുദ്ധ അബദ്ധമാണ്. കഴിവില്ലഞ്ഞിട്ടല്ല, അവർ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. വിശുദ്ധ ദൂതന്മാർ വിവാഹത്തിന് എടുക്കത്തുമില്ല, വിവാഹത്തിന് കൊടുക്കത്തുമില്ല. അവർ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ തുടരും, വിശുദ്ധ ദൂതന്മാർ. പക്ഷെ വീണുപോയവൻ, നമ്മൾ പറയത്തില്ല മനമര്യാദയുള്ളവൻ ആരും അയലോകത്തെ പെൺപിള്ളേരുടെ മുന്നിൽ പോയി നോക്കി നിൽക്കാറില്ല, ഞങ്ങൾ ആൺപിള്ളേർ പറയുമ്പോൾ. പക്ഷെ മനമര്യാദ ഇല്ലാത്തവനോ ഇതൊക്കെ കാണിക്കും. ഇതുപോലെ തന്നെ ദൈവിക സ്വഭാവം ഇല്ലാത്തവൻ വേണ്ടാത്തതിനൊക്കെ പോകും. പക്ഷെ ദൈവിക സ്വഭാവമുള്ള ദൂതന്മാർ അതിന് പോകത്തില്ലെന്ന് യേശു പറഞ്ഞുള്ളൂ, പോകാൻ കഴിവില്ല എന്ന് പറഞ്ഞില്ല. ബാംഗ്ലൂരിൽ ഒരിക്കലും ഒരു വലിയ കേസുണ്ടായി. ഒരു ഉപദേശി ഒരിടത്ത് പ്രസംഗിച്ചു, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനല്ലായിരുന്നു, അദ്ദേഹം പൂർണ്ണ ദൈവമായിരുന്നു, അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ കഴിവില്ലായിരുന്നു. കാര്യം ദൈവമായതുകൊണ്ട് പാപം ചെയ്യാൻ ഒക്കത്തില്ല, വിവാഹം കഴിക്കാൻ ഒക്കത്തില്ലായിരുന്നു. പാപം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് പാപം ചെയ്യാഞ്ഞത്. താൻ ദൈവമാണ്, ദൈവിക സ്വഭാവമാണ്, പാപം ചെയ്യാൻ കഴിവില്ല. പക്ഷെ സഭ പറഞ്ഞങ്ങനല്ല. സഭയിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞങ്ങനല്ല, പാപം ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, മനഃപൂർവ്വം പാപം ചെയ്യാതിരുന്നതാണ്. വിവാഹം കഴിക്കാൻ കഴിവുണ്ടായിരുന്നു, മനഃപൂർവ്വം വിവാഹം കഴിക്കാതിരുന്നതാണ്. തർക്കം മുറുകി കഴിഞ്ഞപ്പോൾ ചർച്ചിൻ്റെ സെക്രട്ടറി, എനിക്ക് ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട് ഞാൻ, ആ ചർച്ചിൻ്റെ സെക്രട്ടറി കോടതിയിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കളഞ്ഞു. ഈ പാസ്റ്റർ ദുരുപദേശമാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ വരാൻ പാടില്ല, ഇയാളെ പറഞ്ഞു വിടണമെന്ന്. കോടതി ആ കേസ് എടുത്തു. നമ്മുടെ ബാംഗ്ലൂർ കോർട്ടിൽ ഈ കേസ് എടുത്തു. ജഡ്ജി എഴുതി വെച്ചതറിയാവൂ, 2000 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ വിവാഹം കഴിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് ഒരുത്തനും ഇല്ലായിരുന്നു എന്ന് വേറൊരുത്തനും പറയുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരും കൊണ്ടുവന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ കോടതിയിൽ ഈ കേസ് ബാധിക്കാൻ പറ്റുകയില്ല, ഡിസ്മിസ് ചെയ്തെന്ന്. എന്തെല്ലാം വിഡിത്തം പറയുന്നവരുണ്ടെന്നറിയാമോ? ഈ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണം, പക്ഷെ ഇവരുടെ അടുക്ക വരാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപമാണ്. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപവുമാണ്.
അടുത്തു വരാൻ പറ്റുകയില്ല. അവർ തീരുമാനിച്ചു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും ഈ പെൺപിള്ളേരെ വീഴിക്കണം. ഇനി ഞാനങ്ങ് ചുരുക്കിപ്പോവാണ്. ആരും എന്നോട് ഇന്ന് വഴക്കുണ്ടാക്കരുത്. കാര്യം ഇത് മറുപടി പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിലും വേണം കംപ്ലീറ്റ് മറുപടി. എൻ്റെ 100% റെക്കോർഡ്സ് ഉണ്ട്. 100% റെക്കോർഡുകൾ എൻ്റെ അടുക്കലുണ്ട്. പഴയ കാലത്തെ ചരിത്രങ്ങൾ, ചാവുകടൽ ലിഖിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പുസ്തകങ്ങളുണ്ട്. 981 പുസ്തകങ്ങളുണ്ട് ചാവുകടൽ ലിഖിതങ്ങളിൽ. അതിനകത്ത് ഈ ചരിത്രം മൊത്തം കിടപ്പുണ്ട്. ആദാം മുതൽ 7ാമനായ ഹാനൂക്ക്, അക്ഷരമാല ആദ്യം ഭൂമിയിൽ കൊണ്ടുവരുന്നത് ഹാനൂക്ക, ആദ്യത്തെ പുസ്തകങ്ങൾ എഴുതുന്നത് ഹാനൂക്ക. ഒരു ചരിത്രവും ഒരു മതവും ഒരു സംസ്കാരവും ഞങ്ങളാണ് അക്ഷരമാല കൊണ്ടുവന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അത് മുഴുവനും ഹാനൂക്കിൻ്റെ പണിയാണ്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത് ഹാനൂക്ക. ഈ 5 പുസ്തകങ്ങളിൽ ഈ കഥ മൊത്തം കിടപ്പുണ്ട്. ഈ പെൺകുട്ടികളെ വശീകരിച്ച് തങ്ങളുടെ കൂടെ ആക്കാൻ നമ്പർ 1 പിള്ളേരുടെ ചുണ്ടത്ത് ചായം തേച്ചു. നിങ്ങളതിനെ ലിപ്സ്റ്റിക് എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ കൊണ്ട് തേച്ചു. 2 അവരുടെ നഖത്തിൽ കളറടിച്ചു. നിങ്ങളതിനെ വേറൊരു പേരിൽ വിളിക്കുമായിരിക്കും, പക്ഷെ കളറടിച്ചു. 3 ശരീരത്ത് മുഴുവനും കളർ തേച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും കുറഞ്ഞു തുടങ്ങിയതോടെ ദൂതന്മാർക്ക്, വീണുപോയ ദൂതന്മാർക്ക് അടുക്കാം എന്നായി. കാര്യം ദൈവസാന്നിധ്യം കുറഞ്ഞു. കുറച്ച് കഴിഞ്ഞതോടെ ആഭരണങ്ങൾ ധരിപ്പിച്ചു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ നിലത്തെ പൊടിയെടുത്ത കൂട്ടത്തിൽ രത്നങ്ങളില്ലാതെ ദൈവം സൂക്ഷിച്ചു. കാര്യം മറ്റവൻ വീണത് ഇത് കാരണമാണ്. ലൂസിഫർ വീണത് ഇതുകൊണ്ടാണ്. ഇതില്ലാതിരിക്കാൻ ദൈവം അങ്ങേയറ്റം ശ്രദ്ധിച്ചു. പക്ഷേ ഇതെല്ലാം കൊണ്ടിട്ടു. നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു, ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ചാരായം കുടിക്കാൻ പഠിപ്പിച്ചു. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല, ഇതെല്ലാം ഈ ചരിത്രത്തിൽ കിടപ്പുണ്ട്. 981 പുസ്തകങ്ങളാണ് ചാവുകടൽ ലിഖിതങ്ങൾ. അതിനകത്തെ 5 പുസ്തകങ്ങൾക്കകത്ത് ഇത് മൊത്തം കിടപ്പുണ്ട്. ബാക്കിയുള്ളതിനകത്ത് ഒത്തിരി വേറെയുണ്ട്. അവസാനം ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നൃത്തം തുടങ്ങിയതോടുകൂടെ, ചാരായം കുടിച്ചാന്ന് മറക്കണ്ട, അതോടുകൂടെ നൃത്തത്തിൻ്റെ സ്പീഡ് വർദ്ധിച്ചതോടെ ആഭരണങ്ങൾ ശരീരത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. അത് ഉറപ്പിക്കാനെന്ന ഭാവേന ചെവിയേലും മൂക്കയിലും കിഴുത്തയിട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും മനുഷ്യന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ദൈവവും തള്ളിക്കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഒത്തിരി ഘടകങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. 1, 2, 100 ഒന്നുമല്ല, ഒരുപാട് ഘടകങ്ങൾ. പെന്തക്കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാലത്ത്, പെന്തക്കോസ്റ്റൽ സഭ ഒരു കാലത്ത് ഇത് A to C ചിന്തിച്ചു വന്നു. കാലത്തിൻ്റെ പോക്കിൽ അത് കഴിഞ്ഞു. ഇന്നത് കഴിഞ്ഞേച്ച് ഹൃദയത്തിൻ്റെ മാനസാന്തരം മാത്രം മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമൊന്നും വേണ്ടെന്നാക്കി അവരെ. അങ്ങനെയാണ് ഇന്ന് ക്രിസ്ത്യാനിത്വം തകർന്നു തീരുന്നത് ലോകം മൊത്തം. ഞാനിതിനിടയ്ക്ക് ഒരു മനുഷ്യനെക്കുറിച്ചൊരു സൂചന പറയും. എന്നോട് പിണങ്ങരുത് ദയവായിട്ട്. ഞാൻ ഈ ഒറ്റ ദിവസത്തേക്ക് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി വെച്ചുവാനല്ല. ഒരാൾ ദൈവകൃപയിൽ മുന്നോട്ട് വന്നാൽ ഇവിടെ ആത്മയുദ്ധം ജയിക്കണം. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യൻ്റെ പേര് ജോൺ വെസ്ലി എന്നാണ്. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ ജോൺ വെസ്ലി. അദ്ദേഹമാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയത്. 17 ലക്ഷം. ഞങ്ങളൊരിക്കൽ UK ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ്, ഒരാൾ വന്ന് പറഞ്ഞു, ജോൺ വെസ്ലി പ്രസംഗിച്ച ഒരു മൈതാനം ഇവിടെ ഉണ്ട്, വന്ന് വേണേ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. കൊണ്ട് കാണിച്ചു. ഞാനിവിടെ പോയി. അവിടെ ഒരു ബോർഡുണ്ട്, കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നൊരു ബോർഡ്. UK ഗവൺമെൻറ് എഴുതി, ഇവിടെയാണ് മഹാനായ ജോൺ വെസ്ലി പ്രസംഗിച്ചിരുന്നത്. ജോൺ വെസ്ലി 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തി. ഒരു കുതിരയുടെ പുറത്താണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോയി പകുതി വഴി മടങ്ങി വരുന്ന ദൂരം അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. എനിക്കത് മറക്കാനൊക്കത്തില്ല. കാര്യം ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊരു ചെറിയ സൗന്ദര്യമൊക്കെ പിണക്കമില്ല, ഒരു ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യയ്ക്ക് 60 വയസ്സായി അന്ന്. എനിക്ക് 63-ാം വയസ്സിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് കാണാൻ പോയത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു തുടങ്ങി, എനിക്ക് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാൻ പ്രയാസമുണ്ട്, കാര്യം നടുവിനൊക്കെ വേദനയായി തുടങ്ങി, അസ്ഥിയൊക്കെ ജോയിൻ്റൊക്കെ ഇളകി തുടങ്ങി, ഇനിയിപ്പോൾ മോട്ടോർ സൈക്കിളിൽ പറ്റുകയില്ല, കാറിൽ തന്നെ പോകണം. ഞാൻ പറഞ്ഞു ശരിയാകുകയില്ല, കാര്യം കാറിന് പെട്രോൾ ചാർജ് ഒരുപാടാണ്, അതുണ്ടെങ്കിൽ നമുക്ക് 2 പിള്ളേരെ കൂടെ പഠിപ്പിക്കാം, അതുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ പോയാൽ മതി. തന്നെയല്ല സമയം ഒരുപാട് കൂടുതലെടുക്കും കാറിൽ പോയാൽ. ഇന്ന് മോട്ടോർ സൈക്കിൾ അതിനേക്കാൾ കഷ്ടമാണ്. പക്ഷേ അന്ന് മോട്ടോർ സൈക്കിളാകുമ്പോൾ എളുപ്പം സമയം ലാഭിക്കുക, അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ മതി. മോട്ടോർ സൈക്കിള് കാറ്, കാര്യം നടുവിൻ്റെ വേദന, ഷോക്ക് അബ്സോർവർ, മോട്ടോർ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സോർവർ പോരാന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇന്ന് എനിക്കും തോന്നുന്നുണ്ട് അങ്ങനൊരു കാലമാണ്.
ഈ സമയത്താണ് ഞങ്ങൾ UK ചെന്ന് ഇത് കാണുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട്, മോട്ടോർ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സോർവറാണോ അതോ കുതിരയുടെ ഷോക്ക് അബ്സോർവറാണോ നല്ലത്? ദൈവം ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ച ദൈവം അതിനു വേണ്ടി ശക്തീകരിക്കും. ഓക്കെ, അത് ഞാൻ ഓർക്കുന്ന കാര്യമാണ്. അടുത്തത്, അദ്ദേഹം 49,000 പ്രസംഗങ്ങൾ, 49,000 പ്രസംഗങ്ങൾ യൂറോപ്പിൽ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. 17 ലക്ഷമാണ് സ്നാനപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ലെവലൊന്ന് കേട്ടോണേ. ബോർഡിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭരണം ഇട്ടുകൊണ്ട് ഞാൻ ചെന്ന്, എൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മാലയുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ വാങ്ങുകയില്ല. അദ്ദേഹം തിരിച്ചൊരു ചോദ്യമുണ്ട്, നിൻ്റെ മേൽ കാണുന്ന ഈ സ്വരൂപവും മേലെഴുത്തും ആരുടെയാണ്? നിന്നെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. ഇപ്പം ഈ കാണുന്ന അതൊന്നും അല്ലല്ലോ, ഇത് ആരുടെയാണ്? നിൻ്റെ എനിക്ക് വേണ്ട, വാങ്ങിക്കില്ല. അതായിരുന്നത് എൻ്റെ വേർപാട്. വേർപാടിൻ്റെ ലെവലിനെക്കുറിച്ച് ഞാൻ വേറൊരു ലെവലിൽ തൊടുക. എനിക്കൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ തികഞ്ഞവനായെന്നോ ഞാൻ നിങ്ങളെക്കാൾ മിടുക്കനാണെന്നോ ഒന്നുമല്ല പറഞ്ഞ്. നമ്മൾ വളർന്നവരെ ആരെയും നോക്കുക എന്നുള്ളതാണ്. 22 ശവശരീരങ്ങൾ എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനുണ്ട്, സ്മിത്ത് വിഗിൾസ്വർത്ത്. ആ പേരിരിക്കുന്ന പലരും കേട്ട് കാണുമല്ലോ. സ്മിത്തിൻ്റെ പേര് കേൾക്കാത്തൊരു കുറവാണ് ആത്മലോകത്തിൽ. 22 ശവശരീരങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച മനുഷ്യനാണ് സ്മിത്ത് വിഗിൾസ്വർത്ത്. സ്മിത്തിനെ ഒരിക്കൽ ഒരു ആശുപത്രിയുടെ മുമ്പിൽ ഒരു രോഗിയെ കാണാനായിട്ട് വിളിച്ചു. സ്മിത്തിനെ ആശുപത്രി കയറ്റരുതെന്ന് പറഞ്ഞ് ആശുപത്രികളെല്ലാം പ്രസിദ്ധപ്പെടുത്തി. കാര്യം സ്മിത്ത് കയറി പ്രാർത്ഥിച്ചാൽ ഒരു രോഗിക്കായിരിക്കും പ്രാർത്ഥിക്കുന്ന, വാടിക്കിടക്കുന്ന മുഴുവൻ അങ്ങ് സൗഖ്യമാകും. ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിയുടെ ബില്ല് കിട്ടാതെയാകും, ആകെ ബുദ്ധിമുട്ട്. അത് കാരണം കഴിവുണ്ടെങ്കിൽ സ്മിത്തിനെ ഡിസ്കറേജ് ചെയ്യണം, ഇയാളെ കയറ്റരുത് എന്ന് എല്ലാ ആശുപത്രി അതോറിറ്റീസും പ്രസംഗിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. 6 മണി വരെയാണ് വിസിറ്റിംഗ് അവറെങ്കിൽ 6 മണിയാകാൻ 1 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ചെല്ലുന്നത്. സെക്യൂരിറ്റി പറഞ്ഞ് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 6 ആകാൻ 2 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട് കയറണം. 6 സെക്കൻഡ് കഴിഞ്ഞു പോയി, കയറ്റത്തില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് കണ്ടേ തീരൂ, ഞാൻ ടൈമിന് വന്നതാ, ലൈനിൽ നിന്നതാ, കയറാൻ പറ്റിയില്ല, എനിക്ക് കാണണം. സെക്യൂരിറ്റി പറഞ്ഞ് കയറ്റത്തില്ല. അവസാനം സെക്യൂരിറ്റി പറഞ്ഞു, സാറിന് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചു, അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചരിത്രം കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം കൈ ചുരുട്ടി ആ സെക്യൂരിറ്റിക്കാരൻ്റെ ടേബിളിൽ ഒരു ഇടി ഇടിച്ചു. എടുത്ത് പറഞ്ഞു, ഈ ആശുപത്രിയിലുള്ള സകല രോഗികളും സൗഖ്യമാകട്ടെ. കഴിഞ്ഞു. അന്ന് മുഴുവൻ രോഗികളും സൗഖ്യമായി. ആശുപത്രിയുടെ ഉടമസ്ഥൻ ഡോക്ടർ ആശുപത്രി വിറ്റേച്ച് സ്മിത്തിൻ്റെ കൂടെ സൂചക വിലയ്ക്ക് പോയി. ഇനി വേറെ മാർഗമില്ല. അതായിരുന്നു സ്മിത്ത് വിഗിൾസ്വർത്ത്. അദ്ദേഹം മരിച്ച സ്ഥലം ഞാൻ പോയി കണ്ടു. അദ്ദേഹം മരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകത, അദ്ദേഹം ഏതോ ഒരു ശവമടക്കിന് വേണ്ടി പോയതാ. ശവമടക്കിന് വേണ്ടി ചെന്നു. ആ ചർച്ചിനകത്ത് അദ്ദേഹത്തിന് ഇരിക്കാനൊരു കസേര കൊടുത്തു. അതിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു മേശയുണ്ട്. അദ്ദേഹം ആ മേശപ്പുറത്ത് ഇങ്ങനെ കൈയും കുത്തി ആ കസേരയിൽ ഇരിക്കുകയാണ്, ശവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ നേരത്തിനൊരു പെൺകുട്ടി അതിലേ വന്നു. അവളോട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്കൊരിക്കൽ ക്യാൻസർ ആയിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ? അവൾ പറഞ്ഞു, അതെ. ഇപ്പം അമ്മ എന്ത് ചെയ്യും? അവൾ പറഞ്ഞു, അമ്മ മരിച്ചുപോയി. സ്മിത്തിന് ഇടി വെട്ടിയ പോലെയായിപ്പോയി, ക്യാൻസറായി മരിച്ചു. അയാൾ പറഞ്ഞു, അതെ, ഞാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകാതെ മരിച്ചെന്നോ, ഹാർട്ട് അറ്റാക്ക്, അവിടെ ചത്തു. അങ്ങനെയാണ് സ്മിത്ത് മരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആത്മാർത്ഥത എന്നതായിരുന്നു. ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രോഗി സൗഖ്യമാകാതെ മരിച്ചു, ഹാർട്ട് അറ്റാക്കായി പോയി. അത് കേട്ടപ്പോൾ അങ്ങനെയാണ് സ്മിത്ത് മരിക്കുന്നത്. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ വേർപാട് എന്തായിരുന്നറിയാമോ? ബൈബിളോ അതിനോട് ബന്ധപ്പെട്ടതോ അല്ലാത്ത ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. വർത്തമാന പത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. അദ്ദേഹം ചോദിക്കുന്നൊരു വാചകമുണ്ട്, രക്ഷിക്കപ്പെടാത്തവന്മാരുടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ടുകൂട്ടുന്ന ശവപ്പറമ്പാണോടാ വിശുദ്ധൻ്റെ വീട്? നോ. അതുകൊണ്ടാണ് ദൈവം ഈ ലെവലിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടൽ. ഇതിനു മുമ്പേ 1000 ഘടകങ്ങൾ നമുക്ക് ക്രമീകരിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം ഒന്ന് ആരംഭിക്കാം. കർത്താവേ, എവിടം മുതൽ എവിടം വരെ വരണം? ഇവിടെ പൗലോസ് പറയുന്നത് അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും യജമാനനും ദാസനും, അതേ ഈ അധ്യായത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഞാൻ മുന്നോട്ട് വരട്ടെ. ആദമഹവ്വമാരുടെ മക്കളെ പിശാച് നശിപ്പിച്ചു. ഒടുവിൽ ഇതിന് വില കൊടുത്ത് തീർക്കുവാൻ യേശു തീരുമാനിച്ചു. അതിനു മുമ്പേ ഒരു സംഭവം നടന്നു.
മനുഷ്യന് പറ്റിയ ഒന്നാമത്തെ വീഴ്ച ഏദൻ തോട്ടത്തിലാണ്. ഒന്നാമത്തെ വീഴ്ച മനുഷ്യനെയാക്കി അവന് പറ്റിയ ഒന്നാമത്തെ വീഴ്ച ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിലെ വീഴ്ചയുടെ പരിണിതങ്ങളിലേക്ക് കയറാൻ പോകാം. പാമ്പ് വന്ന് ഒരു പഴം കൊടുത്തു, ആ പഴം തിന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചാവുകടൽ ലിഖിതങ്ങളിലെ വിശദീകരണം കേട്ടോണേ. ആദ്യത്തെ 5 പുസ്തകങ്ങളിലല്ല, ഈ 981 പുസ്തകങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുള്ള വിശദീകരണം കേട്ടോണേ. ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ പാർക്കണമെന്നും അവർ ഒരുമിച്ചായിരിക്കണമെന്നും ദൈവത്തിൻ്റെ നിഷ്കർഷയായിരുന്നു. പക്ഷെ അമ്മച്ചിക്ക് അപ്പച്ചൻ്റെ കൂടി ഇരിക്കുന്നതിനകത്ത് വലിയ താല്പര്യമില്ല. നിങ്ങൾ മറക്കരുത്, രണ്ടുപേരും തുല്യ അധികാരമുള്ളവരാണ്. തുല്യരാ, രണ്ടുപേരും തുല്യരാ, തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കാര്യം വാരിയല്ലി നിന്നെടുത്ത് അങ്ങപ്പുറത്തോട്ട് വെച്ചതാണ്. രണ്ടുപേരും തുല്യരാ. പക്ഷെ ഒരുമിച്ചിരിക്കുന്നതിനകത്ത് അമ്മച്ചിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മച്ചി തന്നെ നടന്നു, ആദം തന്നെ നടന്നു. അമ്മച്ചി നടക്കുന്ന കൂട്ടത്തിൽ ഏദൻ തോട്ടത്തിൻ്റെ അതിർത്തി വരെ പോവും. അവിടെ ഒരു ജീവിയുണ്ട്, പാമ്പ്. അത് അതിർത്തിക്ക് വെളിയില്ല. ഈ പാമ്പിനെ കാണുന്ന അമ്മച്ചിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇതിൻ്റെ നിറം നല്ല പവിഴത്തിൻ്റെ നിറമാണ് നല്ല പാമ്പിന്. ഇതിൻ്റെ മെയ്വഴക്കം, ഇതിൻ്റെ ശരീരത്തെ ആ വഴുവഴുപ്പ്, മിനുക്കം, ഇതിൻ്റെ ശബ്ദം മണിനാദം പോലുള്ള ശബ്ദമായിരുന്നു പറയുന്നത്. അന്ന് പാമ്പ് സംസാരിക്കുമായിരുന്നു. അതുതന്നെ ബൈബിളിലും അമ്മച്ചോട് വന്ന് ചോദിക്കുമായിരുന്നു, ദൈവം പഴം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വന്നുകൊണ്ട് ചോദിക്കായിരുന്നു, സംസാരിക്കുമായിരുന്നു. മണിനാദം പോലുള്ള ശബ്ദം, ഇതൊക്കെ അമ്മച്ചിക്ക് ഭയങ്കര ആകർഷകമാണ്. അതുകൊണ്ട് അമ്മച്ചി ഇതിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിനോടൊരു അകത്ത് കയറരുത്. മനുഷ്യന് കിട്ടിയ ഒന്നാമത്തെ കൽപ്പന ഓർമ്മയുണ്ടോ? ഏദൻ തോട്ടത്തിലോട്ട് കയറുമ്പോൾ മനുഷ്യന് കിട്ടിയ ഒന്നാമത്തെ കൽപ്പന എന്തോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തോട്ടം സൂക്ഷിക്കണം. അതിനാക്കിയ 1 തോട്ടം സൂക്ഷിക്കാനും 2 തോട്ടത്തിൽ ജോലി ചെയ്യാനും. മടിയനെയും മുടിയനെയും ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. ദൈവം ആരെ ഉണ്ടാക്കിയാലും ജോലി ചെയ്യാനേ ഉണ്ടാക്കത്തുള്ളൂ. മടിയനെയും മുടിയനെയും ദൈവത്തിന് ഇഷ്ടമല്ല. ഓക്കെ, തോട്ടത്തിൽ സൂക്ഷിക്കാനും തോട്ടത്തിൽ ജോലി ചെയ്യാനും. അപ്പോൾ അമ്മച്ചി ഇതിനെ കയറ്റാനൊക്കത്തില്ല, ഇവൻ വെളിയിൽ നിൽക്കേണ്ട പാർട്ടിയാണ്. അതുകൊണ്ട് ഇവനെ വെളിയിൽ നിർത്തിയിരിക്കുക. പക്ഷേ ഈ തോട്ടത്തിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയോട് വർത്താനം പറയും. ഒരുപാട് നാൾ ഇങ്ങനെ അമ്മച്ചി മിണ്ടത്തില്ല. കാര്യം മിണ്ടിയാൽ അകത്ത് കയറിപ്പോയെങ്കിലോ, അതുകൊണ്ട് മിണ്ടത്തില്ല. പക്ഷേ അമ്മച്ചി തിരിച്ച് വൈകിട്ട് വരുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വരും. ഒറ്റ പ്രാവശ്യം എടി പെണ്ണെ നീ ആ പാമ്പിനെ കാണാൻ പോയോന്ന് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഓർത്തട്ടെ, ഇതിനകത്ത് ശല്യമില്ലടെ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിഗരറ്റ് വലിച്ച് വന്നിട്ട് മറുഭാഷ വരുന്നു. അപ്പോൾ ദൈവം ഇത് വലുതായിട്ടൊന്നും കണക്കാക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ. കുറേ നാൾ നടന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാമ്പേ നീയും കൂടെ അകത്തോട്ട് കയറിക്കോ. പിന്നെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് വരല്ലേ, യഹോവ വരുമ്പം വരല്ലേ, ഇവിടെ മാറി നിന്നോണം. അകത്ത് കയറ്റിയിട്ടും യഹോവ എപ്പോഴോട് ചോദിച്ചിട്ടില്ല, പെണ്ണ നീ പാമ്പിനെ അകത്ത് കയറ്റിയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല എന്ന് അമ്മച്ചിക്കൊരു തോന്നൽ. നമ്മളൊക്കെ ഇങ്ങനെ ഓരോ പാപം ചെയ്ത് അങ്ങ് തഴമ്പിച്ച് കഴിയുമ്പോൾ കുഴപ്പമുണ്ടെന്നൊരു തോന്നൽ വരത്തില്ല. ചെറുതിൽ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം ഇത് പറഞ്ഞു പറിച്ച് തിന്നാൻ പറഞ്ഞ് അമ്മച്ചി തിന്നു. ദൈവത്തെക്കാൾ കൂടുതൽ അവനെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മച്ചി എത്തി. ഇതുവരെയും ദൈവം ചോദിച്ചിട്ടില്ല എന്നുള്ളതൊരു മറുവശമായിരുന്നു. പഴം തിന്നു, ഭർത്താവിന് കൊടുത്തു, അദ്ദേഹവും തിന്നു. ആകെ പെശകായി പുറത്താക്കാൻ തീരുമാനിച്ചു. ദൈവം ഒരു ന്യായവിധി നടത്തി. ആ ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആദാം, ഹവ്വ, പാമ്പ് 3 പേരെ നിർത്തിക്കൊണ്ടാണ് ന്യായവിധി. ആദാമിനോട് ചോദിച്ച് എന്നട കാണിച്ചെന്ന് തൻ്റെ ഇവള് കാണിച്ചു വെച്ച പണിയാ, അത് തീർന്നു. എൻ്റെ കൂടെ ഇരിക്കാൻ നീ തന്ന സ്ത്രീ തന്നതാണ്, കുറ്റമില്ലല്ലോ, രക്ഷപ്പെടാൻ ശ്രമിച്ചു. അമ്മച്ചി പറഞ്ഞു അത് പാമ്പ് തന്നു, ഞാൻ തിന്നുപോയി. വന്നപ്പം അകത്ത് കയറ്റിയപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, തന്നു, ഞാനങ്ങ് തിന്നുപോയി, ഇപ്പം എന്നെ ചെയ്യാനാ. പാമ്പിനോടാണ് സത്യത്തിൽ സംസാരിക്കുന്നത്. പാമ്പിനോട് സംസാരിച്ചു വെച്ച് പറഞ്ഞു, നീ ഈ തോട്ടത്തിന്, ലൂസിഫേറെ എന്നാണ് അവനെ വിളിക്കുന്നത്, ലൂസിഫേറെ എന്നാണ് വിളിക്കുന്നത്. ചാവുകട ലിഖിത പ്രകാരം പാമ്പിനോട് സംസാരിക്കുന്നത് ലൂസിഫർ എന്ന് വിളിച്ചുകൊണ്ട്, ലൂസിഫറേ നീ ഭൂമിയിൽ വരാതിരിക്കാൻ ഞാനിതിൻ്റെ കോസ്മോസ് മാറ്റി. നീ എന്നേക്കാൾ മിടുക്കനാടാ. നീ മണ്ണുകൊണ്ടൊരു ശരീരം സ്വയം എടുത്തു. പാമ്പിനും മണ്ണുകൊണ്ടൊരു ശരീരമുണ്ട്, ഒരു ലീഗൽ ബോഡി. നീ ആ ശരീരം എടുത്തു. ആ ശരീരത്തിലൂടെയാണ് നീ അകത്ത് കയറിയത്. നീ ലീഗൽ ബോഡിയിലാണ്, നിന്നോടൊന്നും ചെയ്യാനൊക്കത്തില്ല. യു ആർ ലീഗൽ ബോഡി. പക്ഷേ ഞാനും ലീഗൽ ബോഡിയിൽ ഒരിക്കൽ വരും. എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. കാര്യം ഈ ശരീരമില്ലാത്ത ഒരുത്തന് ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ദൈവത്തിന് ശരീരമില്ലാത്തിടത്തോളം ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഇപ്പം ആ പ്രസ്താവന തെറ്റായിട്ട് നിങ്ങൾ നിരൂപിക്കരുത്. ശരീരമുള്ള നിങ്ങളിൽ കൂടെ മാത്രമേ ദൈവത്തിന് ചെയ്യാൻ ഒക്കത്തുള്ളൂ.
ശരീരമില്ലാത്ത ദൈവത്തിന് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ചെങ്കടലിനെ വിഭജിക്കണമെങ്കിൽ ശരീരമുള്ള മോശ വന്നേ പറ്റൂ. ഒരു മിദ്യാന്യ സൈന്യത്തെ തോൽപ്പിക്കണമെങ്കിൽ ശരീരമുള്ള ഒരു ഇസ്രായേൽ സൈന്യം എഴുന്നേറ്റേ പറ്റൂ. ദേശത്തെ ശക്തികളെ ചോദ്യം ചെയ്യണമെങ്കിൽ ശരീരമുള്ള നിങ്ങളിൽ കൂടെ പറ്റൂ. ദൈവം കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അത് ശരീരമുള്ളവരെ കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ലാത്തവനെ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ലൂസിഫറെ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പാമ്പിനോട് സംസാരിക്കുന്നത്. നീ ഇതിനകത്ത് വരാതിരിക്കാൻ, ഭൂമിയിൽ വരാതിരിക്കാൻ ഞാൻ ഇതിൻ്റെ കോസ്മോസ് മാറ്റി. ഞാൻ സൃഷ്ടിച്ച പാമ്പിൻ്റെ ബോഡി കടമെടുത്തു, അതിനകത്ത് കയറിയാണ് നീ ഇവിടെ വന്നത്. എനിക്ക് നിന്നോട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ഞാനും ആത്മശരീരത്തിലാണ്, ഞാനും ഭൗതിക ശരീരത്തിലല്ല. ഞാൻ സ്ത്രീയുടെ സന്തതിയായി ലീഗൽ ബോഡിയിൽ തിരിച്ചു വരും. സ്ത്രീയുടെ സന്തതിയായി തിരിച്ചു വരും. വന്നാൽ നിന്റെ തല തകർത്തേച്ചേ പോകത്തുള്ളൂ. നീ എൻ്റെ കുതികാൽ തകർത്തതേ ഉള്ളൂ. അതിൽ കൂടുതൽ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരുന്ന വരവിന് നിന്റെ തല തകർത്തേച്ചേ പോകത്തുള്ളൂ. ഞാൻ നിന്റെ തല തകർക്കും. ഇത് പറഞ്ഞാണ് ആദം ഹവ്വമാരെ ഇറക്കി വിടുന്നത്. ആദം ഹവ്വമാർ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് മനുഷ്യൻ്റെ ഒന്നാമത്തെ വീഴ്ച. ഒത്തിരി പരിണിതങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞു, മനുഷ്യ പെമ്പിള്ളേരെ വരെ മറ്റവൻ വിവാഹം കഴിച്ചു. മറ്റവൻ നശിപ്പിച്ചു മനുഷ്യനെ. ഒരുപാട് കാര്യങ്ങളായി. അങ്ങനെ നോഹയുടെ കാലമായി. ചാവീട് ലിഖിതം പറയുന്നത് വ്യഭിചാരം കൊണ്ട് ലോകം നിറഞ്ഞു. ആദമിനെ ദൈവം കടമ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത്, 1, ഭൂമിയെ സൂക്ഷിച്ചോണം. ഭൂമിയിൽ സാത്താൻ കയറി. ഈ മനുഷ്യൻ നിമിത്തം, പാമ്പ് നിമിത്തം സാത്താൻ കയറി. 2, മൃഗജാലങ്ങളെ സൂക്ഷിച്ചോണം. മൃഗജാലങ്ങളുമായി ഈ വീണ ദൂതന്മാർ പാപം ചെയ്തു, മൃഗജാലങ്ങളുമായി വ്യഭിചരിച്ചു. മത്സ്യങ്ങളെ നോക്കിക്കൊള്ളാൻ പറയാൻ ആദമിന് കൊടുത്ത കൽപ്പന ശ്രദ്ധിച്ചോണം. ഭൂമിയുടെ മേൽ അധികാരം നടത്തണം, മൃഗജാലങ്ങളുടെ മേൽ അധികാരം നടത്തണം, പറവകളുടെ മേൽ അധികാരം നടത്തണം, മത്സ്യങ്ങളുടെ മേൽ അധികാരം നടത്തണം, ഇഴജന്തുക്കളുടെ മേൽ അധികാരം നടത്തണം. 5 അധികാരം ഏൽപ്പിച്ചാ പോയത്. ഈ 5 പിശാച് വ്യഭിചാരം ചെയ്തു. ഈ സമയത്താണ് ഹെബ്രിയേൽ, മീഖായേൽ, ഉറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന്, നമ്മൾ 2 പേരുടെ പേരെ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ, ഹെബ്രിയേലും മീഖായേലും. അടുത്ത 2 പേര് ചാവീട് ലിഖിതത്തിലുണ്ട്. ഒത്തിരി പേരുടെ പേരുകളുണ്ട്. ചാവീട് ലിഖിതത്തിലൂടെ 200ഓളം ദൂതന്മാരുടെ പേരുകളുണ്ട്. ഉറിയേലും അരിയേലും ചേർന്ന് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുത്ത്, കർത്താവേ, അങ്ങയുടെ കോളനിയായി അങ്ങുണ്ടാക്കിയ ഭൂമി ദയവേന്ന് വന്ന് കാണണം. അങ്ങയുടെ പ്രതിനിധികളായി, അങ്ങയുടെ അംബാസഡേഴ്സായി അല്ല, അങ്ങയുടെ വൈസ്രോയിമാരായി, അങ്ങയുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അങ്ങ് ധരിക്കുന്ന വസ്ത്രമായ തേജസ്സും ബഹുമാനവും അണിയിച്ച് നിർത്തിയ അങ്ങയുടെ വൈസ്രോയിമാരായ മനുഷ്യനെ വന്നൊന്ന് കാണണം. പാപം അതികഠിനമാണ്, രക്തം കൊണ്ടിതെല്ലാം നിറഞ്ഞു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം പാപം കാണാൻ ഇറങ്ങി വന്നു. ആ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പാപം കാണാൻ ഇറങ്ങി വന്നു. ദൈവം പാപം കാണാൻ ഇറങ്ങി വന്ന 2 രംഗമേ ബൈബിളിലുള്ളൂ. ഒന്നാമത്തെ ഇതാ, വന്ന് കണ്ടതോടെ ഇത് മുഴുവനും നശിച്ചു. മനുഷ്യനെയും മൃഗങ്ങളെയും നിർമ്മിച്ച് സൃഷ്ടിച്ച കാരണത്താൽ യഹോവ അനുതപിച്ചു. ലോകത്തിൽ ജലപ്രളയം അയച്ചു. നോഹയുടെ വീഴ്ചയാണ് നോഹയുടെ കാലത്തെ വീഴ്ചയാണ് മനുഷ്യൻ്റെ 2ാമത്തെ വീഴ്ച. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്നിട്ടും ദൈവം നോഹയെ അനുഗ്രഹിച്ചു. നോഹ ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തില്ല. അവൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. ഞാൻ ഒരു പദം കൂടെ നിന്നോട്ടെ. നീതിമാൻ എന്നവിടെ നിങ്ങൾക്ക് ഈ വേദപുസ്തകത്തിൽ നമ്മൾ ഇതുവരെ വായിച്ചു കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ആഴത്തിലുള്ള കുറേ അർത്ഥങ്ങൾ കിട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ. 67 കൊല്ലം കൊണ്ട് തമ്പുരാനെ പഠിപ്പിച്ചതാണ്. 1-2 ദിവസം കൊണ്ടല്ല, 67 ദിവസം കൊണ്ട് അതാത് വിഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം അറിവ് കൊണ്ട് നിറച്ചവരുമായി ദൈവം തന്നെ കണക്ട് ചെയ്തു. അങ്ങനെ പഠിച്ചത്. ഒത്തിരി പേരുടെ സഹായമുണ്ട്, പുസ്തകങ്ങളുമുണ്ട്. അങ്ങനെ പഠിച്ചത്. ഓക്കെ, നോഹയുടെ കാലത്ത് ദൈവം നോഹയെ അനുഗ്രഹിച്ചു. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. നീതിമാൻ എന്നവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എബ്രായ ഭാഷയിൽ തമിയം എന്ന വാക്കാണ്. തമിയം എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം നീതിമാൻ എന്നല്ല. വൺ ഹു കീപ്പ് അപ്പ് ഒറിജിനാലിറ്റി. ദൈവം സൃഷ്ടിച്ച ഒറിജിനാലിറ്റി സൂക്ഷിക്കുന്ന ഒറ്റ കുടുംബം,
അത് നോഹയുടെ കുടുംബമാണ്. കാതെ കെഴുത്തയില്ല, മൂക്കെ കെഴുത്തയില്ല, ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവം സൃഷ്ടിച്ചവിടെ തന്നെ ഇരിക്കുന്നു. കളറില്ല, ടാറ്റു ഇല്ല, ഒന്നുമില്ല. ദൈവം സൃഷ്ടിച്ചവിടെ തന്നെ ഇരിക്കുന്നു. യഹോവയായ ദൈവം നോഹയെ അനുഗ്രഹിച്ചു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. കിങ് ജെയിംസ് വേദപുസ്തകത്തിൽ, ഞാൻ കിങ് ജെയിംസാണ് ഉപയോഗിക്കുന്നത്, കിങ് ജെയിംസ് വേദപുസ്തകത്തിൽ ഈ ആദാമിനെ അനുഗ്രഹിച്ചതും നോഹയെ അനുഗ്രഹിച്ചതും ഒറ്റ പദം കൊണ്ടാണ്. കിങ് ജെയിംസാണ് ആധികാരിക വേദപുസ്തകം. മൾട്ടിപ്ലൈ, നീ വർദ്ധിക്കുക എന്ന് മാത്രമേ, സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് മാത്രമേ മലയാളം ബൈബിളിലുള്ളൂ. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. പക്ഷേ ഈ കിങ് ജെയിംസ് വേർഷനിലിരിക്കുന്ന റീപ്ലനീഷ് എന്ന വാക്കാണ്. പെരുകുക എന്നല്ല, വീണ്ടും പെരുകുക. അതെങ്ങനെ വീണ്ടും പെരുകുന്നത്? നോഹയ്ക്ക് മനസ്സിലാവും. നോഹയുടെ കൺമുൻപിലാണ് ജനലക്ഷങ്ങൾ മരിച്ചു വീഴുന്നത്, ജനലക്ഷങ്ങൾ ചത്തു വീഴുന്നത് നോഹയുടെ മുമ്പിലാണ്. പക്ഷെ ആദാമിന് മുമ്പേ ഈ മണ്ണ് മുഴുവനും ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആദാമിനോട് പറഞ്ഞത് റീപ്ലനീഷ്. പണ്ടിത് ദൂതന്മാരായിരുന്നു, ഇപ്പം നീ റീപ്ലനീഷ് ഈ രണ്ട് പദം ഉപയോഗിച്ചു. അങ്ങനെ നോഹയോടും റീപ്ലനീഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, വീണ്ടും സന്താനപുഷ്ടിയുള്ളവന്. പക്ഷെ നോഹയെ കൊണ്ട് ഒക്കാതെ പോയി. നോഹ വെളിയിലോട്ട് വന്നു, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആ മുന്തിരിത്തോട്ടം പെട്ടെന്നങ്ങ് വിളഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്, ഇവിടെ ഇങ്ങും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല, കണ്ടെന്ന് വരാം. ഞാൻ ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ കേട്ടത്, മുന്തിരി നട്ടാൽ 5-ാം കൊല്ലമേ കായ്ക്കത്തുള്ളൂ. നന്നായിട്ട് വിളയണമെങ്കിൽ 7 വർഷം കഴിയണം, 10-12 വർഷമാകും നന്നായി വിളയാൻ. നോഹ നട്ട ആദ്യത്തെ കൊല്ലം ഗംഭീര വിളവ്. ഈ നന്മ വന്നത് ദൈവത്തിൻ്റെയും നല്ല പിശാചിൻ്റെയും ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഗംഭീര വിളവെല്ലാം പിശാച് കൊണ്ടുവരുന്നല്ല ഞാൻ പറഞ്ഞത്. നോ, ഇത് രണ്ടുപേർക്കും കൊണ്ടുവരാം. ഗംഭീര വിളവുണ്ടായി. നോഹ ആർത്തിക്കിതെല്ലാം അങ്ങ് പറിച്ചു, പിഴിഞ്ഞു. കുടിക്കരുതാത്ത അത്രയും അങ്ങ് കുടിച്ചു. എന്നിട്ട് കിടക്കരുതാത്തതുപോലെ കിടന്നു. സ്വന്തം മോൻ വന്ന് ഇത് കാണുകയും ചെയ്തു. അവൻ വെളിയിലോട്ടിറങ്ങി പ്രാർത്ഥിക്കാൻ മാത്രം എന്നും പറഞ്ഞു സഹോദരന്മാരോട് കാര്യം പറഞ്ഞത്. അപ്പൻ തേണ്ട കിടക്കുന്നു. നോഹ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഒറ്റ പിരാക്കം വെച്ചു കൊടുത്തു. എല്ലാം തൊലഞ്ഞു. സാത്താൻ തിരിച്ചു വന്നു. വീണ്ടും ദൂതന്മാർ മനുഷ്യനെ കല്യാണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നിമ്രോദ് എന്ന് പറയുന്ന ആളിൻ്റെ കാലമായി. നിമ്രോദിൻ്റെ കാലമായതോടെ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ട് പെരുകി. നിമ്രോദ് തീരുമാനിച്ചു, ഈ സാത്താനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടം ഭരിപ്പിക്കണം. നിമ്രോദ് തീരുമാനിച്ചു. അതിനുവേണ്ടി നിമ്രോദ് ഉയരമുള്ള ഒരു ഗോപുരം പണിയൊക്കെ ചെയ്തു. ഞാൻ ഭാഗമൊന്നും ഇപ്പം തൊടാൻ ഒക്കത്തില്ല, ഭയങ്കര നീളമാണ്, അതുകൊണ്ട് തൊടാൻ ഒക്കത്തില്ല. ഈ ഗോപുരം കൊണ്ടവൻ പ്രതീക്ഷിച്ചത് ആകാശത്തുള്ള ശക്തികളെ, മാന്ത്രിക ശക്തികളാൽ ആവഹിച്ച് ഭൂമിയിൽ കൊണ്ടുവരിക. പാപത്തിൻ്റെ അന്തിമ ലെവലത്. മാന്ത്രിക ശക്തികളാൽ ആകാശത്തുള്ളതായ ശക്തികളെ ആകർഷിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ഭരിപ്പിക്കുക. മന്ത്രവാദം, ആഭിചാരം മുതൽ നേർച്ച കാഴ്ചകൾ വരെ ഒരുപാട് ശക്തികളാൽ ആകാശത്തുള്ള പൈശാചിക ശക്തികളെ ഭൂമിയിൽ കൊണ്ടുവരണം. ഇവന്മാർക്ക് ഇവിടെ താമസിക്കാനൊക്കത്തില്ല, ഇതിൻ്റെ കോസ്മോസ് മാറി. പക്ഷേ ഇതിനോടകം പൈശാചിക പൂജകൾ വളരാൻ തുടങ്ങി, പൈശാചിക ആരാധനകൾ വർദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവവേദന പ്രകാരമാണോ എന്ന് ഓർത്തോണം. ഞാനിവിടെ ഒറ്റ തെളിവ് മാത്രം പറഞ്ഞു പോകാം. വേദപുസ്തക പ്രകാരം ആരാധിക്കുന്ന ആരാധന കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനം, ഓരോരുത്തന് ഉപദേശം, ഓരോരുത്തന് അന്യഭാഷ, ഓരോരുത്തന് വ്യാഖ്യാനം. പാസ്റ്റർ വി.എ. തോമസ് എന്ന് പറയുന്ന ഒരാൾ ജീവനോടിയിരുന്നു പണ്ട്. അദ്ദേഹം മരിച്ചിട്ടും 10-30 വർഷത്തോടടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അയൽവക്കത്ത് താമസിച്ചിട്ടുണ്ട്. വി.എ. തോമസ് സാർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ എം.എ. വരീസിൻ്റെ പദമല്ല, എന്നോട് ആരും ദയവ് ചെയ്ത് പിണങ്ങരുത്, വി.എ. തോമസ് സാറിൻ്റെ പദം. ഞങ്ങൾ കൂടി വരുമ്പോൾ തീയുണ്ട്, മണമുണ്ട്, മണിയടിയുണ്ട്, പുകയുണ്ട്. സഭ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനം, ഓരോരുത്തരും അന്യഭാഷ, ഓരോരുത്തരും വ്യാഖ്യാനം. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഞങ്ങൾ കൂടി വരുമ്പോൾ തീയുണ്ട്, പുകയുണ്ട്, മണമുണ്ട്, മണിയടിയുണ്ട്. സഭ കൂടി വരുമ്പോൾ ഓരോരുത്തരും അന്യഭാഷയുണ്ട്, ഓരോരുത്തരും വ്യാഖ്യാനമുണ്ട്, ഓരോരുത്തന് അന്യഭാഷ വ്യാഖ്യാനം, കൃപാവരങ്ങളുണ്ട്. അവ ആത്മീക വർധനയ്ക്ക് ഉതകട്ടെ.
വ്യാപകമായ മാന്ത്രിക ശക്തി നിമ്രോദിൻ്റെ കാലത്ത് രംഗത്ത് വന്നു. നിമ്രോദിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ ഒരു വലിയ ഗോപുരവും അതിൻ്റെ മേളിൽ വെക്കാൻ ഒരു സൈനുമൊക്കെ എനിക്കത് കാണിക്കാൻ ഒരു നിവൃത്തിയില്ല. എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഇത് മൊത്തം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഞാനിത് കാണിച്ചതാണ്. കമ്പ്യൂട്ടറിൻ്റെ കത്തിപ്പോയി. കത്തിയില്ലായിരിക്കും, കേടായിപ്പോയി, ഓണാകത്തില്ല, അത്ര തന്നെ. ഞാൻ ആ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. ഏതാണ്ടൊരു 16 വർഷങ്ങൾക്ക് മുമ്പേ ഈ ചരിത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് ഞാൻ അതിനകത്തെ 1-2 പടങ്ങൾ എല്ലാം കൂടെ ചേർത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ, അന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അതേലാക്കി ഞാൻ ഡൽഹി കൊണ്ടുപോയി ഒരു ലീഡർഷിപ്പ് മീറ്റിംഗ് പ്രസംഗിക്കാൻ. അതിനകത്ത് ഞാൻ ഇന്നെടുത്ത ഡീറ്റെയിൽസ് എല്ലാം ചിത്രങ്ങൾ സഹിതം എല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഡൽഹി കൊണ്ടുപോയി 100ഓളം പാസ്റ്റേഴ്സ് ഉണ്ട്. അവരെ ഇതൊന്ന് ബോധവാന്മാരാക്കി വിട്ടാൽ എവിടെയെങ്കിലും സഭയിൽ നിന്ന് 4 എണ്ണം കൂടെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ, അതിനുവേണ്ടി കൊണ്ടുപോയതാണ്. കാണിക്കാമെന്ന് പറഞ്ഞു, ഓൺ ചെയ്യും, ഷുക്ക്, അത് കഴിഞ്ഞു. കമ്പ്യൂട്ടറിൽ ബയോസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്നോട് ആളുകൾ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കമ്പ്യൂട്ടർ അഴിക്കാൻ എനിക്കറിയാൻ വയ്യ. ബയോസാണ് പോയെന്ന് പറഞ്ഞു. ബയോസ് സാധാരണ കമ്പ്യൂട്ടറിൻ്റെ ഒന്നും പോകുന്നതല്ല, അതിൻ്റെ അങ്ങ് പോയി. രണ്ടാമതൊരു കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, അതേ കയറ്റി, അത് പോയി. അതോടെ ഉപദേശിമാർ ചൂടായി, ഞങ്ങളിത് കണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു. 3-ാമത്തേത് പോയി, 4-ാമത്തേത് പോയി, 5-ാമത്തെ കമ്പ്യൂട്ടറിലാണ് ഇത് കണ്ടത്. ഒത്തിരി പ്രാർത്ഥിച്ചതിനിടയ്ക്ക് 4 കമ്പ്യൂട്ടർ കത്തിപ്പോയി. അവിടുന്ന് ഞാൻ രാജസ്ഥാനിൽ പോയി. രാജസ്ഥാനിൽ ചെന്നപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു ഗൗരവമായ ബോധം തന്നു, ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. ഡൽഹിയിൽ മുഴുവൻ പാസ്റ്റേഴ്സാണ്, കുറഞ്ഞ പക്ഷം ഒരു 10ാം ക്ലാസ്സിൻ്റെ ലെവലെങ്കിലും ഉള്ളവരാണ്, അവർക്കിത് മനസ്സിലാവും. പക്ഷേ രാജസ്ഥാനിലെ പള്ളിക്കുടുത്തി പാത്ത ആളുകൾ അധികം ഇവരോട് തന്നെ കാണിച്ച് എന്നെ മനസ്സിലാകാൻ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. വീണ്ടും വീണ്ടും ദൈവാത്മാവ് എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ കൺവെൻഷൻ കണ്ടക്ട് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു, സാറേ ഇതൊന്ന് കാണിക്കണമെന്ന് എന്നോട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു, എന്തു പറയണം? പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ അദ്ദേഹത്തിന് സ്വന്തം സ്കൂളും കോളേജും ഒക്കെ ഉള്ള ആളാണ്. എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും എൻ്റെ സ്കൂളിലെയും കോളേജിലെയും സ്റ്റാഫും ഒക്കെയായി ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു 400 പേരെ ഞാൻ ഒരുമിച്ച് കൂട്ടാം, കാണിക്കാമെന്ന്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, അങ്ങനെ കാണിച്ചു. 5-ാമത്തെ പ്രൊജക്ടറിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. 4 എണ്ണം പോയി, 4 എണ്ണത്തിൻ്റെ ബൾബ് പോയി. അന്ന് ഓക്കെ, 5-ാമത്തെ പ്രൊജക്ടറിൽ ഓരോന്ന് പോകുമ്പോഴും ഒത്തിരി പ്രാർത്ഥിക്കും, അടുത്തതെടുക്കും, അങ്ങനെ 5-ാമത്തെ പ്രൊജക്ടറെ പ്രൊജക്റ്റ് ചെയ്തു. സത്യം, ബിലീവ് മീ, ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പുൾപിറ്റിൽ നിന്നാണ് പറയുന്നത്. ഒരു മെഡിക്കൽ ഡോക്ടർ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. MBBS കഴിഞ്ഞ് ഒരല്പം മന്ദബുദ്ധിയാണ് അവൻ. വെറും മന്ദബുദ്ധിയല്ല, MBBS കഴിഞ്ഞതല്ലേ. വലിയ പ്രാക്ടീസ് ഒന്നും വലുതായിട്ട് ആളുകൾ അവരുടെ ചെല്ലത്തില്ല, കൈപ്പുണ്യമില്ലെന്നാണ് ആളുകൾ പറയുന്നത്. ഇവ മരുന്ന് കൊടുത്താൽ അങ്ങോട്ട് ശരിയാകത്തില്ല, എല്ലാവരോടും വർത്താനവും പറയത്തില്ല. ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു പുള്ളിയാണ് ഡോക്ടർ. ഞാൻ ഈ പിക്ചർ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയും അലറിക്കൊണ്ട് ഓടുന്നത് കണ്ടു. ആളുകളെല്ലാം പുറകെ ഓടി. എടാ ഇതെന്തൊരു കളിയാണ്, ഡോക്ടർ എഴുന്നേറ്റ് ഓടുന്നത്. പിടിച്ചോണ്ട് വന്നു. പിറ്റേ ദിവസമാണ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളേ, ഞാൻ എൻ്റെ MBBS പഠിച്ചത് റഷ്യയിലാണ്. അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിനകത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്. അതായത് നിമ്രോദ് അദ്ദേഹത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ കുറേ ചിഹ്നങ്ങൾ വെക്കാൻ താല്പര്യപ്പെട്ട ചിഹ്നങ്ങളാണ്. ഇതെല്ലാം പൈശാചിക ചിഹ്നങ്ങളാണ്. നമ്മുടെ ആഭരണങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്, വേറൊന്നുമല്ല. ഇതെല്ലാം പൈശാചിക ചിഹ്നങ്ങളാണ്. അതിൻ്റെ കോൺസെൻട്രേറ്റഡ് രൂപമാണ്. അവൻ പറഞ്ഞ, അങ്കിളെ, ഈ കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ ഹീറോ ലൂസിഫറാണ്. ലൂസിഫറിനെ ജയിപ്പിക്കുകയാണ് ഞങ്ങളുടെ ജോലി. 2 ഗ്രൂപ്പായിട്ട് തിരിയും. അതിൽ ഒരു ഗ്രൂപ്പ് ലൂസിഫറിനെ ജയിപ്പിക്കുക. ഞങ്ങൾ ഉപയോഗിക്കുന്ന 12 ചിഹ്നങ്ങളുണ്ട്, അതിൽ 11 എണ്ണമാണ് അങ്കിൾ കാണിച്ച്, ഒരെണ്ണം കിട്ടിയിട്ടില്ല. രണ്ടായാലും ഞാൻ അവൻ്റെ പുറകെ കൂടി, എടാ മോനെ, ആ ഗെയിമിൻ്റെ പേരെന്തോ പറ, നാളെ ഒരുത്തൻ ഇതിൻ്റെ പുറകെ പോയി നശിക്കാതിരിക്കട്ടെ. അങ്ങനെ കയറുക, ഇവൻ്റെ അകത്ത് ചെകുത്താൻ കയറുക, ഇത് കളിച്ച കൂട്ടത്തിൽ കയറുക. അവൻ പറഞ്ഞ, ഞങ്ങളെ പേര് തരത്തില്ല, പേര് പറയാൻ ഒക്കത്തില്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കിക്കോണേ, എന്തുകൊണ്ട് പേര് പറയാൻ ഒക്കത്തില്ല? അവൻ പറഞ്ഞു, ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യ ബുദ്ധിയുള്ളവനെ കൊണ്ടേ ഒക്കത്തുള്ളൂ, സാധാരണക്കാരനെ കൊണ്ടൊക്കത്തില്ല. നല്ല തുക പണം കൊടുക്കണം, അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എനിക്കിത് 2 ഉണ്ടായിരുന്നത് കൊണ്ട് റഷ്യയെ വെച്ച് ഞാൻ കയറി. ലെഗണ്ട് എന്ന പേരിൽ ഒരു വീഡിയോ ഗെയിമുണ്ട്. നിങ്ങളതിന് തുടങ്ങണ്ടായേ, പിള്ളേർ തുടങ്ങാത്തവർ തുടങ്ങണ്ട, തുടങ്ങിയവരെക്കുറിച്ച് സ്വർഗം വിടുവിക്കുന്നെങ്കിൽ വിടുവിക്കട്ടെ. ലെഗണ്ട് എന്ന് പറയുന്ന ഇതിനകത്ത് ഗെയിമിനകത്ത് കയറി അത് കളിച്ച് ശരിക്കും മിടുക്കനായി കളിച്ചാൽ
6 മാസത്തിനകം അടുത്തൊരു ലിങ്ക് ആരോ അയച്ചു തരും. എവിടുന്നും ആരോ ഇതിന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവരയച്ചു തരും. അത് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് ലിങ്ക് വരും. ഇങ്ങനെ 5-ാമത്തെ പ്രാവശ്യം ജയിച്ചവന് മാത്രം കിട്ടുന്ന ലിങ്കാണ് ഞാൻ കളിക്കുന്ന ലിങ്ക്. ഇതിൻ്റെ ഒറിജിനൽ ഈ വീഡിയോ ഗെയിംസ്, കമ്പ്യൂട്ടർ ഗെയിംസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളറുണ്ട്. എവിടെ? സ്വിറ്റ്സർലൻഡിലാണ് അതിരിക്കുന്നത്. വീഡിയോ ഗെയിംസ് കൺട്രോൾ ചെയ്യുന്ന മെയിൻ കൺട്രോൾ സ്വിറ്റ്സർലൻഡിലാണ്. ഈ സൂത്രത്തിൻ്റെ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടറിൻ്റെ പേര് ലൂസിഫർ എന്ന. ആ കമ്പ്യൂട്ടറിൻ്റെ പേര് ലൂസിഫർ എന്ന പറഞ്ഞു. അവിടുന്ന് ഫൈനൽ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ 5 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം, 5 ലക്ഷം ഡെപ്പോസിറ്റ് കൊടുക്കണം. സ്വന്തം രക്തം നരമ്പ് മുറിച്ച് സ്വന്തം രക്തമെടുത്ത് ഈ ഡീറ്റെയിൽസ് ഭൂമിയിൽ ആർക്കും കൈമാറത്തില്ലെന്നും നേരിട്ട് ഇവരയച്ചു കൊടുക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളെന്നും ലൂസിഫറുമായി ഒരു ഉടമ്പടി സൈൻ ചെയ്യണം. ഈ രക്തം കൊണ്ട് സൈൻ ചെയ്ത ഉടമ്പടി, ഇത് സൈത്താനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. ഇത് സ്കാൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആക്ച്വൽ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളെങ്കിലേ അത്ര മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇവനിൽ വ്യാപരിച്ച ദുരാത്മാവിനെ പുറത്താക്കാൻ അന്ന് എനിക്ക് രാജസ്ഥാനിൽ ഒത്തില്ല. ഈ മോനെ അവൻ്റെ മാതാപിതാക്കൾ ബാംഗ്ലൂർ വിട്ടു. ഏതായാലും ഭൂതം ഇളകി, സംഗതികൾ വെളിവായി. ഇനി ഈ ഭൂതത്തെ പറഞ്ഞു വിടണം. ചെറുക്കൻ മഫൻ തിരിഞ്ഞിരിക്കുക. അവൻ്റെ അനിയൻ്റെ കല്യാണം ഞാനാണ് നടത്തിയത്. ചേട്ടൻ്റെ കല്യാണം നടന്നിട്ടില്ല. കല്യാണം കഴിപ്പിക്കാൻ കൊള്ളുകയില്ല അവനെ. അതുകൊണ്ട് ഇവനെ ബാംഗ്ലൂരിൽ അയച്ചു. 2 വർഷം ഈ ചെറുക്കൻ ബാംഗ്ലൂരിൽ താമസിച്ചു. ചർച്ചിൻ്റെ അടുക്കൽ ഒരു വീടെടുത്ത് 2 വർഷം അവൻ്റെ മാതാപിതാക്കൾ അവനെ അവിടെ താമസിപ്പിച്ചു. എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തു. 2 വർഷത്തിന് ശേഷമാണ് ഈ ദുരാത്മാവ് അവനെ വിട്ടുപോകുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമൊക്കെ ഉണ്ട്. കല്യാണം നടത്തിയത് ഞാനല്ല, ചേട്ടൻ്റെ. ഒരു കുഞ്ഞുമൊക്കെ ഉണ്ട്. അത്ര എനിക്കറിയാം. നല്ല ബന്ധമുണ്ട് ഇന്നും എനിക്ക് ആ കുടുംബവുമായി. ഓൾ റൈറ്റ്. ഈ ചിഹ്നങ്ങളാണ് നിമ്രോദ് മേളിക്കൊണ്ട് വെക്കാൻ തീരുമാനിച്ചത്. ഇത് മേഘമണ്ഡലത്തിൻ്റെ മുകളിൽ ഉയർത്തി നിർത്തിയാൽ അവിടുള്ള ചില ശക്തികളെ ആകർഷിക്കാം. ദൈവമല്ലാത്ത ശക്തികളെ ആകർഷിച്ച് ഭരിക്കുന്ന ഭരണകൂടത്തെ നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ആത്മയുദ്ധം അങ്ങനെ ഒന്നുണ്ട്. ഈ ഭരണകൂടത്തിന് എതിരെയാണ് ദൈവസഭ നിൽക്കുന്നത്. ഇതിന് യുദ്ധം ചെയ്യണമെങ്കിൽ ഒടുവിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒത്തിരി ക്രമീകരണം വേണം. ഇല്ലാത്തവനെ ഇത് തട്ടി ദൂരക്കളി. മുന്നോട്ട് വരട്ടെ. നിമ്രോദിൻ്റെ കാലമായതോടെ ഇത് വെക്കാൻ തീരുമാനിച്ചു. അവരൊരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. പണി കാണാൻ യഹോവ ഇറങ്ങി വന്നു. ഈ ഗോപുരത്തിൻ്റെ ഉയരം കണക്ക് കൂട്ടുന്നത് 12 കിലോമീറ്ററാണ്. ഈ ഗോപുരത്തിൻ്റെ ഉയരം കണക്ക് കൂട്ടുന്നത് 12 കിലോമീറ്ററാണ്. ഇന്ന് വരെ ഭൂമിയിലുള്ള ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിന് 1 കിലോമീറ്ററിന് താഴെയുള്ളതെന്നറിയാമോ? ഞാനത് ഒന്ന് പറയട്ടെ. അപ്പോൾ ഇച്ചിരൂടെ മനസ്സിലാവും. സമയം ഇച്ചിരൂടെ പോകും. ദുബായിലാണ് ഇന്നുള്ളതിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരം. ബുർജ് ഖലീഫ എന്നാണ് അതിൻ്റെ പേര്. ബുർജ് ഖലീഫ 853 മീറ്ററാണ് അതിൻ്റെ നീളം. 1 കിലോമീറ്റർ ഇല്ല, 853 മീറ്റർ അതിൻ്റെ ഉയരമാണ്. ഇത് കണ്ട ഉടനെ ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഞങ്ങളാണ് കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർ, ജപ്പാൻ ശാസ്ത്രജ്ഞന്മാരെ പോലെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനേക്കാൾ ഉയരമുള്ളത് പണിയും. അവർ തീരുമാനിച്ച ഉയരം 4 കിലോമീറ്ററാണ്. 4 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം അവർ പണിയുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഗോപുരത്തിനകത്ത് വലിയ ഉയരമാണ്. അതിനകത്ത് ഒരുപാട് വീടുകളുണ്ട്. 1,00,000 കുടുംബങ്ങൾക്ക് താമസിക്കത്തക്ക എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചു. പക്ഷെ പണി തുടങ്ങുന്നതിന് മുമ്പേ മനസ്സിലായി പണിയാൻ ഒക്കില്ല. 4 കിലോമീറ്റർ മുമ്പേ പറഞ്ഞ് കോസ്മോസ് ഇല്ല. ഇതിൻ്റെ കോസ്മോസ് കർത്താവ് റിപ്പയർ ചെയ്യുന്ന മുമ്പേ പറഞ്ഞില്ലേ, അത് 1 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അതിൻ്റെ മേളിലോട്ട് പോയാൽ സിമെൻറ്റ് സെറ്റാകത്തില്ല, വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ അവിടെ പോയി നട്ട് ബോൾട്ട് കൊണ്ട് മുറുക്കാമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അതിനുള്ള ആരോഗ്യം അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ ജപ്പാനിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എക്സ്-സീഡ് 4000 എന്ന പേരിൽ ഇത് പോസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞു, എന്നേലും ശാസ്ത്രം വളരുന്ന കാലത്ത് ഞങ്ങൾ പണി. ഇപ്പം റീസെൻ്റ്ലി സൗദി അറേബ്യ 1 കിലോമീറ്റർ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിളന്ന് വരുമ്പോൾ അറിയാം മണ്ട നടക്കുമോ ഇല്ലയോ എന്ന്. കാര്യം ഈ കോസ്മോസ് തമ്പുരാൻ അത്ര ഉണ്ടാക്കിയില്ല.
ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞാൽ ഇന്ന് ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ളത് 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ഉയരമുള്ളത് 1 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ എങ്ങനെ 1000 വർഷങ്ങൾക്ക് പുറകിൽ ഈ 12 കിലോമീറ്റർ ഉയരമുള്ളത് പണിയും? ഇതിൻ്റെ നോഹവ് കൊടുത്തത് ആരാണ്? ഇതിൻ്റെ എൻജിനീയറിങ് നടത്തിയത് ആരാ? നിശ്ചയമായും ലൂസിഫർ. അവൻ 9.3 ബില്യൺ വർഷം ദൈവത്തോടുകൂടെ നടന്നവനാ. അവൻ ഒരുപാട് കാര്യങ്ങൾ അറിയാം. എനിക്ക് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞാനിവിടെ നിന്ന് മിടുക്കനായി പറഞ്ഞ 67 വർഷമായി ബൈബിൾ അറിയാമെന്ന് ചെകുത്തം വരെ നീ എന്നെ ഉണ്ടടാ ചെറുക്ക. എനിക്ക് 13.7 ബില്യൺ 137 കോടി വർഷത്തെ പരിചയമാണ്. അവൻ്റെ മുമ്പിൽ നമ്മളാരും ഒന്നുമില്ല. കൃപ കൊണ്ട് നിൽക്കുക, കൃപ കൊണ്ട്. അതുകൊണ്ട് കൃപയ്ക്കകത്ത് അങ്ങ് ഒട്ടി നിൽക്കാം. നാം രക്ഷപ്പെടും. അല്ലേ നിൽക്കാനൊക്കത്തില്ല. ഓക്കെ, നിമ്രോദിൻ്റെ പണി കാണാൻ യഹോവ ഇറങ്ങി വന്നു. പാപം കാണാൻ യഹോവ വന്നത് ഒന്നാമത്തെ സംഭവം നോഹയുടെ കാലത്താണ്. രണ്ടാമത്തെ പ്രാവശ്യം പാപം കാണാൻ യഹോവ ഇറങ്ങി വരുന്നത് നിമ്രോദിൻ്റെ കാലത്താണ്. നിമ്രോദിൻ്റെ കാലത്ത് യഹോവ ഇറങ്ങി വന്ന് പണി കാണാൻ വന്ന് കണ്ടേച്ച് പറഞ്ഞു, നടക്കും. ആവശ്യമുള്ള ടെക്നോളജി അവൻ്റെ ഉണ്ട്, ആവശ്യമുള്ള എൻജിനീയറിങ് അവൻ്റെ ഉണ്ട്. കൊടുത്തത് മറ്റവനാ, പക്ഷേ അവൻ്റെ ഉണ്ട്. പക്ഷേ ഈ പണി ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ യഹോവയായ ദൈവം പണിയെ അബദ്ധമാക്കി, ഭാഷ പിണക്കിയെന്ന് മാത്രമേ മലയാളം ബൈബിളിലുള്ളൂ. ഭയങ്കര വ്യാഖ്യാനമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനെ തുടർന്ന് ദൈവം ലോകത്തെ 1000 കഷണങ്ങളായി പകുത്ത് ചെതറിച്ചു. ഓരോ വാക്കിനും ബൈബിളിൽ നിന്ന് തെളിവ് തരാൻ എൻ്റെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഇപ്പം പോകാൻ എനിക്ക് നിവൃത്തിയില്ല. ചെതറിച്ചേച്ച് പറഞ്ഞു, എനിക്ക് ഈ ജനത്തെ വേണ്ട. ഞാനിവരെ ജാതികൾക്കായി വീണുപോയ ദൂതന്മാർക്കായി വിൽക്കുന്നു. എനിക്കിവരെ വേണ്ട. വേണ്ടിയവൻ കൊണ്ടുപോയി, എനിക്ക് വേണ്ട. മലയാളത്തിൽ പറയും അടിച്ചതിലേ പോയില്ലേ പോന്നതിലേ അടിക്കുമെന്ന്. ഞാൻ പോന്നതിലേ അടിച്ചേക്കാം, എനിക്ക് വേണ്ട പോ. പക്ഷേ ഏതെൻ്റെ മണ്ണിൽ വെച്ചൊരു പ്രോമിസ് കിടപ്പുണ്ട്. സ്ത്രീയുടെ സന്തതിയായി ഒരുത്തൻ വരും, അവൻ വന്ന് ജനത്തെ വിടുവിക്കും. അങ്ങനെ വിടുവിക്കണമെങ്കിൽ ഒരു സ്ത്രീ, വിശുദ്ധിയിൽ ഒരു സ്ത്രീ വേണം. ആ സ്ത്രീ വരണമെങ്കിൽ അതിനൊരു ജനതതി വേണം. ദൈവദാസ, കുറേ സഹോദരന്മാർ എഴുന്നേൽക്കണമെങ്കിൽ, കുറേ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണമെങ്കിൽ, കുറേ നല്ല ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണമെങ്കിൽ അതിന് കൊള്ളാവുന്ന ഒരു സഭ വേണം. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ വളർത്താൻ കൊള്ളാവുന്ന മാതാപിതാക്കൾ വേണം. ഒരു കുടുംബമില്ലാതെ ഒരു നല്ല കുഞ്ഞിനെ വളർത്താനൊക്കത്തില്ല. ഒരു നല്ല സഭയില്ലാതെ ഒരു ശുശ്രൂഷകനെ പൊക്കാനൊക്കത്തില്ല. അതൊന്ന് കൊണ്ടുവന്നേ പറ്റൂ. ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. തമ്പുരാൻ പറഞ്ഞ ഞാൻ മുഴുവൻ ജാതികളെയും വിടുകയാണ്, എനിക്കൊന്നിനെയും വേണ്ട. കാര്യം ഇത്രയും നാൾ നോക്കിയിട്ട് ഒരെണ്ണം നേരെ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവരെ തള്ളുകയാണ്. പക്ഷേ ഏതെന്നിലെ വാഗ്ദത്തം നിവർത്തിക്കണം. അത് നിവർത്തിക്കണമെങ്കിൽ ഒരു ശിശു ജനിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ശിശു ജനിക്കണമെങ്കിൽ കൊള്ളാവുന്ന ഒരാൾ വേണം. ആരാ? ഒരു അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമും നിമ്രോദും രണ്ടുപേരും സമകാലികരാണ് കേട്ടോ. ഇവർ റിലേറ്റീവ്സാണ്. അബ്രഹാമും നിമ്രോദും റിലേറ്റീവ്സാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ ഒരു സൈറ്റ് കിടപ്പുണ്ട്, പ്രോഫറ്റ് ഏബ്രഹാം അണ്ടർ ഫയറി ട്രയൽ. പ്രോഫറ്റ് ഏബ്രഹാം അണ്ടർ ഫയറി ട്രയൽ. ആ സൈറ്റിനകത്ത് കയറിയാൽ മതി. ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. മുസ്ലിംസിൻ്റെ സൈറ്റാണ്. മുസ്ലിംസിൻ്റെ ആയതുകൊണ്ട് അങ്ങോട്ടാരും പോകാൻ ഞാൻ ആവശ്യപ്പെടുകയല്ല. പക്ഷേ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ വിവരം പറഞ്ഞെന്ന് മാത്രം. ഇവർ സമകാലികരാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു മാറ്റി. അബ്രഹാമിനെ വിളിച്ചു മാറ്റിയേച്ച് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കണം. നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് എൻ്റെ പുറകെ വാ. നീ ഇവൻ്റെ പുറകെ പോകരുത്. ഈ അബ്രഹാമും നിമ്രോദും തമ്മിൽ ഒരു ഭയങ്കര തർക്കമുണ്ടായി. ഞാൻ ചില മിനിറ്റൂടെ നിൽക്കട്ടെ. ചരിത്രത്തിൽ നിന്നാണ്. അബ്രഹാമിനോട് ദൈവം ഇറങ്ങാൻ പറഞ്ഞു. അബ്രഹാം ഇറങ്ങി. അബ്രഹാമിനോട് എല്ലാവരെയും വിട്ടേച്ച് വരാനല്ലയോ പറഞ്ഞേ? അങ്ങനല്ലയോ പറഞ്ഞ്? പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച്. പക്ഷെ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല. അപ്പൻ പുറകെ കൂടി. അപ്പൻ പറഞ്ഞു ഞാനും വരിക. അപ്പനും അബ്രഹാമും കൂടെ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞ് ഞാനും വരിക. അങ്ങനെ ആരൊക്കെയോ, കുറഞ്ഞ പക്ഷം അപ്പനുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, അബ്രഹാം ഉണ്ടായിരുന്നു, പിന്നെ ഇവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ നടന്നു. ചേട്ടൻ്റെ മോനായിരുന്നു ലോത്ത്. ഇങ്ങനെ ഇവരെല്ലാം കൂടെ വന്നു.
ഇവരെല്ലാം കൂടെ വരുന്ന കൂട്ടത്തിൽ ഹാരാനിൽ പാർത്തു. ഹാരാനി വന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞിടാ, ദൈവം കാണിക്കാനുള്ള ദേശം ഇതാടാ, ഇത് ഭയങ്കര ഭൂവിഷ്ടമാണ്. ശരി, അബ്രഹാം കേൾക്കാൻ നോക്കത്തില്ല, അവിടെ താമസിച്ചു. ഹാരാനിൽ വെച്ച് നിമ്രോദുമായി ഒരു കൂട്ടിമുട്ടലുണ്ടായി. നിമ്രോദ് വന്ന് അതാ മറ്റേ സൈറ്റിനകത്ത് കിട്ടും, ഈ വെബ്സൈറ്റിൽ കിട്ടും. അബ്രഹാമിൻ്റെ അടുക്കൽ നിമ്രോദ് വന്ന് വെച്ച് പറഞ്ഞിടാ, യഹോവ എന്ന് പറയുന്നത് ചുമ്മാ അതൊരു മിഥ്യയാണ്, നീ ആരാധിക്കുന്നത് അഗ്നിയെ വേണം. അബ്രഹാം ആദ്യമേ കുറേ കളിയാക്കുന്ന വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അഗ്നി ആരാധിക്കാമെന്നോ അതോ അതിനെ കെടുത്തുന്ന വെള്ളത്തെ ആരാധിക്കാമെന്നോ നല്ലത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ. അവസാനം അബ്രഹാം പറഞ്ഞു, നിമ്രോദ് പറഞ്ഞു, നീ അഗ്നിയെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ ആരാധിക്കില്ല, നിന്നെ എടുത്ത് അഗ്നിയിൽ ഇടാൻ പോവാ. മര്യാദ പറ, നിന്നെ എടുത്ത് അഗ്നിയിൽ ഇടാൻ പോവാ. ഇത് ബൈബിളിലില്ല, എടുത്തിടാൻ പോവാ. അബ്രഹാം പറഞ്ഞു, നീ എവിടെ ഇട്ടാലും ഞാൻ നിന്റെ അഗ്നിയെ ആരാധിക്കത്തില്ല, ഞാൻ യഹോവയെ ആരാധിക്കുകയുള്ളൂ. നേരെ ചേട്ടനെ പിടിച്ചു. അപ്പനങ്ങ് ചത്തു, ഹാരാനി വെച്ച് അപ്പൻ മരിച്ചു. നേരെ ചേട്ടനെ പിടിച്ചു. നീ എന്തോ പറയുന്നു ചോദിച്ചു. നീ അഗ്നിയെ ആരാധിക്കുന്നു, യഹോവയെ ആരാധിക്കുന്നു. അപ്പം ചേട്ടനാകപ്പാടെ ആലോചിച്ച് വെച്ച് പറഞ്ഞു, നമ്മളിൽ പലരും പറയുന്നതാണ്, ആദ്യം അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമിനെ അഗ്നിയിലിട്, അവൻ ഇറങ്ങി വന്നാൽ ഞാൻ യഹോവയെ സേവിക്കും, അവൻ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയെ സേവിച്ചോളാം. തമ്പുരാൻ പറഞ്ഞു, നിന്നെ ആദ്യം കൊല്ലുക, നിന്നെ വേണ്ട. കാര്യം അവൻ്റെ ഇവിടെ വിജയിച്ചാൽ ഞാനും പോകാമെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ടല്ലോ. നിനക്കിന്ന പ്രശ്നമുണ്ട്, സുഖമായാൽ ഞാനും സ്നാനപ്പെടാം, നീ ആദ്യം ഇറങ്ങി ഒത്ത് കണ്ടാൽ ഞാനും മുങ്ങിക്കോളാം. ഇതാണ് അബ്രഹാമിൻ്റെ ചേട്ടൻ പറഞ്ഞത്. യഹോവ അവിടെ വെച്ച് ചേട്ടനെ കൊന്നു. ഈ ചരിത്രം കിടപ്പുണ്ട്, മുസ്ലിംസിൻ്റെ ചരിത്രത്തിലാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ചേട്ടൻ്റെ മകനായിരുന്ന ലോത്ത് അബ്രഹാമിൻ്റെ തലയിൽ കെട്ടിവെപ്പായത്. ഇതിനെയും കൊണ്ടേ പോകാനൊക്കത്തുള്ളൂ. കാര്യം വിട്ടേച്ച് വരാൻ പറഞ്ഞു, കൊണ്ടിറങ്ങി. ഇപ്പം വന്നപ്പോൾ ഇവൻ കയ്യിലായി, ബാക്കിയെല്ലാം പോയി, ഇവനെയും കൊണ്ടേ പറ്റുള്ളൂ. ഇങ്ങനെ അബ്രഹാമിൻ്റെ കയ്യിൽ ആയി. അബ്രഹാമിനെ ദൈവം വിളിച്ചേച്ച് പറഞ്ഞു, അബ്രഹാമേ, നീ എൻ്റെ പ്രമാണം സൂക്ഷിച്ചോണം, ഞാൻ നിനക്കൊരു ശകലം അവകാശം തരാം. ഞാൻ ആ ഭാഗം കൂടെ തീർത്ത് എനിക്കൊന്ന് 2 മണിയാകുമ്പോഴത്തേക്ക് അതും കൂടെ തീർത്തോളാം. ഞാൻ നിനക്കൊരിച്ചിരി അവകാശം തരാം. എവിടെ മുതൽ എവിടം വരെയാണ്? ഫ്രാത്ത് മുതൽ മഹാനദി വരെ ഉള്ള സ്ഥലം നിനക്ക് തരാം. ഈ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലത്തിൻ്റെ, അല്ലെങ്കിൽ ഇസ്രയേൽ രാജ്യത്തിൻ്റെ ഏരിയ എന്നാ ഉണ്ടെന്നറിയാവോ? ഇന്നത്തെ കണക്കനുസരിച്ച് ഭൂമിയുടെ ആകെ വിസ്തീർണം 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. 5100,00,000 സ്ക്വയർ കിലോമീറ്ററാണ്. 51 മില്യൺ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഭൂമിയുടെ ആകെ വിസ്തീർണത. ഇതിൽ 22,000 സ്ക്വയർ മീറ്ററേ ഉള്ളൂ ഇസ്രായേൽ രാജ്യം. 22,000 സ്ക്വയർ മീറ്റർ എന്ന് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം നിനക്ക് തരാം. ഈ മൊത്തം ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിന് തരാം, ബാക്കി ഞാൻ ജാതികൾക്ക് കൊടുക്കുക. നിനക്കെന്തിനാ തന്നെന്നറിയാമോ? എൻ്റെ പുത്രൻ നിന്നിൽ നിന്ന് ജനിക്കണം. അത് നടക്കണമെങ്കിൽ അബ്രഹാമേ, നീ എൻ്റെ പ്രമാണം സൂക്ഷിച്ചോണം. നീ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടണം. എനിക്കും നിനക്കും തമ്മിൽ, നമ്മുടെ തലമുറകൾക്ക് തമ്മിൽ എന്നും ഒരു ബന്ധം നിലനിർത്തേണ്ടതിന് നീ പരിച്ഛേദനയേക്കണം. നീ വിഗ്രഹത്തെ ആരാധിക്കരുത്. നിന്റെ ശരീരം കിഴിക്കരുത്. ചെവി മൂക്കും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. നിന്റെ ശരീരം കിഴിക്കരുത്. നിന്റെ ശരീരത്തെ കളർ തേക്കരുത്. ലേവ്യ 19 ഒന്ന് വായിച്ചു നോക്കണം. കളർ തേക്കരുത്, ടാറ്റു ചെയ്യരുതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പച്ച കുത്തരുത്, കളറടിക്കരുത്. ഇങ്ങനെ ജാതികളുടെ പ്രമാണത്തിൽ നിന്ന് മാറണം. ഒരു ശകലം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ, നീ മുടി വെട്ടുമ്പോൾ ജാതികൾ മുടി വെട്ടിയ പോലെ വെട്ടരുത്. അവർ തലയുടെ അരികു വടിക്കും. കാര്യം അവരുടെ ദൈവങ്ങളെ ചിത്രീകരിക്കാനാ. നീ അവരുടെ പ്രതിനിധി അല്ല, നീ എൻ്റെ പ്രതിനിധിയാ. നീ മുടി വെട്ടുന്നത് ഞാൻ പറയുന്ന പോലെ വേണം. നീ മീശ വടിക്കുമ്പോൾ താടിയുടെ അറ്റം വികൃതമാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ഷേവ് എടുക്കുന്നത്. അല്ലാത്ത വളർത്തുന്നവർ മുഴുവൻ വളർത്താൻ പറയുന്നതും അതുകൊണ്ടാണ്. നീ ഷേവ് ചെയ്യുമ്പോൾ താടിയുടെ അറ്റം വികൃതമാക്കരുത്. അത് ജാതികളുടെയാ. നിന്നെ കണ്ടാൽ എൻ്റെയാന്ന് അറിയണം. നിങ്ങൾക്ക് എന്നെ പിടികിട്ടുന്നുണ്ടോ? ലേവ്യ 19 കിടപ്പുണ്ട് ഈ വാക്യങ്ങളൊക്കെ. നീ എൻ്റെ പ്രമാണത്തിൽ നടക്കണം. നിനക്ക് ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമാണ് നിൻ്റെയിലോട്ട് തരുന്നത്. ഇതിനകത്ത് നീ ചൊവ്വ ജീവിക്കുക. ഇതിനകത്ത് നീ ചൊവ്വ ജീവിച്ചാൽ ഞാൻ നിന്നെ ലോകത്തിലെ ഒന്നാമനാക്കും. നിന്നിൽ നിന്ന് എൻ്റെ സന്തതി ജനിക്കും. എൻ്റെ പ്രതിനിധിയാണ് നീ ഭൂമിയിൽ. നീ എൻ്റെ പ്രമാണം അനുസരിക്കണം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണം ഒന്ന് ആചരിക്കാം. ദൈവത്തിൻ്റെ വ്യവസ്ഥയിലൊന്ന് നടക്കാം.
ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഒരുപാട് ക്രമീകരണങ്ങൾ വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇനി ചാടാൻ പോവാം, മുന്നിലോട്ട് വരികയാണ്. ദൈവത്തിന് ഇവിടെ എന്തേലും ഒന്ന് ചെയ്യണം. ദൈവം ഒറ്റയ്ക്കൊന്നും ചെയ്യത്തില്ല. ദൈവപ്രമാണം സൂക്ഷിക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. ഇതുവരെ ഉണ്ടായ ഒറ്റ ഉണർവ് പോലും ദീർഘനാളുകൾ നിന്നിട്ടില്ല. കാരണം ഏതേലും ഒരു പഴുത് പിശാചി തുറക്കും. ഇത് തുറക്കാതെ എത്ര നാൾ കൊണ്ടു നടക്കാൻ കഴിയും? അത് സഭയുടെ കഴിവാണ്, അത് ദൈവമക്കളുടെ കടമയാണ്. നമുക്ക് കൊണ്ടു നടക്കാം. ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഏതാണ്ട് 40 വർഷങ്ങളായി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില ആലോചനയൊക്കെ ഉണ്ട്. ഞാൻ കർത്താവിന്റെ കണ്ടെങ്കിലും പറഞ്ഞില്ല. ഒത്തിരി നാളായി പരിചയം ഉണ്ടായിരുന്നെങ്കിലും ഒത്തിരി നാളായി തമ്മിൽ കാണാതിരുന്ന ഒരു മനുഷ്യനുമായിട്ട് ഞാൻ പരിചയം പുതുക്കി ഒന്ന് തമ്മിൽ കണ്ടു എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അദ്ദേഹം 1-2 പദങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ബാംഗ്ലൂർ പട്ടണത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടിട്ട് 44 വർഷം തികയുന്നത് 2026 അന്ന് ഞാൻ ചില വൻകാര്യങ്ങൾ ചെയ്യും. അങ്ങർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. 2026 അന്ന് ഞാൻ ചില വൻകാര്യങ്ങൾ ചെയ്യും. 44 വർഷവുമായി എനിക്കൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു. ഇന്ന് വരെ പൊട്ടാതെ നിൽക്കാനുള്ള കാര്യം കണ്ട എല്ലാ ഏരിയയിലും, ദൈവഹിതപ്രകാരമെന്ന് തോന്നുന്ന എല്ലാ ഏരിയയിലും ഒരളവിൽ വേർപാട് സൂക്ഷിക്കുവാൻ കർത്താവ് കൃപ തന്നു. വ്യവസ്ഥ സൂക്ഷിക്കുവാൻ, ഉപദേശം സൂക്ഷിക്കുവാൻ കൃപയാൽ കർത്താവ് ഇടയാക്കി. അങ്ങനെ മുന്നോട്ട് ഇന്ന് വരെ നടത്തുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരും കൂടി ഒന്ന് ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ഇച്ചിരി കൂടെ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഇന്ന് രാത്രി കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. രാത്രിയും കൂടെ ഞാൻ ഇതേ സബ്ജക്റ്റ് തുടരും. ഇനിയും അബ്രഹാമിൻ്റെ സന്തതിയായി യേശു ജനിച്ചു. യേശുവിനെ വിളിക്കുന്നത്, യേശുവിൻ്റെ ജനനത്തിന് മുന്നമേ ഭയങ്കര പോരാട്ടമായിരുന്നു. ഏദനിലുണ്ടായ വാഗ്ദത്വമാണ് സ്ത്രീയുടെ സന്തതി. പിശാച് തീരുമാനിച്ചു സ്ത്രീയുടെ സന്തതിയായി ഒരുത്തനെ വരുത്തത്തില്ല. അതിന് ചെയ്തത് എല്ലാവരെയും അങ്ങ് വഷളാക്കുക. ആകപ്പാടെ സ്ത്രീകളോടായിരുന്നു ആദ്യത്തെ അറ്റാക്ക്. സ്ത്രീകളെ അപ്പിടി വഷളാക്കി. ഞാൻ ഈ പറഞ്ഞ എല്ലാ പരിപാടിയും സ്ത്രീകളോടാണ് ഇത് കാണിച്ചത്. ദൈവം അബ്രഹാമിനെ വേർതിരിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ വന്ധിയാക്കി. പറഞ്ഞു കൊച്ചുണ്ടായിട്ടൊന്ന് കാണട്ടെ. സാറയെ വന്ധിയാക്കി. അതിനെ തുടർന്ന് അബ്രഹാമിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. ഇവളെൻ്റെ പെങ്ങളാന്ന് പറയിപ്പിച്ചു. പാരമ്പര്യ ശാപം അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിലേക്ക് മാറി. കാര്യം ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം ഒരു ഇസഹാക്കിനെ കൊടുത്തു. പാരമ്പര്യ ശാപം ഇസഹാക്കിലേക്ക് മാറി. ഇസഹാക്ക് ഭാര്യയെക്കുറിച്ച് ഇവളെൻ്റെ പെങ്ങളാന്ന് പറയേണ്ടി വന്നു. ഈ 2 സ്ത്രീകളും അന്യപുരുഷന്മാരോടുകൂടെ അന്തി കടക്കാൻ പോകേണ്ടതായി വന്നു. സ്ഥിതിഗതികൾ മാറുക. എവിടെ വിശുദ്ധ പ്രജ ഉദിക്കുന്നതൊന്ന് കാണണം. ഇത് പിശാച് മറുവശത്ത് പറയുക. ഇന്നും ഈ വാഗ്വാദം തുടരുന്നെന്ന് മറക്കരുത്. അബ്രഹാമിൻ്റെ ഇസഹാക്കിന് മകൻ ജനിച്ചു, യാക്കോബ്. ജനിച്ചു വന്നപ്പോൾ തേണ്ട കിടക്കുന്നു, കളിപ്പീരുകാരനെന്ന് അവൻ്റെ പേര് തന്നെ. അങ്ങനെയായി അവന് 12 മക്കൾ ഒരുമിച്ച് കൂടി 11 പേരും കൂടെ അപ്പനോട് കള്ളം പറഞ്ഞു യോസഫ് ചത്തുപോയെന്ന് പറഞ്ഞു. യോസഫ് ചത്തില്ല, 10 പേരും കൂടെ കള്ളം പറഞ്ഞു. ഇങ്ങനെ ചതിവും വഞ്ചനയും കള്ളം പറച്ചിലും കുടുംബ ലക്ഷണമായി. എന്നിട്ട് ചോദിച്ചു, എവിടെ വിശുദ്ധ പ്രജ? യേശുവിൻ്റെ ജനനം ഞാൻ തടയും. ഇത് പിശാച് തീർത്തു പറഞ്ഞു. എന്ത് മെത്തേഡുകളാണ് ഉപയോഗിച്ചെന്നറിയാമോ? ഞാൻ സഭയിലേക്ക് മാറട്ടെ. സഭയായി അവർ വളർന്നു കഴിഞ്ഞ ഉടനെ ദൈവം ഒരു കൽപ്പന കൊടുത്തു. പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാൻ കയറുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ വീഞ്ഞും മദ്യവും കുടിക്കരുത്. പക്ഷേ ഇവന്മാർക്ക് കുടിക്കണമെന്നൊരു താല്പര്യം. കുടിക്കാൻ ഒക്കത്തുമില്ല, എഴുതി വെച്ചിരിക്കല്ലേ കുടിക്കരുതെന്ന്. അപ്പോൾ ശുശ്രൂഷിക്കാൻ വരുന്ന കാലം ഈ പരുവത്തിനാണ് പുരോഹിതന്മാരുടെ എണ്ണം ക്രമാതീതമായി അങ്ങ് വർദ്ധിച്ചു. നാട് മുഴുവൻ ബൈബിൾ സ്കൂൾ, ഇന്നത്തെ ഭാഷയിൽ. ആവശ്യമില്ലാത്തവനും കൂടെ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പാസ്റ്ററാകുക. പാസ്റ്റർമാരുടെ കളി. പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചു. യഹൂദ ദേവാലയത്തിൽ ഒത്തിരി പുരോഹിതന്മാർക്ക് ഒരുമിച്ച് കയറാനൊക്കത്തില്ല. കയറാനുള്ള എണ്ണക്കണക്കുണ്ട്, അതിന് കൂടുതൽ പറ്റുകയില്ല. അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പുരോഹിതന്മാരെ 2 ഷിഫ്റ്റ് ആക്കാം. എ ഷിഫ്റ്റും ബി ഷിഫ്റ്റും എന്നങ്ങോട്ട് വിളിക്കട്ടെ. 2 ഷിഫ്റ്റായി. പിന്നെയും വർദ്ധിച്ചു. ക്രമാതീതമായി 2ആയി, 4ആയി, 6ആയി, 8ആയി, 16ആയി. യേശുവിൻ്റെ ജനനകാലമാകുമ്പോൾ 24 കൂറുകൾ, 24 ഷിഫ്റ്റ്. 24 ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 15 ദിവസത്തെ ജോലിയേ ഉള്ളൂ ഒരുത്തന്. മനസ്സിലായോ? 24 കൂറുകളായി, 24 ഷിഫ്റ്റുകളായി ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ വർദ്ധിച്ചു.
അന്ന് ഒരു പുരോഹിതന് 15 ദിവസത്തെ ജോലിയേ ഉള്ളൊരു വർഷം. വേദപുസ്തകത്തിൻ്റെ പ്രമാണം ദേവാലയത്തിൽ കടക്കുന്ന കാലം വീഞ്ഞും മദ്യവും കുടിക്കരുത്. അല്ലാത്തപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ടില്ല. ആണ്ടിൽ 15 ദിവസമേ ഉള്ളൂ ശുശ്രൂഷിക്കേണ്ടത്. 11.5 മാസം കുടിക്കാം. ഇങ്ങനെ കുടിച്ചു. പ്രവാചകന്മാർ തന്നെ തിരിച്ചെഴുതി, ഒരു വ്യത്യാസവുമില്ല. പുരോഹിതന്മാരും പ്രവാചകന്മാരും മദ്യപിച്ച് ചാഞ്ചാടി നടക്കുന്നു. പുരോഹിതന്മാർ കുടി തുടങ്ങിയപ്പോൾ പ്രവാചകന്മാർ ചോദിച്ചിട്ട് അവന് കുടിക്കാം, പിന്നെ എനിക്കും കുടിക്കാം. ഒരു വ്യത്യാസവുമില്ല. പുരോഹിതനും പ്രവാചകനും ഒരുപോലെ മദ്യപിച്ച് ചാഞ്ചാടി. ടെലിവിഷൻ സ്റ്റാറിന് തന്നെത്താൻ ആഭരണങ്ങൾ അണിയാമെങ്കിൽ, തന്നെത്താൻ ഈ കണ്ട കോമാളി വേഷം കെട്ടാമെങ്കിൽ, പിന്നെ നമുക്കെന്നടാ, സാധാരണക്കാരല്ലേ? അങ്ങനെ പുരോഹിതൻ തെറ്റിയെടുത്ത് പ്രവാചകനും വീണു. അവസാനം കുടിച്ചേച്ചൊരു പുരോഹിതൻ ദേവാലയത്തിൽ കയറി, 1 2 ദേവാലയത്തിൽ കയറി. അവൻ വിശുദ്ധ കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ ഛർദ്ദിച്ചു വെച്ചു. എസക്കേൽ പ്രവാചകൻ എഴുതി, പുരോഹിതനും പ്രവാചകനും ഒരുപോലെ വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്നു. വിശുദ്ധ മേശകളൊക്കെയും ഛർദ്ദിൽ കൊണ്ട് വഷളായി. പെന്തക്കോസുകാരൻ പരിശുദ്ധാത്മാവിനെ ചീത്ത പറഞ്ഞു. പെന്തക്കോസുകാരൻ പരിശുദ്ധാത്മാവിനെതിരെ എഴുതാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വിരോധമായി നടക്കാൻ തുടങ്ങി. ദൈവമക്കൾ ദൈവപ്രമാണം വിടാൻ തുടങ്ങി. പിശാച് മറുവശത്തിന് വിളി, എവിടെ വിശുദ്ധ പ്രജ? എവിടെ വിശുദ്ധ പ്രജ? ഇതിനകത്തൊന്ന് ജനിക്കാൻ ഒക്കത്തില്ല. കാലം പിന്നെ മുന്നോട്ട് മാറി. എല്ലാ ഏറിയായും തൊടുന്നില്ല. ഒരു ദിവസം സഖരിയാവ് എന്ന പുരോഹിതൻ ദേവാലയത്തിൽ ആരാധിക്കാൻ കയറി. ദേവാലയത്തിൽ ഇങ്ങനെ ദൈവവുമില്ല, ദൂതനുമില്ല എന്ന് അങ്ങനെ സൂക്ഷ്മം അറിയാം. ദേവാലയം എന്ന പേര്, പക്ഷേ ഇതിനകത്ത് ദൈവവുമില്ല, ഇതിനകത്ത് ദൂതനുമില്ല, ഇതിനകത്ത് തീയും പുകയും മണിയടിയും അതിൽ കവിഞ്ഞ് ഒന്നുമില്ല, ഇതിനകത്തൊന്നും ഇല്ലെന്ന് സഖരിയാവിന് അറിയാം. പക്ഷേ അപ്രതീക്ഷിതമായി ആരാധിക്കാൻ വേണ്ടി വിശുദ്ധ സ്ഥലത്തോട്ട് കയറിയപ്പോൾ അവിടെ മേശയുടെ വലത്തുവശത്ത് നിൽക്കുന്ന ഒരു വെള്ള വസ്ത്രധാരി പറഞ്ഞു, ഞാനാണ് ഹെബ്രിയേൽ. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കും. പൗരോഹിത്യം ഞാൻ വീണ്ടെടുക്കാൻ പോവാ. പൗരോഹിത്യത്തെ ഞാൻ വഴിവണ്ടി കൊണ്ടുവരാൻ പോവാ. എൻ്റെ സമയമാകുക. എൻ്റെ പുത്രൻ ജനിക്കുവാൻ സമയമെടുക്കുക. വഴി തെറ്റിയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാ. അതുകൊണ്ട് ഞാൻ വന്നു. സഖരിയാവ് ഒരു ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ പ്രായം എന്നായി? എൻ്റെ ഭാര്യയുടെ പ്രായം എന്നായി? ദൂതൻ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു, സഖരിയാവേ, ഞാൻ ആരാന്നും കണ്ട? നിന്നോട് തമാശ പറയാൻ വെടിയടിക്കാൻ വരുന്നവനല്ല, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഹെബ്രിയേലാ. ആ ഗൗരവം ഭയങ്കരമാണ് കേട്ടോ. ഞാൻ ആരാന്നും കണ്ട? നീ എങ്ങനെ സംഭവിക്കുമെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ തമാശ പറയുന്നവനല്ല, ഞാൻ തമാശ പറഞ്ഞ ആളെ ഇളക്കുന്നവനല്ല, ഞാൻ ചുമ്മാതെ വല്ലതും പറയുന്നവനല്ല. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാ. ആകയാൽ ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കുവോളം നിന്റെ വായ അടഞ്ഞിരിക്കട്ടെ. സഖരിയാവിനെ ശിക്ഷിച്ചതാന്ന് ചിലർ പറയാറുണ്ട്. അല്ല കേട്ടോ, അല്ല അല്ല. ദേവാലയത്തിൽ വെച്ച് ശിക്ഷിക്കാന്ന് ചത്തു വീഴുക സാധാരണ. ദേവാലയത്തിലെ ശിക്ഷ അങ്ങനെ ചത്തു വീഴുക സാധാരണ. ഏറ്റവും കുറഞ്ഞത് നെറ്റിക്ക് കുഷ്ഠം പൊങ്ങും. അതിൽ താഴെ ഒരു പണിഷ്മെൻറ്റ് ദേവാലയത്തിലില്ല. സഖരിയാവിനെ ശിക്ഷിച്ചതല്ല, ഒരു പ്രിക്കോഷനാണ്. നിന്റെ അവിശ്വാസം പരത്തുന്ന നാക്കുമായി വീട്ടിലോട്ട് ചെന്നാൽ എലിസബത്തിൻ്റെ വിശ്വാസം കൂടെ പോവും. അത് വരാതിരിക്കാൻ കുഞ്ഞ് ജനിക്കുന്നത് വരെ മിണ്ടരുത്, പോ. സഖരിയാവ് തിരിച്ചിറങ്ങി വന്ന് കൈക്രിയ കാണിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒക്കത്തില്ല. എഴുത്തുപലകയിൽ എഴുതി കാണിക്കാൻ തുടങ്ങി. ഒരു വെളിപ്പാട് കണ്ടേച്ച് വരികയാ, എനിക്കൊരു മകൻ ജനിക്കും, യേശുവിൻ്റെ വഴിയൊരുക്കുകാരനാ. സമയമാകാൻ തുടങ്ങുകയാ. ജനം വീണ്ടെടുക്കപ്പെടാൻ പോകുകയാ. ജനം ശുദ്ധീകരിക്കപ്പെടാൻ പോകുകയാ. കാലം തിരിയാൻ പോകാ. സഖരിയാവ് വീട്ടിൽ ചെന്നു. അങ്ങോട്ട് നല്ലതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പച്ചൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വരുന്ന വരവിന് മിണ്ടാതെ വന്നപ്പോൾ എലിസബത്തിന് പ്രയാസമായി. എഴുതി കാണിച്ചു, ദൂതിതാണ്, ദൈവം ഇടപെട്ടു, ഹെബ്രിയേൽ നേരിട്ട് വന്നു. ദേവാലയത്തിൽ ഹെബ്രിയേൽ വന്നെന്നോ? ഇവിടെയെങ്ങും ദൂതന്മാർ വരുന്ന പതിവില്ല. ഇന്ന് ഹെബ്രിയേൽ വന്നെന്നോ? അതെ, ദൈവത്തിന്റെ സമയമായാൽ ദൈവം ഇറങ്ങി വരേണ്ടടുത്ത് വരും. ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നിരിക്കയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇറങ്ങി വരും. ഹെബ്രിയേലിനോട് സംസാരിച്ചു. എലിസബത്ത് അതുപോലെ വിശ്വസിച്ചു. എലിസബത്ത് അതുപോലെ വിശ്വസിച്ചു.
താൻ ഗർഭിണി എന്നറിഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ഞാൻ ആ ഭാഗത്തോട്ട് തിരിയുന്നില്ല, അത് വേറൊരു സബ്ജക്റ്റാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ദിവസം യോഹന്നാൻ ജനിച്ചു. അപ്പൻ്റെ നാക്ക് തുറന്നു, യോഹന്നാൻ എന്ന് പേരിട്ടു. യോഹന്നാൻ പഴയ പതിവുകളിൽ നിന്നൊന്നും മാറി. അപ്പൻ ദേവാലയത്തിലെ അങ്കി അണിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നെങ്കിൽ ഇവൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമായി അങ്ങോട്ട് മരുഭൂമിയിലോട്ട് ഇറങ്ങി. അപ്പൻ വിശുദ്ധ ദേവാലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിച്ചെങ്കിൽ മോൻ യോർദാനിൽ മുക്കാൻ തുടങ്ങി. അപ്പൻ വിശുദ്ധ കാഴ്ചയപ്പത്തിൻ്റെ ബാക്കി നിന്ന് ജീവിച്ചെങ്കിൽ മോന് വെട്ടിക്കിളിയും കാട്ടുതേനും ആഹാരമാകാൻ തുടങ്ങി. അപ്പൻ ദേവാലയത്തിനകത്തെ കാളുകളെ വിളിച്ചെങ്കിൽ ഇവൻ യോർദാൻ നദിയിലേക്ക് ആളുകളെ വിളിക്കാൻ തുടങ്ങി. സംഗതി ആകെ മാറി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്, ഒരു പുതിയ സന്ദേശം നാട്ടിലായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. അന്ന് വരെയുള്ള പുരോഹിതന്മാർ മുഴുവൻ ഞാനാന്നും പറഞ്ഞ് നടന്നു. ഞാനാണാള് എന്ന് പറഞ്ഞ് നടന്നു. ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാ. തൻ്റെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ശബ്ദം മാത്രമാ. ആളുകൾ വന്ന് യോഹന്നാനെ വിളിച്ച്, നീ ആരാ? നീ പുരോഹിതനാണോ? നീ പ്രവാചകനാണോ? നീ ആരാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാന്നോ ഒരു പിടിയുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. ആ വരുന്നവൻ്റെ ശബ്ദമാ ഞാൻ. നിങ്ങൾ ഇന്ന് എന്നെ കാണുന്നില്ല, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുകയാ. ഒരുത്തൻ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഈ സന്ദേശമാണ് എം.എ. വർഗീസിന് പറയാനുള്ളത്. ഒരുത്തൻ പുറകെ വരുന്നുണ്ട്. ഉണർവിൻ്റെ യജമാനൻ, സഭയുടെ യജമാനൻ, വിശുദ്ധീകരിക്കുന്നവൻ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. തന്റെ കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർ കെടാത്ത തീയിലിടും. ഒരുത്തൻ പുറകെ ഉണ്ട്. യേശു ഒരു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ പേരെന്തുവാ? ഒടുക്കത്തെ ആദാം. ഒന്നാമത്തെ ആദാം തെറ്റിയെടുത്ത് ഒടുക്കത്തെ ആദാം കയറി. ഒരു 12 ശിഷ്യന്മാരെ വിളിച്ചേച്ചു പറഞ്ഞു, ഞാൻ ചെല്ലാനുള്ളിടത്ത് നിങ്ങൾ എനിക്ക് മുന്നേ പോകണം. ഞാൻ ചെയ്യേണ്ട ജോലി എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന, അങ്ങയുടെ രാജ്യം വരണമേ. മോനെ, അതിനാടാ ലൂസിഫറിനെ ഞാനിവിടെ ആക്കിയത്. അവൻ എൻ്റെ രാജ്യം നശിപ്പിച്ചു, അവൻ്റെ സംസ്കാരം കൊണ്ടുവന്നു. മോനെ, അതിനാടാ ഞാൻ ആദാമിനെ ഇവിടെ ആക്കിയത്. അവൻ എൻ്റെ സംസ്കാരം നശിപ്പിച്ചു, ലൂസിഫർ എൻ്റെ സംസ്കാരം അംഗീകരിച്ചു. അതിനാടാ അവൻ്റെ മക്കളെ ഇവിടെ ആക്കിയത്. അവരെൻ്റെ വാക്ക് കേട്ടില്ല, ലൂസിഫറിൻ്റെ വാക്ക് കേട്ടു. അതിനാടാ ഞാൻ നോഹ ഇവിടെ ആക്കിയത്. അവൻ പരാജയപ്പെട്ടടാ, അവനെ കൊണ്ടൊക്കാതെ പോയി. അതിനാടാ ഞാൻ അബ്രഹാമിനെ വിളിച്ചത്. അവനൊരു ശകലമൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന് ഒടുക്കത്തെ ആദാമായി ഞാൻ ഇറങ്ങി വന്നിരിക്കുക. നിങ്ങളെ 12 പേരെ എനിക്ക് വേണം. വാ, നിങ്ങളെ 12 പേരെ എനിക്ക് വേണം. നിങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥന വിഷയം, അങ്ങയുടെ രാജ്യം വരണമേ. ഞാനൊരു ഒറ്റ ദിവസത്തെ മീറ്റിങ്ങിന് ഇവിടെ വന്നേച്ച് ഇത്രയും വേർപാടും കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യം സ്ഥാപിക്കണമെന്നുള്ള താല്പര്യത്തിലാണ്, വേറൊന്നുമല്ല. ദൈവം ഒരാളിനെ ഉപയോഗിക്കണോ? ദൈവം ഒരിക്കലും സെക്കൻഡ് ക്ലാസ് ഉപയോഗിക്കത്തില്ല. ദൈവം ഒരിക്കലും കിട്ടിയതിനെ ഉപയോഗിക്കത്തില്ല. കൊള്ളാവുന്നതിനെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കൊള്ളാവുന്നവരായി മാറുവാൻ, മാനപാത്രങ്ങളായി മാറുവാൻ. ഞാൻ വേറൊരാശയം എളുപ്പം തൊട്ടോട്ടെ. തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ഏത് വലിയ വീട്ടിലും വില കുറഞ്ഞ പാത്രങ്ങളും വില കൂടിയ പാത്രങ്ങളുമുണ്ട്. വില കുറഞ്ഞ പാത്രങ്ങളെ ഹീനകാര്യത്തിനും വില കൂടിയ പാത്രങ്ങളെ മാനകാര്യത്തിനും ഉപയോഗിക്കും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ പല ഇനം പാത്രങ്ങളുണ്ട്. ആരെങ്കിലും വിശിഷ്ട അതിഥികൾ വന്നാൽ അവർക്ക് മാത്രം ചോറ് വിളമ്പാൻ എൻ്റെ ഭാര്യ ചില പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. വിശിഷ്ട അതിഥികളെന്ന് പറഞ്ഞ ദൈവദാസന്മാരാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇന്ത്യൻ പ്രസിഡൻ്റ് ഒന്നും വരത്തില്ല. അങ്ങനെയുള്ളവരൊന്നും ഞങ്ങളുടെ വീട്ടിൽ തിരിഞ്ഞു പോലും നോക്കുകയില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ദൈവദാസന്മാരുടെ കാര്യമാണ്. വിശിഷ്ട അതിഥികൾ എൻ്റെ വീട്ടിൽ വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രധാന പാത്രങ്ങളുണ്ട്. എന്നാൽ ബാത്റൂം ടോയ്ലറ്റൊക്കെ കഴുകാൻ വേണ്ടി ആസിഡ് കലക്കി ഉപയോഗിക്കും. അത് കലക്കാൻ കുഴ പൊട്ടിയ മഗ്ഗും പ്ലാസ്റ്റിക് മഗ്ഗും വീട്ടിലുണ്ട്. 2 എൻ്റെ വീട്ടിലെ പാത്രങ്ങളാണ്. എന്നെങ്കിലും ഒരിക്കൽ കുഴ പൊട്ടിയ മഗ്ഗില്ലാത്തത് കൊണ്ട്
ഈ വലിയ മാനപാത്രങ്ങൾക്കകത്ത് ഹീനകാര്യം ഒഴിക്കാറില്ല. വീട്ടിലൊരു അതിഥി വന്നപ്പോൾ ചോറ് കൊടുക്കാനിരുന്ന പാത്രം പൊട്ടിപ്പോയതുകൊണ്ട് ആസിഡ് കലക്കുന്ന പാത്രത്തിൽ ചോറും വിളമ്പിയിട്ടില്ല. മാനപാത്രത്തിന് മാനപാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, ഹീനകാര്യത്തിന് ഹീനപാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിനകത്ത് ചില മാനപാത്രങ്ങൾ രംഗത്ത് വരുവാൻ, ഇതിനകത്ത് ദൈവത്തിന് ഉപയോഗിക്കേണ്ട ചില മാനപാത്രങ്ങൾ പുറത്തു വരുവാൻ, ഇന്ന് പകൽ ചിലതിനെ വിളിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുക. ഒരു കൂട്ടം മാനപാത്രങ്ങൾ മുന്നോട്ട് വരാം. ശിഷ്യന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, അങ്ങയുടെ രാജ്യം വരണമേ. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ശിഷ്യന്മാരെ കൊണ്ട് നടന്നു, അവരെ ശുദ്ധീകരിച്ചു. ഒടുവിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാലൊന്ന് കഴുകട്ടെ. നിങ്ങളെല്ലാം കുളിച്ചവരെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം, ഞാൻ നിങ്ങളുടെ കാലൂടെ ഒന്ന് കഴുകട്ടെ. അവരുടെ കാലും കഴുകിയേച്ച് കാൽവരിയിൽ കൈകാലുകൾ വിരിച്ചു. തൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി വില മുടക്കി യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 10 മിനിറ്റ് കൊണ്ട് തീർത്തോളം, 10 മിനിറ്റ്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അന്ന് രാത്രിയിൽ 10 ശിഷ്യന്മാർ കൂടി ഇരുന്നിടത്തോട്ട്. നമ്മുടെ തോമസ് അപ്പോസ്തലൻ അവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം എവിടെയോ പോയി, എനിക്കറിഞ്ഞുകൂടാ. ഇന്നത്തെ മീറ്റിങ്ങിന് വരാത്ത എത്ര പേരുണ്ട്? ആഫ്റ്റർ ഓൾ തോമസ് അല്ലേ ഇവിടെ ഇവിടെ സുവിശേഷം പറഞ്ഞേ, അദ്ദേഹവും ഇല്ലായിരുന്നു. യേശു വന്നപ്പം തോമസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. നമ്മുടെ ഇടയിലും പലരും ഇല്ല, പലപ്പോഴും ഞാനും വന്നിട്ടില്ല. യൂദ അവൻ്റെ വഴിക്ക് പോയിട്ടൊരു 10 പേരുണ്ടായിരുന്നു. 10 പേര് ഒരുമിച്ച് യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നു. ഇവർ ഞെട്ടിപ്പോയി. അവർ തീർത്ത് പറഞ്ഞു, ഇത് ഭൂതമാ. വേറെ ഒരു മാർഗ്ഗവുമില്ല. കാര്യം കഥ കടച്ചിരിക്കുന്നിടത്ത് എങ്ങനെ വരും? അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതിനപ്പുറത്ത് ദൈവം ചെയ്തു. ഇന്ന് ഒരുപാട് ആത്മപ്രവർത്തികൾ കള്ളമാന്ന് ആളുകൾ പറയും. കാര്യം അവർക്ക് മനോബോധം അത്രേ ഉള്ളൂ, അവർക്കത്രേ മനസ്സിലാകത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ ചർച്ചിൽ പെടുന്ന ഒരാൾക്കൊരു വലിയ വീട് ഒരിടത്തുണ്ട്. ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2-3 മാസത്തിനകം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോനും അവൻ്റെ ഭാര്യയും 2 കൊച്ചുമക്കളും ഞങ്ങൾ 5-6 പേര് കൂടി ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൻ്റെ ഓണർ പറഞ്ഞ് നടന്നൊന്ന് കണ്ടേക്കാൻ പറഞ്ഞു. വീടെല്ലാം നടന്ന് വലിയ അപാര വലുപ്പമാണ്. നടന്ന് വീടെല്ലാം ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പിള്ളേർ പറഞ്ഞു, പോലെ ഇതിനകത്ത് കയറി വഴി തെറ്റിപ്പോയാൽ തിരിച്ചു വരാൻ ഒക്കുകയില്ല, നിങ്ങൾക്ക് പിടികിട്ടത്തില്ലായിരിക്കും. 3 ഏക്കറാണ് ഒറ്റ വീട്, 3 ഏക്കർ. ഇതിനകത്തെങ്ങാനും കയറി വഴി തെറ്റിയാൽ കഴിഞ്ഞു, തിരിച്ചു വരാനൊക്കത്തില്ല, എവിടെയാണെന്ന് വിളിച്ചറിയിക്കാൻ ഒക്കത്തില്ല. വീട്ടുകാരെങ്കിലും കൊണ്ടു നടന്ന് കാണിച്ചാൽ മാത്രം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷാജി എനിക്കൊരു കണ്ടക്റ്റഡ് ടൂർ വേണം. കണ്ടക്റ്റഡ് ടൂർ എന്ന് പറഞ്ഞാൽ നീ തന്നെ കൊണ്ടുപോയി ഇതെല്ലാം ഒന്ന് കാണിച്ചുകൊണ്ട് വരണം, അല്ല നീയോ നിൻ്റെ ഭാര്യയോ മക്കളോ കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് വരണം. ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ട് എല്ലായിടത്തും കൊണ്ടു നടന്നു. കാര്യം ഇത് അപാര വലിപ്പം, സാധാരണ ഒരുത്തിനോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇതുപോലെ ആത്മലോകം കണ്ടിട്ടില്ലാത്തവർ ആത്മലോകത്തെക്കുറിച്ച് കള്ളമാണെന്ന് പറയും. ശിഷ്യന്മാർ 2 പ്രാവശ്യം യേശുവിനെ ഭൂതമാക്കി ചിത്രീകരിച്ചതാണ്. ഒന്ന് പച്ചവെള്ളത്തിൻ്റെ മേൽ കടലിൽ നടന്നു ചെന്നപ്പോൾ കൂട്ടം വിളിച്ചു, ഭൂതമാ. ആരാ പറഞ്ഞ്? പത്രോസ് മുതൽ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ. 2 മരിച്ചുയർത്ത ശേഷം എഴുന്നേറ്റ് ചെന്നപ്പോൾ പത്രോസ് ഉൾപ്പെടെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഭൂതമാ. യേശു പറഞ്ഞു, എൻ്റെ പൊന്നു പിള്ളേരെ, ഭൂതമല്ലടാ, ഞാനാ. തെളിയിക്കാം, തൊട്ടു നോക്കടാ. ഭൂതത്തിന് എന്നെ പോലെ അസ്ഥി മാംസമൊന്നും ഇല്ല, അവനിവിടെ വരാനും പറ്റുകയല്ലടാ. ഇത് ഞാനാ. തിന്ന് കാണിക്കാമടാ. ഭൂതമൊന്നും തിന്നത്തില്ല, ഞാൻ തിന്ന് കാണിക്കാം. കഴിക്കാൻ വല്ലതും ഉണ്ടോ പിള്ളേരെ? കൊണ്ടുപോവാ. ഇവർ യേശുവിന് കൊണ്ട് കൊടുത്തതറിയാമോ? ആരെങ്കിലും ഓർക്കുന്നു? 1 കഷ്ണം വറുത്ത മീനും പിന്നെ തേനും. ഇത് 2 കൂടി ഒരുമിച്ച് പോകുന്ന കോമ്പിനേഷനാണോ? എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ട് തന്നതിനകത്ത് ആരെങ്കിലും ഉപ്പിട്ട് തരുമോ? മുളകിട്ട് തരുമോ? ഇല്ല. അത് ചായയുടെ കൂടെ പോകുന്ന കോമ്പിനേഷൻ അല്ല, അതിൻ്റെ കൂടെ പഞ്ചസാര ഇടുന്നേ. ഇവിടെ വറുത്ത മീനും തേനും ഒരുമിച്ച് പോകുന്ന കോമ്പിനേഷനാണോ? അല്ല. പിന്നെ എന്നെ ഈ കാണിച്ചേ, ഇവന്മാർ വെരുണ്ടുപോയി. ഒരുത്തൻ ആദ്യം ഓടി കിട്ടിയത് മീനാ, പുള്ളി അതും കൊണ്ട് വന്നു, തിന്നുകൊണ്ട് പോകും, എങ്ങനെയുള്ള ഒന്ന് മാറി കിട്ടിയാൽ മതി, ഭൂതമാ. മറ്റവൻ്റെ കിട്ടിയത് തേന, അവൻ അതും കൊണ്ട് വന്നു. മീനും തേനും 2 കൂടെ, എൻ്റെ തമ്പുരാൻ 2 കൂടെ തിന്നു. നിങ്ങൾ എന്നാ കൊടുത്താലും നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാൻ, ഇത് ഞാനാ,
വാങ്ങിച്ച് തിന്ന് അവരുടെ വിശ്വാസമായപ്പോൾ പറഞ്ഞു, പിള്ളേരെ അടുത്തു വാ, ഞാൻ നിങ്ങളുടെ മേലൊന്ന് ഊതാൻ പോവാ. എന്തിനാ കർത്താവേ ഊതുന്നേ? പിള്ളേരെ, ആദാമിനെ പണ്ട് ഈ ഭൂമിയിലോട്ട് അഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മണ്ണുകൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കി, വിശുദ്ധ മണ്ണുകൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കി. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ അതിനകത്തോട്ട് ഊതിക്കയറ്റിയത് ഓർമ്മയുണ്ടോ? അതുപോലെ ജീവനറ്റ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ മേൽ ഞാനൊന്ന് ഊതാൻ പോവാ. ആദാമിനെ റിസ്റ്റോർ ചെയ്തെടുത്ത പോലെ ഞാൻ സഭയെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. ഞാൻ സഭയെ തിരിച്ചു കൊണ്ടുവരാൻ പോവുക. അവരുടെ മേൽ ഒരു ഊതിയച്ച് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാ. നിങ്ങളിപ്പോ എൻ്റെ നാമം പ്രസിദ്ധീകരിക്കുവാൻ. തുടർന്ന് 40 രാപകലുകൾ അവരെയും കൊണ്ടു നടന്നു. അവിടെയും ഇവിടെയും പ്രത്യക്ഷനായി തൻ ജീവനോടിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു. ഒടുവിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലായി. അവരോട് പറഞ്ഞു, ഒലിവുമലയിലോട്ട് വാ, ഞാൻ അവിടെ കാണും. ഇവരോട് പറഞ്ഞു, ലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്ന്. ഇവരെങ്ങും പോയി ഒന്നുമില്ല. ഇവരുടെ ഊതിയച്ചു പറഞ്ഞു, പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. പക്ഷെ അവരെങ്ങും പോയി ഒന്നുമില്ല. അവരെ വിളിച്ചുകൊണ്ട് ഒലിവുമലയിലോട്ട് പോയിച്ചു പറഞ്ഞു, ഞാൻ പോവുക, പക്ഷേ നിങ്ങൾ ലോകത്തിൽ ചെതറല്ലേ കേട്ടോ. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി ഒന്നുകൂടെ കാത്തിരിക്കണം. കർത്താവേ, അങ്ങൊന്ന് ഊതിയതല്ലേ മോനെ. എപ്പോഴും 2 പ്രാവശ്യമായിട്ടാണ് ദൈവകാര്യം നടക്കുന്നത്. ഒന്ന് മാതൃക, എക്സാമ്പിൾ, ഉദാഹരണം, ഉപമ, നിഴൽ ആദ്യം കാണിക്കും. 2-ാമത്തെ പ്രാവശ്യം പൊരുൾ കാണിച്ചു കൊടുക്കും. പണ്ട് ഞാൻ ഊതിയതുണ്ടല്ലോ, അതൊരു നിഴലാ. വരാൻ പോകുന്നതിൻ്റെ ദൃഷ്ടാന്തമാ. ഊതേണ്ടത് ഞാനല്ല, പിതാവാ. ഊതേണ്ടത് ഞാനല്ല, പിതാവാ. പിതാവ് നിങ്ങളുടെ മേലൊന്ന് ഊതും. ആ സംഭവത്തിന് വേണ്ടി യെരുശലേമിൽ കാത്തിരിക്കുക. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരൊറ്റ ഊത്ത്. ഏതോ ഒരു രാക്ഷസന്റെ ശക്തി പോലെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരൊറ്റ ഊത്ത്. കൊടിയ കാത്ത് ദൈവം അനുവദിക്കുന്നെങ്കിൽ വൈകിട്ട് ഞാൻ തൊടാം. ഒരൊറ്റ ഊത്ത് ആ വീട് മുഴുവനും നിറഞ്ഞു. തേണ്ട ഒരാഗ്നിഗോളം ഇറങ്ങി വരുന്നു. ആഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. ആദാമിൻ്റെ മേൽ മൂക്കിലേക്ക് ഊതിയവനായ ദൈവം വിശുദ്ധ അപ്പോസ്തലന്മാരുടെ മേൽ ഒരു ഊത്തൂതി. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, അതാണ് പെന്തക്കോസ്ത്. ഇതിനകത്തിരിക്കുന്ന ഒരുപാരുടെ മേൽ 1-ാമത്തെ ഊത്ത് കിട്ടിയെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ, എനിക്ക് അടുത്ത ഊത്ത് വേണം. എൻ്റെ മേൽ അടുത്ത ഊത്ത് വേണം. എന്തിനാണെന്നറിയാമോ? ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും ശമരിയിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷിയാകാൻ. ആ സാക്ഷികളോടാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ക്രമീകരിക്കുക. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട. നിങ്ങൾ ചിലതിനോട് എതിർത്ത് നിൽക്കേണ്ടവരാ. ചില ശക്തികളോട് എതിർത്ത് നിൽക്കേണ്ടവരാ. ചിലതിനെ നിങ്ങളുടെ കാൽ കീഴാക്കാനുണ്ട്. ചിലതിനെ നിങ്ങൾ ചവിട്ടി ഒതുക്കാനുണ്ട്. ഈ ദേശത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അശുദ്ധ വ്യാപാരങ്ങൾ പോകുവാൻ, അശുദ്ധ വ്യാപാരങ്ങൾ ഓടുവാൻ ഓടിക്കുന്ന ഒരു സമൂഹത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കട്ടെ.